സഹോദരങ്ങളെ, സൂറത്ത് അൽ ബഖറയിലെ 101, 102 വചനങ്ങളാണ് ഞാൻ നിങ്ങളെ ഓർക്കുന്നത്. വിശുദ്ധ ഖുർആൻ പഠിക്കുകയും അതിനെ മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് വസിയത്ത് ചെയ്യാം. ഖുർആനികമായ പഠനം ലോകത്ത് പല ഭാഗത്തും നടക്കുന്നുണ്ടെങ്കിലും അതിനെ പിന്നോട്ട് വലിക്കാനുള്ള പ്രവർത്തനങ്ങളും സജീവമായി ലോകത്ത് നടക്കുന്നു. അപ്പോ ഒരു 3 നിലക്കാണ് ഇപ്പോൾ ലോകത്ത് നടക്കുന്ന സംഭവങ്ങളെ നാം വിലയിരുത്തുമ്പോൾ കാണുന്നത്. ഒന്ന്, ഖുർആനിക വിമർശനങ്ങൾ നടക്കുന്നുണ്ട്. 2, ഖുർആനികമായ പഠനങ്ങൾ നടക്കുന്നുണ്ട്. 3, ഖുർആനികമായ പഠനങ്ങളെ ഇല്ലാതാക്കാനുള്ള പ്രവർത്തനങ്ങൾ നടക്കും. ആനുകാലിക പുസ്തകങ്ങൾ, ആനുകാലിക പ്രസിദ്ധീകരണങ്ങൾ, ആനുകാലിക മീഡിയാസ് ഇതൊക്കെ പരിശോധിക്കുമ്പോൾ കാണാൻ കഴിഞ്ഞ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചു. ഈ 3 അവസ്ഥകളുടെയും ഇടയിൽ നിന്നുകൊണ്ട് വേണം നമുക്ക് ഖുർആനികമായ പഠനങ്ങളും പ്രവർത്തനങ്ങളും സംഘടിപ്പിക്കാനും നടത്താനും. ഖുർആനിനെ നാം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഖുർആനിനെ നാം പഠിക്കേണ്ടത് ഖുർആൻ കൊണ്ട് തന്നെയാണ്. മനുഷ്യനിർമ്മിതമായ ആശയങ്ങളോ നിയമങ്ങളോ അല്ല ഖുർആനിനെ മനസ്സിലാക്കാൻ ഉപയോഗിക്കേണ്ടത്. ഖുർആനിൻ്റെതായ ചില പ്രയോഗങ്ങളുണ്ട്, കുറെ ശൈലികളുണ്ട്. ഒരു കാലഘട്ടത്തിൽ ഖുർആനിൽ നിന്ന് ജനങ്ങളെ തിരിക്കാൻ ഒന്നുണ്ടാക്കാതെ ഖുർആൻ തൊടാൻ പാടില്ല എന്ന രൂപത്തിൽ സമൂഹത്തിൽ പഠിപ്പിക്കപ്പെട്ടു. അത് ഖുർആനിൽ നിന്ന് അകറ്റാനുള്ള ഒരു വഴിയായിട്ടാണ് ആ പ്രസ്താവനയിലൂടെ അല്ലെങ്കിൽ ആ ഹദീസിലൂടെ അവർ ശ്രമിച്ചത്. ഖുർആൻ ഒന്നുമില്ലാതെ തൊടരുത്, കണ്ണുപൊട്ടും. അങ്ങനെ മുസ്ലിം സമൂഹം ഖുർആൻ തൊടാതെ നൂറ്റാണ്ടുകൾ അങ്ങനെ കഴിഞ്ഞുപോയി. ഞാൻ പറയണ, ഖുർആനെ തൊടാതിരുന്നാൽ കണ്ണ് പൊട്ടുന്നതിനേക്കാൾ അപകടമാണ് ഖുർആനെ ദുർവ്യാഖ്യാനം ചെയ്താലും. ഖുർആനെ ദുർവ്യാഖ്യാനം ചെയ്താൽ കണ്ണല്ല പൊട്ടുക, ജനസമൂഹങ്ങളാണ് പൊട്ടി ചാകുന്നത്. അതൊന്നും ഇന്ന് നമുക്ക് ലോകത്ത് നടക്കുന്ന സംഭവ വികാസങ്ങളെ പരിശോധിച്ചാൽ അറിയാം. ഖുർആനിന്റെ ദുർവ്യാഖ്യാനം കാരണം ഗ്രാമങ്ങളും രാജ്യങ്ങളും ജനസമൂഹങ്ങളും അക്രമങ്ങൾക്കിരയായിക്കൊണ്ടിരിക്കുകയാണ്. സമാധാനത്തിന്റെ ഒരു സന്ദേശത്തെ ദുർവ്യാഖ്യാനം ചെയ്തതിന്റെ തിക്തഫലം മുസ്ലിം ലോകം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. അപ്പൊ നമുക്കിന്ന് പറയാനുള്ളത്, കണ്ണ് ഖുർആൻ തൊട്ടിട്ടില്ലെങ്കിൽ, ഒന്നുമില്ലാതെ തൊട്ടാൽ കണ്ണ് പൊട്ടുമെങ്കിൽ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്തതിന്റെ തിക്തഫലം ഈ വ്യക്തി തന്നെ, ഈ സമൂഹം തന്നെ ആകെ പൊട്ടിത്തകരുന്ന, നശിക്കുന്ന അവസ്ഥയിലേക്കാണ് മാറുന്നത് എന്നാണ്. അതുകൊണ്ട് ഖുർആനിനെ ദുർവ്യാഖ്യാനം ചെയ്യാതെ അതിന്റെ ശരിയായ രൂപത്തിൽ പരമാവധി മനസ്സിലാക്കാൻ ശ്രമിക്കണമെന്ന് ആമുഖമായി എന്റെ സഹോദരങ്ങളോട് ഞാൻ ഉപദേശിക്കുകയാണ്. അതാണ് നമുക്ക് തുറന്ന സമീപനാണ് ഇതിലുള്ളത്. ഇതിന്റെ പിന്നിൽ ഒരു ഹിഡൻ അല്ലെങ്കിൽ ഒരു ഒളിച്ചു വെക്കപ്പെട്ട ഒന്നും നിങ്ങളുടെ മുമ്പിൽ പറയാനില്ല. നിങ്ങളുടെ മുമ്പിൽ ഒളിച്ചു വെക്കാൻ ഒരു കാര്യമല്ല. എനിക്ക് അല്ലെങ്കിൽ നമുക്ക് മനസ്സിലായതിൽ വെച്ച് ഇതുവരെ വ്യാഖ്യാനങ്ങളിൽ വന്ന് വെച്ച് ഏറ്റവും നല്ല വ്യാഖ്യാനം, പരമാവധി സമൂഹത്തിനും ജനങ്ങൾക്കും ഗുണകരമായ, ഉപകാരപ്രദമായ ഏറ്റവും നല്ല വ്യാഖ്യാനം, അത് സമൂഹത്തിന് ഗുണപ്പെടണം എന്നാണ് എൻ്റെ അഭിപ്രായം. മനുഷ്യരാശിയുടെ നല്ല സുഗമമായ നല്ല ജീവിതത്തിന് ഉപകാരപ്പെടുന്നതായിരിക്കണം എന്നേ നമുക്ക് ആ രംഗത്ത് സൂചിപ്പിക്കാനുള്ളൂ, അഭിപ്രായപ്പെടാനുള്ളൂ. ഇവിടെ ഓതി വെച്ച ആയത്ത് വിശദീകരിക്കുമ്പോൾ ബാക്കി കാര്യങ്ങൾ ഞാൻ വിശദീകരിക്കാം. വലമ്മ ജാഅഹും, അവർക്ക് വന്നപ്പോൾ, റസൂലും മിൻ ഇൻദില്ലാഹി, ദൈവത്തിൽ നിന്നുള്ളൊരു ദൂതൻ അവർക്ക് വന്നപ്പോൾ, മുസദ്ദിഖുൽ ലിമാ മഅഹും, അവരുടെ അടുത്തുള്ളതിനെ ശരിവെച്ചുകൊണ്ട്, നബദ ഫരീഖും മിനല്ലദീന ഊതുൽ കിതാബ, വേറെ നിയമങ്ങൾ നൽകപ്പെട്ട ആളുകളിൽ നിന്ന് ഒരു വിഭാഗം വലിച്ചെറിഞ്ഞു കിതാബല്ലാഹി, ദൈവത്തിന്റെ വചനങ്ങളെ, ദൈവത്തിന്റെ ലിഖിതങ്ങളെ, ദൈവത്തിന്റെ നിയമങ്ങളെ അവർ വലിച്ചെറിഞ്ഞു. വറാഅ ളുഹൂരിഹിം, അവരുടെ പിന്നിലേക്ക്, കഅന്നഹും ലാ യഅലമൂൻ, അവരൊന്നും അറിയാത്ത മട്ടിൽ. ഇതാണ് മുസ്ലിം സമൂഹത്തിന് സംഭവിച്ചത്. ദൈവത്തിൽ നിന്നൊരു ദൂതൻ ആ സമൂഹത്തിൽ വന്ന് അവരെ പരിഷ്കരിച്ച് സംസ്കരിച്ചു പോയി. ആ സംസ്കരിക്കാൻ അദ്ദേഹം ഉപയോഗിച്ച വേദം വിശുദ്ധ ഖുർആനാണ്. ഇത് പൂർവ്വവേദങ്ങൾക്ക് സംഭവിച്ച, പൂർവ്വവേദങ്ങളിലെ അനുയായികൾക്ക് സംഭവിച്ച കാര്യങ്ങളാണ് ഇവിടെ വിശദീകരിക്കുന്നതെങ്കിലും പിൽക്കാലഘട്ടത്തിൽ സംഭവിച്ചത് മുസ്ലിങ്ങൾക്കാണ്.
അപ്പൊ സമൂഹത്തെ ഒന്നടങ്കം കണക്കിലെടുത്തുകൊണ്ട് അതിന്റെ സൃഷ്ടാവായ ദൈവം അവരുടെ ഗുണപരമായ പരിവർത്തനങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്നതാണ് സത്യത്തിൽ വേദനിയമങ്ങൾ. ആ വേദനിയമങ്ങൾ അവരുടെ അജ്ഞതയും അറിവില്ലായ്മയും മാറ്റിയെടുക്കാൻ വേണ്ടിയാണ് ദൂതന്മാർ വേദങ്ങളും വേദനിയമങ്ങൾ കൊണ്ടും ആ സമൂഹത്തിൽ പ്രയോഗിക്കപ്പെടുന്നത്. സമൂഹത്തിന്റെ അറിവാണ് ഏറ്റവും പ്രധാനം. അതാണ് ഖുർആൻ ആത്യന്തികമായി, ഖുർആനിന്റെ ആദ്യം മുതൽ അവസാനം വരെ നമുക്ക് പരിശോധിച്ചു നോക്കിയാൽ വിജ്ഞാനത്തെ, അറിവിനെ ആണ് ഖുർആൻ ഏറ്റവും കൂടുതൽ ഉയർത്തിക്കൊണ്ടുവരുന്നത്. അറിവാണ് ഒരു സമൂഹത്തെ നയിക്കുന്നത്. അറിവില്ലാത്ത സമൂഹത്തിന് ഭൂമിയിൽ നിലനിൽക്കാൻ കഴിയില്ല എന്നതാണ് ഖുർആനിന്റെ ഏറ്റവും വലിയ പ്രഖ്യാപനം. അത് നിങ്ങൾ നിരന്തരം നോക്കിയാൽ മതി. ഖുർആനിലെ ഓരോ വചനങ്ങളുടെ പരിശോധിച്ചു നോക്കിയാലും അറിവാണ് ഏറ്റവും മുഖ്യമായി ജനസമൂഹങ്ങൾ നേടേണ്ടത് എന്നാണ്. അറിവില്ലാത്ത ജനതയ്ക്ക് ലോകത്ത് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അത് ഞാൻ പറയുന്ന ഈ മുസ്ലിങ്ങള് അറിവിനെ എതിർത്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. മുസ്ലിങ്ങൾ, ഞങ്ങൾക്ക് അറിവൊന്നും ആവശ്യമല്ല, ഞങ്ങള് വേറെ വല്ല നിലക്കും ജീവിച്ചു കൊള്ളാം എന്ന് മുസ്ലിങ്ങൾ വിചാരിച്ചു. പക്ഷേ അറിവില്ലാതെ ലോകത്ത് നിലനിൽക്കാൻ കഴിയില്ല എന്നുള്ള തിരിച്ചറിവ് മുസ്ലിങ്ങൾ മനസ്സിലാക്കി. അതാണ് ഖുർആൻ പറയുന്നത്, നിങ്ങൾ കാര്യങ്ങളെ കണ്ടറിയണം എന്നാണ്. കാര്യങ്ങളെ മുൻകൂട്ടി നിങ്ങൾ കണ്ടറിയണം. നിങ്ങൾ നിങ്ങളുടെ ഇടയിൽ വരാൻ പോകുന്ന വിപത്തുക്കളെ കുറിച്ച്, നിങ്ങൾക്കുണ്ടാകുന്ന അധപ്പതനങ്ങളെ കുറിച്ച്, നാശത്തെക്കുറിച്ച് കണ്ടറിയാനും അതിനെക്കുറിച്ച് പ്രതിവിധി, അതിനുള്ള പരിഹാരം കണ്ടെത്താനും അങ്ങനെ സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഖുർആൻ പറയുന്നത്. പക്ഷേ പല സമൂഹങ്ങളും അവരെ കണ്ടറിയാറില്ല. നമ്മുടെ നാട്ടിൽ പറയാറുണ്ടല്ലോ, കൊണ്ടേ അറിയൂ എന്നുള്ളത്. പല സമൂഹങ്ങളും നാശത്തിന്റെ വക്കിൽ എത്തി നിൽക്കുമ്പോൾ ഇനി ഞങ്ങൾക്ക് എന്തുണ്ട് രക്ഷാമാർഗം എന്ന അവസ്ഥയിൽ എത്തിയിട്ട് കൊണ്ടറിയുകയെ പല സമൂഹങ്ങളും ചെയ്യാറുള്ളൂ. ഇതാണ് പ്രവാചകന്മാർ മുന്നറിയിപ്പാണ്. പ്രവാചകന്മാർ ഒരു പുതിയ വിവരവും കൊണ്ടുവരുന്നില്ല. അത് ശേഷം വരുന്ന വചനങ്ങളിൽ ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. ഖുർആൻ പ്രവാചകന്മാർ വരുന്നത് മുന്നറിയിപ്പുകളും താക്കീതുകളും സന്തോഷ വാർത്തകളും മാത്രമേ പ്രവാചകന്മാർ കൊണ്ടുവരുന്നുള്ളൂ. ഒരു പുതിയ ഇൻഫർമേഷനും ദൂതന്മാർ സമൂഹത്തിന് നൽകുന്നില്ല. ഉള്ള അറിവുകൾ വെച്ച് ആ സമൂഹത്തിന് മുന്നറിയിപ്പ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഒരു 8-10 വചനങ്ങൾക്ക് ശേഷം ഈ അൽ-ബഖറയിൽ തന്നെ ഞാനിപ്പോ ഈ ഓതി വെച്ച ആയത്തുകളുടെ ഒരു 8-10 ആയത്തുകൾക്ക് ശേഷം അറിവില്ലാത്ത ജനങ്ങൾ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ട് ദൈവം ഞങ്ങളോട് നേരിട്ട് സംസാരിക്കുന്നില്ല? ലൗലാ യുകല്ലിമുന അല്ലാഹു എന്തുകൊണ്ട് നേരിട്ട് സംസാരിക്കുന്നില്ല? അല്ലെങ്കിൽ തെഴുത്തീനാബി ആയത്തിൽ ഞങ്ങൾക്കൊരു സന്ദേശം എന്തുകൊണ്ട് ദൈവം തരുന്നില്ല? അപ്പോൾ അല്ലാഹു അതിനുള്ള മറുപടി പറയുന്നുണ്ട്. ചിന്തിക്കുന്ന, കാര്യങ്ങളെക്കുറിച്ച് സൂക്ഷ്മമായി ബോധ്യപ്പെടുന്ന ജനങ്ങൾക്ക് ഞാൻ എല്ലാ വചനങ്ങളും എല്ലാ സന്ദേശങ്ങളും വഖദ് ബയ്യനൽ ആയാത്തിൽ ഖൗമി യൂഖിനൂൻ എന്ന് ഖുർആൻ പറയുന്നു. എന്ന് പറഞ്ഞാൽ അറിവുള്ള ദൃഢമായി കാര്യങ്ങളെക്കുറിച്ച് ബോധ്യം വരികയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട ആളുകൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ വിശദീകരിച്ചു കഴിഞ്ഞു. അപ്പൊ ഇവന്റെ മുന്നിൽ തന്നെയുണ്ട് ഇൻഫർമേഷൻ, അറിവുകൾ ഇവന്റെ മുന്നിൽ തന്നെയുണ്ട്. മുന്നിലല്ല, അവനിൽ തന്നെയുണ്ട്. അവന്റെ സൃഷ്ടാവിനെ കണ്ടെത്താനുള്ള, അവനെ നേർവഴിക്ക് നയിക്കാനുള്ള വിജ്ഞാനം അവന് ചുറ്റുമല്ല, ആ വ്യക്തിയിൽ തന്നെയുണ്ട്. ഇതിന്റെ ആ അറിവുകളെ നേരായ നിലക്ക് ഉപയോഗിക്കണമെന്നും ആ അറിവുകൾ തെറ്റായ രൂപത്തിൽ ഉപയോഗിച്ചാൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ നിങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്നുള്ള മുന്നറിയിപ്പും, അത് നേർവഴിക്ക് ഉപയോഗിച്ചാൽ അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടാവുന്ന ഐശ്വര്യപൂർണമായ ഒരു ജീവിതത്തെക്കുറിച്ചുള്ള സന്തോഷ വാർത്തയും ഇതാണ് ദൂതന്മാർക്ക് ചെയ്യാനുള്ള കടമ. അല്ലാതെ ദൂതന്മാർ പുതിയ സന്ദേശങ്ങളൊന്നും ലോകത്ത് പറയുന്നില്ല. അവരുടെ മുമ്പിൽ തന്നെയുള്ള അറിവുകൾ, ആ അറിവുകളെ ഫലപ്രദമായ രൂപത്തിൽ എങ്ങനെ ഉപയോഗിക്കണമെന്നും ആ ഫലപ്രദമായ രൂപത്തിൽ ആ അറിവുകളെ ഉപയോഗിച്ചാൽ അവർക്ക് കിട്ടാവുന്ന ഐശ്വര്യപൂർണമായ ജീവിതത്തെക്കുറിച്ചും ആ അറിവ്
ഹറാമുകളെ തിരസ്കരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്താലുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ചുമുള്ള വാണിംഗ്, നദീർ, മുന്നറിയിപ്പും അത് ഉപയോഗിച്ചാൽ കിട്ടുന്ന ഉന്നതമായ ജീവിതത്തെക്കുറിച്ചുള്ള തബ്ശീർ, സന്തോഷ വാർത്തയും ഇതാണ് പ്രവാചകന്മാർക്ക് നൽകാനുള്ളത്. ഇതാണ് പ്രവാചകന്മാരുടെ ദൗത്യം. അത് ഖുർആൻ നിരവധി വചനങ്ങളിലൂടെ ഖുർആൻ വിശദീകരിച്ചതാണ് എന്താണ് പ്രവാചകന്മാരുടെ ദൗത്യം എന്നുള്ളത്. ഇനി അടുത്ത വചനം നോക്കുക. അപ്പോ വലമ്മാ ജാഅഹും റസൂൽ, അവർക്കൊരു ദൂതൻ വന്നപ്പോൾ, മിൻ ഇൻദില്ലാഹി, ദൈവത്തിൽ നിന്ന് തന്നെ ദൈവിക വീക്ഷണങ്ങളുമായി, ദൈവിക ചിന്താഗതികളുമായി, ദൈവികമായ മാർഗനിർദ്ദേശങ്ങളുമായി അവരുടെ അടുത്ത് വന്നപ്പോൾ, മുസദ്ദിഖുൻ, ശരിവെച്ചുകൊണ്ട്, സത്യപ്പെടുത്തിക്കൊണ്ട്. അത് നമ്മൾ പറയില്ലേ, ഒരാളെ ഇത് ശരി തന്നെയാണ്, ഇയാള് ശരി തന്നെയാണെന്ന് പറഞ്ഞിട്ട് ഉദ്യോഗസ്ഥന്മാർ അറ്റസ്റ്റ് ചെയ്യാറുണ്ട്. അതാണ് മുസദ്ദിഖ്. മുസദ്ദിഖാണ് ഖുർആൻ. ഏതിന്റെ? പൂർവ്വവേദങ്ങളുടെ മുസദ്ദിഖാണ് ഖുർആൻ. അപ്പൊ പൂർവ്വവേദങ്ങൾ പോരെ എന്ന് ചോദിക്കും. അപ്പൊ അതിനുള്ള മറുപടിയും ശേഷമുള്ള വചനങ്ങളിൽ ഇതൊരു തുടർച്ചയാണ്. ഖുർആനിന്റെ ആദ്യം മുതൽ ഇങ്ങനെ വായിക്കുമ്പോഴേ ഖുർആൻ ഒരു കണ്ടിന്യൂസ് ആണെന്ന് മനസ്സിലാവുള്ളൂ. ഇപ്പോഴുള്ള പരിഭാഷ വായിച്ചാലെല്ലാം പറയുന്നത്. ഇനി ഇപ്പൊ മുസദ്ദിഖ് വേണമെന്നൊരു സംശയം ഇവിടെ ഉണ്ട്. ഒരു കാര്യം പറയുമ്പോൾ അതിനുള്ള സംശയം ഉടലെടുക്കും. അപ്പൊ അതിനുള്ള തൊട്ട മറുപടിയും പറയും. അതാണ് 106 വചനത്തിൽ ഇതിന്റെ മറുപടി പറയുന്നുണ്ട്. ഇപ്പൊ ഞാൻ 101 ഓതി കേൾപ്പിച്ചു. 106 വചനത്തിൽ പറയുന്നുണ്ട്, മാ നൻസഖ് മിൻ ആയത്തിൻ ഔ നുൻസിഹാ നഅതി ബിഖൈരിൻ മിൻഹാ ഔ മിത്ലഹാ എന്ന് ഖുർആൻ തുടർന്ന് പറയും. കാലാന്തരങ്ങളിൽ ദൈവിക നിയമങ്ങൾ പകർത്തിപ്പോരുമ്പോൾ കാലഹരണപ്പെട്ടു പോകുന്നതോ അല്ലെങ്കിൽ സമൂഹത്താൽ വിസ്മരിക്കപ്പെടുന്നതോ ആയ വല്ല ദൈവിക സന്ദേശങ്ങളും ഉണ്ടെങ്കിൽ അതിനേക്കാൾ ഉത്തമമായ ഒന്ന് ഞാൻ കൊണ്ടുവന്നിട്ടല്ലാതെ ഇല്ല എന്ന് പറയുന്നു. അത് നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കണം. അത് ഈ ആയത്തുകളൊക്കെ മനസ്സിലാകണമെങ്കിൽ അള്ളാഹു എന്ന് പറയുന്ന ഒന്നിനെ കുറിച്ച് വ്യക്തമായി, അല്ലാതെ അള്ളാഹു ഇള്ളപ്പോ എഴുതിയ നിയമങ്ങളൊക്കെ മാറ്റിക്കളഞ്ഞ് പുതിയ ഒന്നിനെ കൊണ്ടുവരിക എന്നല്ല. ദൈവത്താൽ നസഹ എന്ന് പറഞ്ഞാൽ പകർത്തിപ്പോരുകയാണ്. കാലങ്ങൾ ഓരോന്ന് പകർത്തിപ്പോരുന്നത് കാലങ്ങളാൽ വിസ്മരിക്കപ്പെടും, ദുർബലപ്പെട്ടു പോകും. അല്ലെങ്കിൽ കാലം വിസ്മരിച്ചു കളയും പല നിയമങ്ങളെയും, പല തത്വസംഹിതകളെയും, പല വ്യവസ്ഥിതികളെയും. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അതിനേക്കാൾ ഉത്തമമായ ഒന്ന് കൊണ്ടുവന്നിട്ടല്ലാതെ ഇല്ല. അല്ലെങ്കിൽ ഒന്നുകിൽ അതിനോട് തത്തുല്യമായത്, അല്ലെങ്കിൽ ബി ഖൈരിൻ മിൻഹ, അതിനേക്കാൾ ഉത്തമമായ ഒരു ആശയത്തെ, ഒരു നിയമസംഹിതയെ, ഒരു തത്വശാസ്ത്രത്തെ ഇവിടെ അവതരിപ്പിക്കാതിരുന്നിട്ടില്ല. അത് കാലത്തിന്റെ ആവശ്യമാണത്. ഭയങ്കര സയൻസാണ് ആ പറയുന്നത്. പല ആളുകളും ഈ വചനത്തെ യുക്തിവാദികളും നിരീശ്വരവാദികളൊക്കെ ഈ വചനത്തെ അള്ളാഹു ഒരു നിയമം പറയാം, പിന്നെ അത് ദുർബലപ്പെടുത്തുക, എന്താണത് എന്ന് പറഞ്ഞ് വിമർശിക്കാറുണ്ട്. പക്ഷെ ഇത് ഭയങ്കര തത്വശാസ്ത്രമാണ് അവിടെ പറയുന്നത്. അത് ചിന്തിച്ചാലേ അത് മനസ്സിലാവുള്ളൂ. കാലം പല നിയമങ്ങളെയും മാറ്റിയിട്ടുണ്ട്, പല തത്വസംഹിതകളെയും തിരുത്തിയിട്ടുണ്ട്. കാലം തിരുത്തിയിട്ടുണ്ട്. ഒരു ദരിദ്ര രാജ്യത്ത് നടപ്പിലാക്കേണ്ട തത്വസംഹിതകൾ ഒരു സമ്പന്ന രാജ്യത്ത് നടപ്പിലാക്കാൻ പറ്റൂല. ഒരു ദാരിദ്ര്യത്തിലോ വളരെ കഷ്ടത അനുഭവിക്കുന്ന ഒരു രാജ്യത്ത് അവരെ വളർത്തിക്കൊണ്ടുവരാൻ നടപ്പിലാക്കുന്ന നിയമസംഹിതകളല്ല ഒരു സമ്പന്ന രാജ്യത്ത് നടപ്പിലാക്കേണ്ടത്. ഒരു ഉദാഹരണം പറയാം. വരൾച്ച, ജലപ്രളയമുള്ള ഒരു രാജ്യത്ത് നടപ്പിലാക്കേണ്ട പദ്ധതികളോ പരിപാടികളോ നിയമസംഹിതകളോ അല്ല ഒരു വരൾച്ചയുള്ള ഒരു രാജ്യത്തോ പ്രദേശത്തോ നടപ്പിലാക്കേണ്ടത്. ജലത്തിന്റെ പ്രളയമുള്ള ഒരു രാജ്യത്ത്, പ്രളയക്കെടുതിയാണ് ഒരു രാജ്യത്ത്. ആ രാജ്യത്ത് പ്രളയക്കെടുതിയിൽ നിന്ന് ആ രാജ്യത്തെ രക്ഷിക്കാൻ ഒരുപാട് നിയമസംഹിതകളും തത്വസംഹിതകളും അവിടെ നടപ്പിലാക്കേണ്ടതുണ്ട്. ആ തത്വസംഹിതകളോ നിയമങ്ങളോ അവിടുത്തെ കാര്യപരിപാടികളോ അല്ല ഒരു വരൾച്ച ബാധിച്ച പ്രദേശത്ത് നടപ്പിലാക്കേണ്ടത്. അപ്പൊ ഭയങ്കര ഒരു തത്വശാസ്ത്രമാണ്, ഒരു ഫിലോസഫിയാണ് ഖുർആൻ ആ വചനത്തിലൂടെ അവതരിപ്പിക്കുന്നത്. അപ്പൊ കാലത്തിന്റെ അതാണ് ദൈവത്താൽ പകർത്തിപ്പോരുമ്പോൾ ദുർബലപ്പെട്ടു പോയത്. ദുർബലപ്പെടുക എന്നുള്ളത് അതിന്റെ ആശയാർത്ഥാണ്, പദത്തിന്റെ അർത്ഥമാണ്. നസഹാന്ന് ഖുർആനിൽ നിങ്ങൾ ഏത് സ്ഥലത്ത് പരിശോധിച്ചാലും പകർത്തുക എന്നാ, കോപ്പി എടുക്കുക എന്നേ കാണാൻ കഴിയുള്ളൂ.
ഇവിടെ ദുർബലപ്പെടുത്തുക എന്ന ആശയം വന്നത് എന്താണ്? കാലങ്ങൾ പകർത്തിപ്പോരുന്ന പല നിയമങ്ങൾ സംഹിതകളുണ്ട് ദൈവത്തിന്റെ. ആ ദൈവീക നിയമസംഹിതകൾ കാലത്തിന്റെ ഒഴുക്കിനനുസരിച്ച് ഏതെങ്കിലും ദുർബലപ്പെട്ടു പോവുകയോ അല്ലെങ്കിൽ ദൈവത്താൽ തന്നെ സമൂഹത്തിൽ വിസ്മരിക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് തത്തുല്യമായതോ അതിനേക്കാൾ ഉത്തമമായതോ ഒന്ന് കൊണ്ടുവന്നിട്ടല്ലാതെ ഇല്ല. ഇപ്പൊ ഫ്യൂഡൽ വ്യവസ്ഥ നിലനിന്നിരുന്ന കാലഘട്ടത്തിൽ അവിടെ നടപ്പിലാക്കിയ നിയമസംഹിതകളല്ല ഒരു ജനാധിപത്യ രാജ്യത്ത്. ഇനി ഇവിടുന്നും പോവും, യൂറോപ്പ് ഇവിടുന്നും പോയി ഒന്നുകൂടി മുന്നോട്ട് പോയി അവിടെ നടപ്പിലാക്കേണ്ട നിയമസംഹിതകളല്ല ഒരു പ്രാകൃത ഗോത്രവർഗങ്ങളിൽ നടപ്പിലാക്കിയ നിയമങ്ങളല്ല ഒരു ലണ്ടൻ സിറ്റിയിൽ നടപ്പിലാക്കേണ്ട നിയമങ്ങൾ അതല്ല. അപ്പൊ അതാണ് ഒരു ജനത്തെ എത്ര താത്വികമായിട്ടാണ് ഖുർആൻ കാര്യങ്ങൾ പറയുന്നതെന്ന് ഖുർആൻ നമുക്ക് ചിന്തിച്ചാലേ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. എത്ര താത്വികമായിട്ടാണ് ഖുർആൻ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. അവിടെ നിൽക്കണം എന്നല്ല പറയുന്നത്. അതാണ് മാ നൻസഖ് മിൻ ആയത്തിൻ ഔ നുൻസിഹ നഅതി ബിഖൈരിൻ മിൻഹ ഔ മിസ്ലിഹ. അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ് എന്ന് പറഞ്ഞിട്ടാണ് ആ വചനം അവസാനിപ്പിച്ചത്. അള്ളാഹ്ക്ക് എല്ലാതും കഴിയും. അത് അള്ളാഹ് എന്താന്ന് മനസ്സിലാക്കി ഞങ്ങൾക്ക് അള്ളാഹുവിന് എല്ലാതും കഴിയുന്നുള്ളത് ബോധ്യപ്പെടും. അത് ഇപ്പൊ പറയുന്ന അള്ളാഹുവിന് എന്താ ഒന്നും കഴിയാത്തതെന്ന് ചോദിച്ചിട്ട് കാര്യമല്ല. ഇപ്പൊ ഇവര് അവതരിപ്പിക്കുന്ന അള്ളാഹുക്ക് ഒന്നും കഴിയില്ല. നേരെ മറിച്ച് ഖുർആൻ പറയുന്ന അള്ളാഹുവിന് എല്ലാം കഴിയും. മരം ഉണങ്ങിപ്പോകും, അത് പ്രകൃതിയാണ്. പക്ഷേ അത് പോയാൽ പുതിയൊരു മരം അവിടെ പിന്നെ വേറെ ഒന്ന് അവിടെ ഉണ്ടാവും. അത് ദൈവത്തിനത് കഴിയും. അത് ചിലർ ഇതിന്റെ തുടർച്ച തന്നെ വരുന്ന ഒരായത്തുണ്ട്. അള്ളാഹു കൊന്നു പറഞ്ഞാൽ ഫയക്കൂൻ, എന്താ അത് ഉണ്ടാകണത്? അതിപ്പം ഇതേപോലെ വിമർശനത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്ന ഒരായത്താണ്. ഞാൻ ഇങ്ങനെ ആ ആയത്തിനെ കുറിച്ച് ഒരുപാട് ആലോചിച്ചു. എന്തപ്പോ ഇവിടെ വിമർശിക്കാൻ? അള്ളാഹു വൈന്നമ അറാദ ഷൈഅൻ, അള്ളാഹു ഒരു കാര്യം ഉദ്ദേശിച്ചാൽ ബദിഉസ്സമാവാതി വൽ അർളി എന്ന് പറഞ്ഞിട്ടാണ്. അള്ളാഹുവാണ് ഇതിന്റെ ഒറിജിനേറ്റർ, ഉപജ്ഞാതാവ് അള്ളാഹുവാണ്. ആകാശഭൂമികളുടെ ഉപജ്ഞാതാവ് അള്ളാഹുവാണ് എന്ന് പറഞ്ഞിട്ടാണ് അള്ളാഹു പറയുന്നത്. അവൻ അള്ളാഹു ഏതെങ്കിലും ഒരു കാര്യം ഉദ്ദേശിച്ചാൽ ഫൈന്നമായ യഖൂലു, അതിനോട് പറയും കുൻ, നീ ഉണ്ടാകു, ഫയക്കുൻ, അപ്പോൾ അത് ഉണ്ടാവുകയായി. ഇവിടെ ഒരു അത്ഭുതപരമായ അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ അത് നമ്മളിപ്പോ മൊബൈലേജാണ് ഉണ്ടാകുക എന്ന് പറയുമ്പോൾ ഒരു വീടിനോട് ഉണ്ടാകുക എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ ഒരു അള്ളാഹുവിനെ കുറിച്ചുള്ള സങ്കല്പം ഉണ്ടാകുമ്പോഴാണ് ഈ ആയത്ത് മനസ്സിലാക്കാൻ പ്രയാസം ഉണ്ടാകുന്നത്. നേരെ മറിച്ച് നമ്മളൊരു അള്ളാഹുവിനെ നിങ്ങൾക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. ഈ അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടാവുമ്പോൾ ഇതൊരു പ്രശ്നമേ അല്ല. നമുക്കിപ്പോ ഒരു വീടുണ്ടാക്കണമെങ്കിൽ എന്തൊക്കെ വേണം? കാലം ഒരു അവിഭാജ്യ ഘടകമാണത്. കാലം വേണം, ഒരു 6 മാസം ഒരു കൊല്ലം കാലം വേണം. അതിന് അസംസ്കൃത പദാർത്ഥങ്ങൾ വേണം, അതിന് തൊഴിലാളികൾ വേണം. അങ്ങനെ നിരവധി അനവധി ഘടകങ്ങളുടെ സഹായം ഉണ്ടെങ്കിലേ നമുക്കൊരു വസ്തു ഉണ്ടാക്കാൻ കഴിയുള്ളൂ. പക്ഷെ നമ്മൾ പറഞ്ഞ അള്ളാഹുവിന്റെ വസ്തുക്കളും കാലവും ഒക്കെ അവന്റെ മുമ്പിൽ റെഡിയാണ്. അവന്റെ മുമ്പിൽ റെഡിയാണ്. ഈ യഖൂല് മതി. യഖൂല് എന്ന് പറഞ്ഞാൽ അവന്റെ നിയമസംഹിതകൾക്കനുസരിച്ച് അതങ്ങോട്ട് യോജിച്ചാൽ മതി. അപ്പൊ ആ വസ്തു ഉണ്ടായി തീരുകയാണ്. എല്ലാം റെഡിയാണ്. അസംസ്കൃത വസ്തുക്കളൊക്കെ ഈ പ്രപഞ്ചത്തിൽ റെഡിയാണ്. കാലവും തയ്യാറായി നിൽക്കുന്നു. ഇനി അവിടെ എന്തേ വേണ്ടു? ദൈവികമായ ഒരു നിയമസംഹിത വ്യവസ്ഥ ഇവന് അവിടെ വെച്ചിട്ടുണ്ട്. ആ വ്യവസ്ഥ അതിനനുകൂലമായി വരേണ്ട ഇപ്പൊ നമ്മൾ ഞാൻ ഈ വ്യക്തിയായി മാറിയതെന്ന ഇതിന്റെ ഘടകങ്ങൾ എപ്പോൾ അതിനോട് യോജിക്കുന്നുവോ? ഒരു ചെടി മുളക്കുന്നത് എപ്പോഴാ? അതിന്റെ പ്രകൃതി നിയമങ്ങൾ, അതിന്റെ ഘടകങ്ങളൊക്കെ റെഡിയാണ്. പക്ഷെ അതിന് അനുകൂലമായി എപ്പോൾ ആ വ്യവസ്ഥിതി മാറുന്നുവോ അപ്പോൾ അതുണ്ടാകുകയായി. നിങ്ങൾ കുറച്ച് ആലോചിക്കേണ്ട വിഷയമാണ് കേട്ടോ ഞാൻ ഈ പറഞ്ഞത്. ഒരു ചെറിയൊരു ഫിലോസഫിയാണത്, കുറച്ചൊരു തത്വശാസ്ത്രമാണ്, അത് ശാസ്ത്രമാണത്. അല്ലാതെ നമ്മൾ ഇന്ന് പറയുന്ന അള്ളാഹുവിനെ ഒരു ദിവസം കൊണ്ടും 2 ദിവസം കൊണ്ടും ലോകം ഒരൊറ്റ പടക്കലും 4 ദിവസം കൊണ്ട് അവർക്ക് വേണ്ട ഭക്ഷണവും അങ്ങനെ 6 ദിവസം കഴിഞ്ഞ് 7-ാം ദിവസം സിംഹാസനത്തിൽ ഈ ലോകമൊക്കെ ഭരിക്കാൻ ചാരുകസേരയിട്ടിരിക്കുന്ന ഒരു അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോഴാണ് ഇത് ഗ്രാജുവലായിട്ടാണ് കാര്യങ്ങൾ നടത്തുന്നത് അള്ളാഹു. അതാ പറയണത്. പടിപടിയായിട്ട് നടത്തുന്ന കാര്യങ്ങൾ നടത്തുന്ന ഒരു അള്ളാഹുവിനെ കുറിച്ചാണ് ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്.
അതാണ് ബദിഉസ് സമാവാതി വൽ അർളി, ഭൂമികളുടെ മുഴുവൻ ഉപജ്ഞാതാവാര് അള്ളാഹുവാണ്. അതുകൊണ്ട് ആ അള്ളാഹു ഖളാ അംറൻ, ഒരു കാര്യം അവന്റെ നിയമസംഹിതകൾക്കനുസരിച്ച് വിധിച്ചു കഴിഞ്ഞാൽ ആ ഫയഖൂലു, ആ ദൈവികമായ നിയമസംഹിതകൾ പിന്തുടരേണ്ട ആവശ്യമേ ഉള്ളൂ. അപ്പോൾ ഫയഖൂൻ, അത് ഉണ്ടായിത്തീരുകയായി. അപ്പൊ അതാ പറയണേ, മനുഷ്യർക്ക് ഒരു വസ്തു ഉണ്ടാക്കണമെങ്കിൽ, ഇപ്പൊ ഈ വസ്തുവിനെ ഒരു മനുഷ്യൻ ഉണ്ടാക്കണമെങ്കിൽ അതിന് അസംസ്കൃത വസ്തുക്കൾ വേണം, കാലം ഒരു അവിഭാജ്യ ഘടകമാണ്, തൊഴിലാളികൾ വേണം, മറ്റു പല ഘടകങ്ങളും യോജിച്ചെങ്കിലേ ഒരു വസ്തു മനുഷ്യർക്കോ മറ്റുള്ളവർക്കോ ഉണ്ടാക്കാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് സൃഷ്ടാവിന് ഇതിന്റെ ഒന്നും ആവശ്യമില്ല, കാലം അവന്റെ മുമ്പിൽ റെഡിയാണ്. ഈ അള്ളാഹു എന്ന് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് നിരവധി തവണ വിശദീകരിച്ച് തന്നിട്ടുണ്ട്. അവിടെ നിന്നിട്ട് നിങ്ങൾ ഈ അള്ളാഹുവിനെ മനസ്സിലാക്കുമ്പോൾ ഈ പ്രകൃതി പ്രതിഭാസങ്ങൾ എന്തൊക്കെയാണോ, ഈ പ്രപഞ്ചത്തിന്റെ പ്രതിഭാസങ്ങൾ, ആ വ്യവസ്ഥിതികൾ ഓരോന്നും ഇവിടെ റെഡിയാണ്. അതിനു വേണ്ട വസ്തുക്കൾ റെഡിയാണ്, കാലവും അവന് പ്രശ്നമല്ല. അപ്പൊ ഇതിൽ എന്തൊക്കെ യോജിച്ചു വരുന്നുവോ ആ യോജിച്ചു വരുമ്പോൾ ഫയക്കൂനു, അത് ഉണ്ടായിത്തീരുകയായി. ഒരു ചെടി മുളക്കാനുള്ള സിമ്പിൾ, വളരെ നിസ്സാരമായ ഒരു ഉദാഹരണമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്. ഒരു ചെടി മുളക്കാൻ എന്തൊക്കെ ദൈവികമായ നിയമങ്ങൾ അതിന് ഒത്തുചേരുന്നുവോ അപ്പോൾ ഫയക്കൂനു, അത് ഉണ്ടായിത്തീരുകയായി. ആളുകൾ വേണ്ട, കാലം അതിന് കാത്തിരിക്കണ്ട. ഇനിയിപ്പോ ചെടിക്ക് അത് ഉണ്ടാകാനുള്ള എല്ലാം ആയി, ഇനി ഒരു 2 കൊല്ലം കഴിയട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിക്കണ്ട. തൊഴിലാളികളെ വിളിച്ചിട്ട് കൂട്ടണ്ട. നമുക്കിപ്പോ ഒരു വീടുണ്ടാക്കണമെങ്കിൽ ഒരു 10-25 തൊഴിലാളികളെങ്കിലും വിളിച്ചുണ്ടാക്കണം. അതിനൊരു 6 മാസമോ അല്ലെങ്കിൽ 1 വർഷമോ, അത് വീടിന്റെ വലിപ്പത്തിനനുസരിച്ച് കാലദൈർഘ്യം അതിന് പിടിക്കും. ഇതൊന്നും ആവശ്യമില്ല. ദൈവികമായ വ്യവസ്ഥിതി അതിന് എപ്പോൾ അതിന് ആവശ്യമായി വരികയും യോജിക്കുകയും ചെയ്യുന്നുവോ ആ യോജിക്കുന്ന സന്ദർഭത്തിൽ ഫയക്കൂനു, അതുണ്ടായി തീരുകയായി. എന്താ ഇതിൽ പ്രശ്നം? എനിക്ക് മനസ്സിലായിട്ടില്ല. വിമർശിക്കപ്പെടേണ്ട എന്ത് ആശയമാണ് അതിലുള്ളത് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഫയക്കൂൻ തന്നെ പ്രസന്റാണ്, അത് ആ ടെൻസ് തന്നെ പ്രസന്റാണ്. മുമ്പുണ്ടായി എന്നല്ല, ഫയക്കൂൻ എന്ന് പറഞ്ഞാൽ അത് ഉണ്ടായി തീരുന്നു, അത് ഇപ്പൊ ഉണ്ടായി തീർന്നിരിക്കുന്നു. അതന്നെയാണ് ഈസയുടെ കാര്യങ്ങൾ വിശദീകരിച്ചപ്പോ പറയുണ്ടായി. അദ്ദേഹം ദൈവത്തിന്റെ നിയമസംഹിതകളനുസരിച്ച് ഒരു തൊഴിലിനെ, പക്ഷിയെ സൃഷ്ടിക്കുന്നു. അങ്ങനെ അദ്ദേഹം അത് ഇതിനനുസരിച്ച് ദൈവിക നിയമസംഹിതകൾക്കനുസരിച്ച് ആ സമൂഹത്തെ വാർത്തെടുക്കുമ്പോൾ ഫയക്കൂനു, അതുണ്ടായിത്തീരുന്നു എന്ന് ഖുർആൻ പറയുന്നു. അവിടെയും ഫയക്കൂനു എന്നാണ്. അവിടെയും അത് ഉണ്ടായിത്തീരുകയാണ്. അപ്പൊ ഉണ്ടായിത്തീരും, മുമ്പുണ്ടായിരിക്കല്ല, അപ്പൊ ഉണ്ടായിത്തീരുകയാണ്. ഈസയുടെ സംഭവം വിശദീകരിച്ചപ്പോൾ ഇനി അഹലുക്കു മിനത്തൊയിരി, ഞാന് മിനത്തീനി തൊയിറൻ, തീനിൽ നിന്ന് തൊയിറിനെ ഉണ്ടാക്കും, തുറാബിൽ നിന്ന് ഇൻസാനെ ഉണ്ടാക്കുന്നൊക്കെ പറഞ്ഞ പോലെ ഈ തുറാബൊക്കെ ഞാൻ കഴിഞ്ഞ കോഴിക്കോട് ഞാൻ വിശദീകരിച്ചപ്പോ മണ്ണ് എന്ന് പറഞ്ഞാൽ മണ്ണിലാണ് കഴിയുന്നതെന്നുള്ളൂ. സാംസ്കാരികമായ തലമാണ് അവിടെ വിശദീകരിക്കുന്നത്. ഇവർക്ക് ഒരു കാലഘട്ടത്തിൽ ഈ ഖുർആൻ മനസ്സിലായില്ല, എനിക്ക് തോന്നുന്നു. ഒന്നുകിൽ ആസൂത്രിതം അല്ലെങ്കിൽ മനസ്സിലായില്ല, എന്താണെന്നറിയില്ല. ഇവരെന്ത് ചെയ്തു, മണ്ണ് കൊണ്ട് കുഴച്ചുണ്ടാക്കുക എന്ന് മനസ്സിലായി. മിൻ തുറാബിൽ നിന്നാണ്, തുറാബിൽ നിന്നാണ് അവനെ കൊണ്ടുവരുന്നത്. സാംസ്കാരികമായി അവൻ അധോഗതിയിലാണ്, വൈജ്ഞാനികമായി അധോഗതിയിലാണ്, ധാർമ്മികമായി അധോഗതിയിലാണ്. അതാണ് ഈ മിസ്കീനം ദാ മത്രബ എന്ന് പറഞ്ഞില്ലേ ഖുർആനിൽ. ഓ മണ്ണിൽ കിടക്കുക എന്നല്ല, ഔ മിസ്കീനം ദാ മത്രബ, തുറാബിൽ കഴിയുന്ന ഒരു മിസ്കീനെ നിങ്ങൾ വളർത്തിക്കൊണ്ടുവരണം. അതാണ് നിങ്ങൾ ആ അഖബ മുറിച്ചു കടക്കാനുള്ള നിങ്ങളുടെ മുമ്പിലുള്ള മാർഗം എന്ന് ഖുർആൻ വിശദീകരിക്കുകയുണ്ടായി. അപ്പം തുറാബിൽ കഴിയുന്ന മിസ്കീൻ എന്ന് പറഞ്ഞാല് അതിന്റെ അർത്ഥം അവൻ സാംസ്കാരികമായി, വൈജ്ഞാനികമായി, ധാർമ്മികമായി, അല്ലാതെ മണ്ണിനടിയിൽ പൊതിഞ്ഞു കിടക്കുക എന്നല്ല അർത്ഥം. മിസ്കീൻ എന്താ മത്രബ, അവൻ സാംസ്കാരികമായി വളരെ താഴേക്കിടയിലാണ്, വൈജ്ഞാനികമായി വളരെ താഴെ തട്ടിലാണ്, ധാർമ്മികമായി വളരെ താഴെ തട്ടിലാണ്, സദാചാരപരമായി. അങ്ങനെ ഏതൊക്കെ വയസ്സുകളുണ്ടോ, ഏതൊക്കെ തിന്മകളുണ്ടോ, ഏതൊക്കെ തിന്മകൾ, ദാരിദ്ര്യം ഒരു തിന്മയാണ്, ഈശ്വരക്ക് അറിവില്ലായ്മ ഒരു തിന്മയാണ്,
അജ്ഞത തിന്മയാണ് ഒരു മനുഷ്യന്റെ, അനീതി ഒരു സമൂഹത്തിലെ തിന്മയാണ്, അക്രമം ഒരു സമൂഹത്തിലെ തിന്മയാണ്. അങ്ങനെ ഏതൊക്കെ തിന്മകൾ ഒരു സമൂഹത്തിലുണ്ടോ ആ തിന്മകളിൽ നിന്നാണ് ഒരു മനുഷ്യനെ രൂപപ്പെടുത്തിയെടുക്കുന്നത്. ഒരു ബഷറിനാ വന്നത്, ഇൻസാനുമല്ല, ഒരു ബഷറിനെ, ജ്ഞാനമുള്ള ഒരു അറിവുള്ള ഒരു മനുഷ്യനെ ഞാൻ രൂപപ്പെടുത്തിയെടുത്തത് എന്നാ ഖുർആൻ പറയുന്നത്. ഇതാണ് തുറാബിൽ നിന്ന്, അതാണ് തീനിൽ നിന്ന് ഈസ ഒരു തൊഴിലിനെ പടച്ചുമെന്ന അത്രയും സജീവമായ ഒരു മനുഷ്യനെ സൃഷ്ടിച്ചെടുത്തു, ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുത്തു എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അല്ലാതെ ഒരു പക്ഷിയെ പടത്തുണ്ടാക്കി വിട്ടു എന്നല്ല. ഇത് പറഞ്ഞാൽ ഇവർ പറയും ഈ വെറും ഖുർആനൊക്കെ ആലങ്കാരിക. ഖുർആൻ ആലങ്കാരികല്ല, ഖുർആൻ ആലങ്കാരികമാണ്. ഇപ്പൊ ഏറ്റവും ആധുനിക കാലഘട്ടത്തിൽ ഇപ്പൊ നമ്മളെ വിമർശിക്കുന്നത് ഇവരൊക്കെ ഖുർആനെ ആലങ്കാരികയാക്കിക്കാണ്. ഖുർആനെ നമ്മളല്ല ആലങ്കാരികയാക്കിക്കണം, അള്ളാഹു തന്നെ അങ്ങനെ അതിന്റെ രൂപഘടന. അതാണ് ഞാൻ എൻ്റെ ക്ലാസിന്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ ഖുർആനിന് ഖുർആനിൻ്റെതായ ടേംസുകളുണ്ട്. ഖുർആനിന് ഖുർആനിൻ്റെതായ ടേംസുകളാണ്, പദങ്ങളാണ്, പ്രയോഗങ്ങളാണ്. അത് അങ്ങനെ തന്നെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ യദ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പുറത്ത് മനസ്സിലാക്കുകയാണെങ്കിൽ കയ്യെന്ന് മനസ്സിലാക്കാം. പക്ഷെ ഖുർആനിന്റെ ടേം അനുസരിച്ച് ഒരു മനുഷ്യന്റെ കഴിവ്, അധികാരം, അവന്റെ പ്രവർത്തനം, ഇതിനാണ് യദ് എന്ന് ഖുർആൻ പറയുന്നത്. അത് ഖുർആന്റെ ടേംസ് ആണ്. ഈ മെറ്റീരിയലായ കയ്യിന് ഖുർആൻ എവിടെയും യദ് എന്ന് പറഞ്ഞിട്ടില്ല. അത് ആലങ്കാരികല്ല. ഖുർആനിന്റെ പദപ്രയോഗം അങ്ങനെയാണ്. അത് ഞാൻ എപ്പോഴും നിങ്ങളുടെ മുമ്പിൽ വെക്കാനുള്ള ഒരു ഉദാഹരണം, ഹബില് എന്ന് പറഞ്ഞാൽ കയറ് ഖുർആനിന്റെ ടേംസ് അനുസരിച്ച് ആശയാണ്. പക്ഷെ നിങ്ങൾ പുറത്ത് ഡിക്ഷണറി നോക്കിയ കയറിനെ കാണുള്ളൂ. പക്ഷെ ഖുർആൻ അതിന് ഉപയോഗിച്ച പദം ദൈവികമോ മനുഷ്യനിർമ്മിതമോ രണ്ടാമതൊരു ആശയം. ആ ആശയത്തിന് ആ ഹബില് എന്ന് പറയാം. അപ്പൊ ഖുർആൻ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ്? ഖുർആൻ അപ്പോ ഞാൻ എവിടുന്ന പോകുന്നത് സ്വയത്വം എന്നുള്ളതാണ്. അപ്പോ അത് ഉണ്ടായിത്തീരുക എന്നുള്ളത് ദൈവത്തെ സംബന്ധിച്ച് പ്രശ്നമല്ല. അവൻ ഏതൊരു പ്രശ്നത്തിന് അതിന്റെ വിധി നിശ്ചയിച്ചു കഴിഞ്ഞുവോ അത് ഉണ്ടാകാനുള്ള കല എന്ന് പറഞ്ഞാൽ അവൻ തീരുമാനിക്കുക എന്നല്ല, നിശ്ചയിക്കുക എന്നാണ്. കാളി എന്ന് കേട്ടിട്ടില്ല ഞങ്ങൾ? കലായത്തിൽ കാളി എന്ന് പറഞ്ഞാൽ വിധിക്കുക, നിശ്ചയിക്കുക എന്നാണ്. അല്ലാതെ തീരുമാനിക്കുക, പ്രവർത്തിക്കുക എന്നർത്ഥല്ല. ഇവര് നിസ്കാരം കലായാക്കുക എന്നൊക്കെ പറയും. അതൊന്നും ഖുർആന്റെ ടേംസ് അല്ല. ഞാൻ പറഞ്ഞല്ല, ഇന്ന് ലോകത്ത് നടക്കുന്നത് ഖുർആനിക ചർച്ചയല്ല. ഞാൻ 700ഓളം ഖുതുബകൾ കേട്ടു സൗദി സർക്കാരിന്റെ. ഒരു ബുദ്ധിപരമായി ഒരു ജനസമൂഹത്തെ വാർത്തെടുക്കേണ്ട രൂപത്തിലുള്ള ഒരു ക്ലാസ്സും അവിടെ കേട്ടു. നിങ്ങൾക്കും കിട്ടും, അറബി അറിയുന്ന സൈറ്റിൽ പോയ അറബി പ്രസംഗങ്ങൾ കിട്ടും, സൗദി ക്ലിപ്പുകൾ കിട്ടും. ഒരു വിഷയം നജാസത്തുൽ മനി വിഷയമാണ്, ഒരു ഖുതുബയുടെ വിഷയം. മനിന്റെ നജസിനെ കുറിച്ച്. ദജ്ജാല് വിഷയം, ദൗലുൽ ബഅീർ വിഷയം, നജാസത്തുൽ മയ്യിത്ത് വിഷയം. ഇങ്ങനെ 700ഓളം കേട്ട് ഏതെങ്കിലും ബുദ്ധിപരമായി ആ സമൂഹത്തെ വളർത്തിക്കൊണ്ടുവരാൻ, അവരെ വൈജ്ഞാനികമായി, സാംസ്കാരികമായി, അവരെ ധാർമ്മികമായി വളർത്തിക്കൊണ്ടുവന്ന് ഒരു നല്ല ജീവിതം ആ ജനസമൂഹത്തിന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന വല്ല ക്ലാസ് ഉണ്ടോ നോക്കി. ഒരു ക്ലാസ്സിൽ ഞാൻ മടുത്തു വെച്ചു, ഇനി വേണ്ട. നിരവധി ക്ലാസ്സുകളാണ്, 700ഓളം. വെറുതെ പറയില്ല, എവിടുന്നെങ്കിലും എന്തെങ്കിലും കിട്ടുമെന്ന് അറിയാനാ ഇത്ര ദീർഘമായി പോയത്. അല്ലെങ്കിൽ ഒരു 10 നിർത്തായിരുന്നു. ചിലപ്പോൾ നമ്മൾ കേട്ടത് മാത്രമായിരിക്കും മോശം, ഇനി നല്ലത് വരാനുണ്ടായിരിക്കും എന്ന് ഇത് പരിശോധിക്കാനാണ് ഇത്രയും ദീർഘമായി സമയം ഇരുന്നത്. കേട്ടു നോക്കിയത് ഒന്നുമില്ല. മണീന്റെ നജാസത്തിനെ കുറിച്ച്, മയ്യത്തിന്റെ നജാസത്തും അതിന്റെ ഹുസ്ലും അതിന്റെ മറമാടലും അതിന്റെ കർമ്മങ്ങളും, ബൗലുൽ ബഅീർ ഒട്ടകമൂത്രത്തെക്കുറിച്ച്, അതിൽ അടങ്ങിയ വൈറ്റമിനെ കുറിച്ച്, അത് ശരീരത്തിന് എത്ര കണ്ട് ഗുണകരമാവും എന്നതിനെ കുറിച്ച്, ദജ്ജാലിനെ കുറിച്ച്, അത് എന്ന് വരും, എങ്ങനെ വരും, എവിടുന്ന് പുറപ്പെടും, ഇതൊക്കെയാണ് ഇതിന്റെ ചർച്ചകൾ. ഇങ്ങനെ ബുദ്ധിപരമായി ഒരു ജനസമൂഹത്തെ സംസ്കരിച്ചെടുക്കേണ്ട രൂപത്തിൽ ഒരു ക്ലാസും ആ സമൂഹം അവിടുന്ന് കിട്ടില്ല. അപ്പൊ ഖുർആൻ നമ്മൾ കേൾക്കും എന്ന് പ്രതീക്ഷിക്കുന്ന സോഴ്സുകളിൽ നിന്നൊന്നും തന്നെ ഖുർആനികമായ അതിന്റെ പഠനങ്ങൾ കിട്ടാനില്ല. അതാണ് ഞാൻ പറയുന്നത്. ഖുർആനികമായ പഠനങ്ങൾ ആവശ്യമാണെന്ന് കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന സ്ഥലങ്ങളൊന്നുമില്ല. എന്നാൽ അവിടുന്ന് തന്നെ പുറം ചാടിയിട്ട് പല ആളുകളും ചർച്ചയുണ്ട്. ഇപ്പോ ആദാനുൽ എന്ന് പറഞ്ഞ ഒരു പുസ്തകം ലോകത്ത്, അറബ് ലോകത്തും പിന്നെ യൂറോപ്പിലും വളരെ സജീവമായ ചർച്ചയാണ്.
ഖുർആനിലെ വളരെ ആധുനിക പഠനമാണത്. നിരവധി ചർച്ചകളും പഠനങ്ങൾക്കും വിധേയമായ ഒരു പുസ്തകമാണ് ഇപ്പൊ ചർച്ച ചെയ്തുകൊണ്ട് ആദാനുൽ അൻആം. അത് ആദാനുൽ അൻആം എന്ന് പറഞ്ഞാൽ കാലികളുടെ ചെവി എന്നല്ല, അർത്ഥം അങ്ങനെയാണ്, പക്ഷെ ചർച്ച അതിലതല്ല. അത് ആധുനിക കാലഘട്ടത്തിലെ ഖുർആനിലെ ഒരു എത്തിനോട്ടത്തെക്കുറിച്ച് വലിയ ഗ്രന്ഥാണത്. അതിലും നിരവധി, അത് സൗദിയിൽ നിന്ന് ചാടി രക്ഷപ്പെട്ട പണ്ഡിതനാണ്. അപ്പൊ അവിടുന്ന് തന്നെ രക്ഷപ്പെടുന്ന ആളുകളുണ്ട്. അവിടെ ഇനി മൂപ്പർക്ക് നിൽക്കാൻ പറ്റൂല. അതാണ് ആ അസിരിയായ ഭാഷ. അപ്പൊ നമ്മൾ മറാഫിക്ക് എന്ന് ഒരിക്കൽ നമ്മള് കൈമുട്ടല്ല എന്ന് പറഞ്ഞു. ഇന്നിപ്പോ ഞാനിപ്പോ ഇപ്പൊ യുവജനോത്സവം കഴിഞ്ഞു, അതില് നിരവധി ഗാനങ്ങൾ വന്നു. ഈ ഒരു ഗാനാണ് 10-15 കുട്ടികൾ പാടിയത്. ഈ ഗാനം തന്നെ 4-5 കുട്ടികൾ പാടി. അതിൽ സിയും ഫീ ലൗനി ദിമാ എന്ന് പറഞ്ഞിട്ട് ഒരു ഗാനുണ്ട്. ആ ഗാനത്തിലുണ്ട് ഫിൽ മറാഫിക്ക് വഹദ ഫീ കുല്ലി എന്ന് പറഞ്ഞു. ഫിൽ മറാഫിക്ക്, എന്തിനാണ് ഈ രക്തത്തിന്റെ പേരിൽ, നമ്മുടെയൊക്കെ രക്തം ഒന്നല്ലേ, എന്തിനാണ് ഈ മതത്തിന്റെ പേരിലുള്ള സ്പർദ്ധയും ഈ വെക്കാണവും ഈ രക്തച്ചൊരിച്ചിലും എന്തിനാണെന്ന് പറഞ്ഞിട്ട് നീണ്ട ഒരു കവിത, ഒരു ഗാനമാണത്. സിയും ഫീ ലൗനി ദിമാ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഏതെങ്കിലും യുവജനോത്സവം അറബി ഗാനം കേൾക്കാൻ പോയാൽ നിങ്ങൾ ഈ വർഷം തന്നെ അത് കേൾക്കും. അതിൽ പറയണ ഫിൽ മറാഫിക്ക്, പരസ്പരം സ്നേഹത്തിലും യോജിപ്പിലും കരുണയിലും ആണ് വഹദ, യോജിക്കേണ്ടത് ഫീ കുല്ലി ഉമൂരിന, നമ്മുടെ എല്ലാ കാര്യങ്ങളിലും. ഇത് ഖുർആനിൽ നമ്മൾ പറഞ്ഞപ്പോൾ അന്ന് പല ആളുകളും വിമർശിച്ചു. മറാഫിക്കിന് കൈമുട്ട് എന്നല്ലേ അർത്ഥം. ഇതപ്പോ ഏറ്റവും ഇറങ്ങിയ ഗാനാണ് അത്, ഈ വർഷം ഇറങ്ങിയ ഗാന. ഫിൽ മറാഫിക്ക് വഹദ ഫീ കുല്ലി ഉമൂരിന, റഫീഖാക്കാനും സ്നേഹത്തിലും കരുണയിലും യോജിപ്പിലുമാണ് വഹദ, വാഹിദാകേണ്ടത്, യോജിപ്പ് വേണ്ടത്, ഐക്യം വേണ്ടത്, യൂണിറ്റി വേണ്ടത് ഫീ കുല്ലി ഉമൂരിന, മനുഷ്യരാവുന്ന നമ്മുടെ എല്ലാ പ്രശ്നങ്ങളിലും. നമ്മൾ എന്തിനാ ഈ മതത്തിന്റെ പേരിൽ പരസ്പരം കലഹിച്ച് വാളെടുത്ത് ശത്രുത ഉണ്ടാക്കി വെട്ടി മരിക്കുന്നത് എന്താണെന്നാണ് ആ ഗാനത്തിന്റെ മൊത്തത്തിലുള്ള ആശയം. അതിലെ ഒരു വരിയാണ് ഞാൻ സൂചിപ്പിച്ചത്. അപ്പൊ കാലം ഇതിനെ കാലം മാറ്റാതെ വഴിയില്ല. ഒന്നുകിൽ നമ്മൾ കണ്ടറിഞ്ഞ ആളുകൾ മുന്നേ എത്തും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കണ്ടറിഞ്ഞ ആളുകൾ ആദ്യം എത്തും, അല്ലാത്ത ആളുകൾ കൊണ്ടറിയുമ്പോഴേ ആ കാര്യങ്ങൾ മനസ്സിലാക്കുള്ളൂ. ഇതേ വ്യത്യാസമുള്ളൂ. ഫോണുള്ള വിജ്ഞാനത്തെ ഒരു കാലഘട്ടത്തിൽ മുസ്ലിങ്ങൾ എതിർത്തു. ഞങ്ങൾ വെള്ളം കോരി ജീവിച്ചോളാന്ന് പറഞ്ഞു. ആളുകൾ മോട്ടർ കണ്ടുപിടിച്ചു, വെള്ളം കോരി ജീവിക്കാൻ പറ്റൂല എന്നാക്കി. ഇനി വെള്ളം കോരൽ നടക്കൂല. വിറക് വെട്ടിക്കോളാന്ന് പറഞ്ഞു, ഗ്യാസ് കണ്ടുപിടിച്ചു. ഇപ്പൊ വിറക് വെട്ടൽ നടക്കൂല. അതാണ് ഖുർആൻ കണ്ടറിയാനാ പറഞ്ഞത്. ഇത് മുൻകൂട്ടി അറിയണം. മുൻകൂട്ടി അറിഞ്ഞ് അതിന് പരിഹാരം കണ്ടെത്താനാണ് ഖുർആൻ, ബുദ്ധി ഉപയോഗിക്കാനാണ് മനുഷ്യനോട് പറഞ്ഞത്. പക്ഷേ ചില ആളുകൾ ഇനി പ്രതിസന്ധി, മുന്നോട്ട് പോകാൻ രക്ഷയില്ല എന്ന് കാണുമ്പോഴേ അവൻ കാര്യങ്ങൾ മനസ്സിലാക്കുകയുള്ളൂ. അതാണ് യൗമുൽ ഖിയാമയിൽ എത്തുമ്പോഴേ ചില ആളുകൾക്ക് കാര്യം ബോധ്യപ്പെടുകയുള്ളൂ. പക്ഷെ ഖുർആൻ അത് ആദ്യം തന്നെ മനസ്സിലാക്കാനാണ് ഖുർആൻ നിർദ്ദേശം കൊടുക്കുന്നത്. ഒരു കാലഘട്ടത്തിൽ വെള്ളം കോരി മോട്ടർ കണ്ടുപിടിച്ചപ്പോൾ ഇനി വെള്ളം കോരേണ്ട ആവശ്യമില്ല, ഇനി ആ തൊഴിലെടുത്ത് ജീവിക്കാൻ പറ്റൂല എന്ന് മനസ്സിലാക്കി. പാട്ട കുറച്ച് ജീവിച്ചോളാന്ന് പറഞ്ഞ ചില ആളുകൾ പാട്ടന്നെ പുറത്തിടാത്ത ഒരവസ്ഥ വന്നു. ഒക്കെ അതിനു പറ്റിയ സ്ഥലങ്ങളിൽ നിക്ഷേപിക്കുന്ന അത്രയും അച്ചടക്കമുള്ള ഒരു സമൂഹം ലോകത്ത് വരാൻ തുടങ്ങി. അപ്പോ അതും ഇനി രക്ഷയില്ല എന്ന് മനസ്സിലാക്കി. ഇങ്ങനെ പ്രതിസന്ധി മുന്നോട്ട് പോകുമ്പോൾ മുന്നിലെ വഴി അടയുമ്പോഴേ ചില ആളുകൾ തിരിച്ചറിയൂ. പക്ഷെ ഖുർആൻ ആദ്യം തന്നെ കാര്യങ്ങൾ തിരിച്ചറിയാനാ പറയുന്നത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചല്ലോ, ചില സമൂഹങ്ങൾ പുരോഗതിയെ മുൻകൂട്ടി കാണും. അത് പടിപടിയായിട്ട് കിട്ടിയ ആ പുരോഗതി അനുസരിച്ച് പ്രവർത്തിച്ച് മുന്നേറും. ചില സമൂഹങ്ങൾ ഇപ്പോ അള്ളാഹു നൽകിയ പ്രകൃതി സമ്പത്ത് കൊണ്ട് ഞങ്ങൾ എന്നും ജീവിക്കുമെന്നാണ് അവർ വിചാരിക്കുന്നത്. പക്ഷെ അങ്ങനെ ജീവിക്കാൻ കഴിയില്ല. ഇപ്പോ പ്രകൃതി സമ്പത്തായ എണ്ണ വിറ്റുകൊണ്ട് ഞങ്ങൾ എന്നും ജീവിക്കാം എന്നൊരു രാജ്യത്തിനോ ഏതെങ്കിലും രാജ്യങ്ങൾക്കോ തോന്നുമെങ്കിൽ അത് മിഥ്യയാണ്. $120 വന്ന ആ ഇതിപ്പോ 74, 75 എത്തുന്ന ഇനിയും പോലും. കാരണം പല രാജ്യങ്ങളും പുതിയ ഊർജ സ്രോതസ്സുകൾ കണ്ടെത്തി തുടങ്ങിയിരിക്കുകയാണ്. ഇനി അത് പിടിച്ചു നിൽക്കാൻ കഴിയില്ല.
പക്ഷെ ഇത് മുൻകൂട്ടി കണ്ടറിഞ്ഞ് മറ്റു മേഖലകളിലേക്ക് തന്റെ വിജ്ഞാനം ആർജിച്ചുകൊണ്ട് മറ്റു മേഖലകളിലേക്ക് ഡെവലപ്പായിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള വഴികളെ കുറിച്ചാണ് ഖുർആൻ നിർദ്ദേശിക്കുന്നത്. പക്ഷേ ഈ ചില മനുഷ്യർ അവര് യൗമുൽ ഖിയാമയിൽ എത്തുമ്പോഴാണ് ഈ വിജ്ഞാനത്തിന്റെ ഏതൊരു തത്വസംഹിത നിഷേധിച്ച് അതിന്റെ പ്രത്യാഘാതങ്ങളുടെ മുന്നിൽ എത്തി നിൽക്കുമ്പോൾ ഇനി മുന്നോട്ട് പോകാനുള്ള വഴി അടയുമ്പോഴേ ചില ആളുകൾ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുകയുള്ളൂ. ഇതാണ് വ്യത്യാസം. പക്ഷെ ഖുർആൻ കാര്യങ്ങളെ മുൻകൂട്ടി കണ്ടറിയാനും മനസ്സിലാക്കാനുമാണ് ഖുർആൻ പറയുന്നത്. അത് ഞാൻ ഇനി നിങ്ങൾക്ക് തുടർന്ന് പറയുമ്പോൾ ഞാൻ വിശദീകരിച്ചു തരാം. ഇനി ആയത്തുനിന്ന് പോയി. അതാണ് വേദ നിയമങ്ങൾ. കിതാബ് നൽകുക എന്ന് പറഞ്ഞാൽ വേദ നിയമങ്ങളാണ്. ഇതിനല്ലാതെ ഒരു ബുക്ക് ഇങ്ങനെ കൊടുന്നു കൊടുത്തല്ല. അൽ കിതാബ് എന്ന് പറഞ്ഞാൽ കലിമാത്തി റബ്ബിഹ വ കുത്തുബിഹി എന്ന് പറഞ്ഞില്ലേ, അതാണ് കുത്തുബ്. ലിഖിതങ്ങൾ, ദൈവികമായ ലിഖിതങ്ങളും നിയമസംഹിതകളും, അതാണ് കുത്തിബ, അതാണ് കിതാബ്, ദൈവത്തിന്റെ നിയമസംഹിതകൾ. അല്ലാതെ ഒരു ബുക്ക് ഇങ്ങനെ ഇറങ്ങി, ഒരു ഏടിങ്ങനെ ഇറങ്ങി, അത് ചിലപ്പോൾ വറക്കെന്ന് പറഞ്ഞിട്ടുണ്ട്, ചിലപ്പോൾ കിതാബ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ചിലപ്പോൾ നൂർ എന്ന് പറഞ്ഞിട്ടുണ്ട്, ചിലപ്പോൾ മാ എന്ന് പറഞ്ഞിട്ടുണ്ട്, ചിലപ്പോൾ ഹബിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്, ചിലപ്പോൾ ഫുർഖാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, ചിലപ്പോൾ അങ്ങനെ പല പേരിലും ഇതിനറിയില്ല. അതിനൊക്കെ കാരണങ്ങളുണ്ട്. അതാത് കാരണങ്ങൾ ഉള്ളത് കൊണ്ട് അതിന്റെ പേര് മാറ്റി പറയും. ചിലപ്പോൾ സുഹഫ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ചിലപ്പോൾ ഹദീദ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ പല പേരിൽ ഖുർആനിക തത്വസംഹിതകൾ അറിയപ്പെട്ടിട്ടുണ്ട്. ആ പേരിലൊക്കെ അറിയപ്പെടാനുള്ള കാരണങ്ങളും അവിടെ ഉണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട് പലപ്പോഴും. അപ്പോഴാണ് കിതാബ് എന്ന് പറയുമ്പോഴത്തേന് എവിടുന്ന ഈ ബുക്ക് ഇങ്ങനെ ആകാശത്തുനിന്ന് ഇങ്ങനെ ഒരാളിങ്ങനെ വന്നിട്ട് വലുതിൽ തോളോട് തോള് ചേർന്നിരിക്കുക, മുട്ടിനോട് മുട്ട് ചേർന്നിരിക്കുക കേട്ട്. അതിപ്പോ മുഹമ്മദ് നബി ഇങ്ങനെ അത് ചില വാക്കുകളിൽ മനസ്സിലാക്കി കൊടുത്തുള്ള തയ്യാറാവെന്ന് മനഃപൂർവ്വം എനിക്കറിയാം. ഇപ്പൊ അബൂബക്കറെയാണ് നബിയെ നേരെ കണ്ടത് എന്ന് പറഞ്ഞു. നബി ഇങ്ങനെ ആകെ പ്രപഞ്ചത്തിൽ ആകെ ഇങ്ങനെ ചൂഴ്ന്നു നിൽക്കുന്നു വലിയൊരു സത്യം. അത് നമ്മൾ ഏറ്റവും നല്ല രണ്ട് സുഹൃത്തുക്കളെ കുറിച്ച് പറയുമ്പോൾ പറയും, അയാളെ ശരിക്കും മനസ്സിലാക്കിയത് മറ്റാളാണെന്ന് പറയും. എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അയാളെ ശരിയായ യഥാർത്ഥ അയാളുടെ രൂപം പറഞ്ഞാൽ ശരിക്കും ചില തുറന്നു പറയാൻ പറ്റാത്ത ചില കാര്യങ്ങൾ തന്റെ അടുത്ത ആളോട് പലതും തുറന്നു പറയും. അപ്പോൾ അയാളെ ശരിക്കും മനസ്സിലാക്കിയ അയാളാണെന്ന് പറഞ്ഞതിന്റെ അർത്ഥം അയാളുടെ ശരിയായ രൂപം കണ്ടെത്തിയെന്ന് പറഞ്ഞാൽ ഈ ഫിസിക്കൽ രൂപം ഇങ്ങനെ ഈ പ്രപഞ്ചത്തിൽ ഇങ്ങനെ ആകെങ്ങനെ നിൽക്കുക. ഇതാണ് ഈ അബൂബക്കർ കണ്ടു പേടിച്ചു എന്നൊക്കെ പറഞ്ഞ് പിന്നെ അതിൽ കഥ ഉണ്ടാക്കി. ഇങ്ങനെ ഇതുണ്ടാക്കണം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പില്ല, 10 തലയുള്ള ആളാണെന്ന് പറഞ്ഞപ്പോൾ അയാൾ നല്ല ബുദ്ധിയുള്ള ആളാണെന്നുള്ള അർത്ഥത്തിന് പറഞ്ഞതാണ്. ആൾക്ക് 10 തലയെന്ന് പറഞ്ഞാൽ ഭയങ്കര ജീനിയസ് ആണ്, എക്സലന്റ് ആണ് ആള് എന്ന അർത്ഥത്തിന് പറഞ്ഞതാണ് 10 തല. പക്ഷെ ആളുകൾക്ക് മനസ്സിലായപ്പോ 10 തല വരച്ചു വെച്ചു, ഒരാൾക്ക് 10 തല വരച്ചു വെച്ചു. ഇങ്ങനെ ഈ മുഹമ്മദ് നബിയെ ചക്രവാളത്തിൽ ഇങ്ങനെ ഭയങ്കര ഭീകരമായ ഒരു സത്വമായിട്ട് അബൂബക്കർ കണ്ടു. അബൂബക്കർ പേടിച്ചു. നബിയുടെ ശരിയായ രൂപം കണ്ടത് അബൂബക്കർ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ചിലപ്പോ അബൂബക്കർ ഉണ്ടായിരിക്കാം, അവർ വളരെ അത്ര ക്ലോസ് ഫ്രണ്ട് ആയിരിക്കാം. അപ്പോ ജനങ്ങളോട് പറയാൻ പറ്റാത്ത പലതും അബൂബക്കറിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും. അത് നമ്മളും പറയും, ഈ ജനങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് മുഴുവൻ ഇപ്പൊ പറയണ്ട, കുറച്ച് ഇതിന്റെ ശരിയായ കാര്യങ്ങൾ ഇനി വരാൻ കിടക്കണുള്ളൂ. അതുകൊണ്ട് കൗമിനോട് ഇപ്പൊ മനസ്സിലായ ജനങ്ങൾക്കിപ്പോ ഇങ്ങനെയൊക്കെ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് നമുക്കിപ്പോ തൽക്കാലം ഇങ്ങനെ പറയാനൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ശരിയായ രൂപം വളരെ അടുത്ത ആളോട് കാര്യങ്ങൾ തുറന്നു പറയും. യഥാർത്ഥത്തിൽ ഇന്നതാണ്, ഇതിന്റെ സംഗതി ഇന്നതാണെന്നുള്ളതൊക്കെ. അപ്പൊ അതാണ് സംഗതി. അപ്പൊ ഒരു കിതാബ് എന്ന് പറയുമ്പോ നമ്മളെ ഇന്നത്തെ ഈ ധാരണ അനുസരിച്ച് മുട്ടിനോട് മുട്ട് ചേർന്ന് ജിബിരിയിൽ വന്നിങ്ങനെ മുട്ടിനോട് ഇങ്ങോട്ട് ഇസ്ലാം എന്താണ് അപ്പൊ ഇങ്ങനെ പറയാം, ഏസാൻ എന്താണ് അവ പറഞ്ഞു കൊടുക്കും. ഇങ്ങനത്തെ ഒന്നല്ല. അത് പ്രവാചകന്റെ ചിന്തകളിലേക്ക്, മനസ്സുകളിലേക്ക്, ബുദ്ധിയിലേക്ക് വന്നിറങ്ങുന്ന ആശയങ്ങളാണ്, തത്വസംഹിതകളാണ് ഈ ഖുർആൻ. അതാണ് കിതാബ് എന്ന് പറയുന്നത്. അല്ലാതെ ഒരു ബുക്ക് ഇങ്ങനെ വരിക, ഒരാള് ആ ബുക്ക് കൊടുത്തു കൊടുക്കുക, എന്നിട്ട് ലോകത്തുള്ള ആൾക്കാരൊക്കെ ഈ ബുക്ക് വായിച്ച് പഠിച്ച് മനസ്സിലാക്കി ഇതനുസരിച്ച് ജീവിക്കുക, ഈ രൂപത്തിലല്ല.
ഇനി പറയാം, അത് നിങ്ങൾക്ക് അത്ര മതി, അതിന് കൂടുതൽ വിശദീകരിക്കുന്നു. ഒത്തഭാവം, ഞാൻ ഉദ്ദേശിച്ച വിഷയം ഇതാണ്. ഒത്തഭാവം, അവരിത് വലിച്ചെറിഞ്ഞു എന്ന് മാത്രമല്ല, പിന്നീട് അവർ പിന്തുടരുകയും ചെയ്തു. അവർ വലിച്ചെറിയുക മാത്രമല്ല, അവർ പിന്തുടരുകയും ചെയ്തു. മാ തെത്തുൽ ഷയാത്വീനു, ശൈത്താന്മാര് പഠിപ്പിക്കണത്. ഈ ശൈത്താനെ തെരഞ്ഞു, ഈ അദൃശ്യ ജീവികളെ തെരഞ്ഞു നടക്കാണ് ഈ മുസ്ലിങ്ങളെ. എവിടെ അദൃശ്യ ജീവികൾ? ഇപ്പൊ അദൃശ്യ ജീവികൾ എവിടെ ഉണ്ട്? ഇവന്റെ തന്നെ മുന്നിലുള്ള ജീവിതമല്ലാതെ ഏത് അദൃശ്യ ജീവിയാണ് ലോകത്ത് ഇന്നേ വരെ കണ്ടിട്ടുള്ളത്? ശൈത്താൻ എന്ന് പറയുന്നത് ഈ ഭരണകൂടത്തിൽ തന്നെ ചില ശൈത്താന്മാരാണ്. ചില ഇന്നസെന്റായ നിരപരാധികളും നിഷ്കളങ്കന്മാരും സത്യസന്ധന്മാരുമായ മാലാഖമാരാ സമൂഹത്തിലുണ്ടായിരുന്നു, ആ ഭരണത്തിന് കീഴിലുണ്ടായിരുന്നു മലക്കുകൾ. അതിന് ത്വരങ്കം വെക്കുന്ന കപടന്മാരും അതിന്റെ നിഷേധികളും ഈ സമാധാന ജീവിതത്തെയും പിന്നെ ശാന്തിയുടെ ഈ ആശയത്തെയും തിരസ്കരിക്കുകയും തള്ളിക്കളയുകയും ചെയ്യുന്ന നിഷേധികളായ കുറച്ച് ശൈത്താന്മാരും അവിടെ ഉണ്ടായിരുന്നു. ആ ശൈത്താന്മാര് പറഞ്ഞു പഠിപ്പിക്കുന്ന കാര്യങ്ങളെ അവർ പിൻപറ്റുകയും ചെയ്തു. അല്ലാതെ ഒരു ശൈത്താനെ തെരഞ്ഞിട്ട് കാര്യമല്ല. നിങ്ങളോട് ഹക്കായിട്ട് പറയാം, ഈ മനുഷ്യന്മാർ തന്നെയാണ് ശൈത്താന്മാർ. അവരിൽ ദൈവികമായ അഭാവസ്തക്കുബാർ, അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇബാവും ഇസ്തിക്ബാറും ദൈവികമായ നിയമങ്ങളോട് ഒരാളിൽ എപ്പോൾ വിസമ്മതവും ഇസ്തിക്ബാർ അഹങ്കാരവും അതിനോട് അഹങ്കാരവും ഒരാളിൽ എപ്പോൾ ഉണ്ടാകുന്നുവോ അവനാണ് ശൈത്താൻ. ഇനി എന്റെ സഹോദരങ്ങൾ ശൈത്താനെ തെരഞ്ഞു നടക്കണ്ട. ഇതന്നെയാണ് ശൈത്താൻ. ശൈത്താൻ വേറെ എവിടെയില്ല. എന്തിനാണ് ഈ സമൂഹത്തെ ഇങ്ങനെ ഈ തെറ്റായ മിഥ്യകൾ പഠിപ്പിച്ച് ഇവർ അഭൗതികമായ എന്തോ ജീവികൾ ലോകത്തുണ്ട് എന്ന് പറഞ്ഞ് പേടിപ്പിച്ച് എത്ര കാലം കൊണ്ടു നടക്കുന്നു എനിക്കറിയില്ല. എത്ര കാലം ഈ സമൂഹത്തെ 1400 കൊല്ലായി ഇതന്നെയെന്ന് പറയണം. ഈ 1400 കൊല്ലായിട്ട് ഈ ശൈത്താൻ ആരും കണ്ടിട്ടില്ല. ഈ ശൈത്താന്റെ ഉപദ്രവമോ ഉപകാരമോ ആർക്കും കിട്ടിയിട്ടില്ല. ഒരു കിട്ടിയ മനുഷ്യനെ ഇന്നേ വരെ ഞാൻ കണ്ടിട്ടില്ല. ഒരു ശൈത്താൻ കൊണ്ടുവന്നു കൊടുത്ത ഒരു പേന, ഒരു ശൈത്താൻ തട്ടിക്കൊണ്ടായത് ഈ ഭൂമി ഒരു മനുഷ്യനാണെങ്കിൽ കൊണ്ടുപോയിട്ടുണ്ടാവും, ഒരു മനുഷ്യനാണെങ്കിൽ കൊണ്ടു വന്നിട്ടുണ്ടാവും. ബാക്കി ഈ ലോകത്ത് സത്യസന്ധമായിട്ട് പറയണം. വെറുതെ അവിടുന്നുണ്ടായി അവിടുന്ന് കല്ലെറിഞ്ഞോ ഇത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നമുക്കറിയാം സത്യസന്ധമായി ഒരു ശൈത്താനും ലോകത്തിരുന്നവരാരും കണ്ടിട്ടില്ല. മനുഷ്യന് ഖുർആൻ നിങ്ങൾ എവിടുന്ന് പരിശോധിച്ച് നോക്കിയാലും ഖുർആനിൽ ആദ്യം തന്നെ ഞാൻ നിരവധി ക്ലാസ്സുകളിൽ പറഞ്ഞതാ. ഖുർആനിൽ തുടക്കത്തിൽ തന്നെ പറയുന്നത് വൈദാ ഹലൗ ഇലാ ശയാത്തീനിഹിം ഖാലു ഇന്നാ മഅക്കും ഇന്നമാ നഹ്നു മുസ്തഹ്സിഊൻ വൈദാ ഖീല ലഹും ലാ തുഫ്സിദൂ ഫിൽ അർളി. നാട്ടിൽ കുഴപ്പമുണ്ടാക്കണ്ടെന്ന് പറഞ്ഞാൽ സമാധാനം ഉണ്ടാക്കി, ശാന്തി ഉണ്ടാക്കി, ഐശ്വര്യം ഉണ്ടാക്കി നിങ്ങൾ ഭൂമിയിൽ അതുണ്ടാക്കി നിന്ന് ആ ജനതകളോട് പറഞ്ഞാൽ അവർ പറയും ഞങ്ങൾ നിങ്ങളൊപ്പം തന്നെയാണ്. വൈദാ ഹലൗ ഇലാ ശയാത്തീനിഹിം, അവരവരുടെ ശൈത്താന്മാരെത്തി ചെന്നാൽ എവിടേക്കായി ചെല്ലണത്? എവിടെ ശൈത്താന്മാരെ ഫാമുണ്ടോന്ന് ചോദിച്ചു ആരോ ഒരാൾ. ശൈത്താൻ ഫാമ്, ശൈത്താനെ വളർത്തണ വിലയില്ല. അതുകൊണ്ടേ ഇവരിൽ ജിന്നിനും ശൈത്താനൊക്കെ ഫാമുണ്ട്. അത് നമ്മളെ 2 കാലാണ് അവിടുത്തെ ഫാം. അതായത് അവരിൽ ഇബ്ലീസും ദുരിയത്തുഹു എന്ന് പറയുന്നില്ല. ഇബ്ലീസും അവന്റെ കുട്ടികളും, ഇബ്ലീസിന്റെ കുട്ടികളും ഏതാ? ദുരിയത്ത് എന്ന് പറഞ്ഞാൽ ആ ആശയം അനുസരിച്ച് അയാളുടെ പണിയെടുത്ത് നടക്കുന്ന ആളുകളെ അർത്ഥമുള്ള, അല്ലാതെ മക്കളല്ല. ആ ഇബ്രാഹിം ദുരിയത്തഹു എന്ന് പറയണ്ടേ, അവിടെ ഞാൻ പിന്നെ വിശദീകരിക്കാം. ഇബ്രാഹിമിന്റെ ദുരിയത്ത് കാല ഒമിൻ ദുരിയത്തി എന്ന് പറയുന്നുണ്ട്. ഇബ്രാഹിം പറഞ്ഞു നിനക്ക് ഞാൻ അനുഗ്രഹം തരാൻ അള്ളാഹു പറഞ്ഞപ്പോ ഒമിൻ ദുരിയത്തി, എന്റെ കുട്ടികൾക്കും കൂടി എന്ന് പറഞ്ഞാൽ മൂപ്പര കുട്ടികളല്ല, മൂപ്പര രക്തത്തിൽ പറഞ്ഞ മക്കളല്ല. ഈ ആശയം അനുസരിച്ച് എന്റെ കൂടെ നിൽക്കണ ഈ ആൾക്കും കൂടി കിട്ടുമോന്ന്. ആ ആൾക്ക് കിട്ടും. പക്ഷേ ലാ യനാലു അഹിദൽ ളാലിമീൻ, ആ കുട്ടികളിൽ തന്നെ അനീതി പ്രവർത്തിക്കുന്ന, അക്രമം പ്രവർത്തിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഓർക്ക് കിട്ടൂല കേട്ടോ.
ദൈവാനുഗ്രഹം, ദൈവത്തിന്റെ ഐശ്വര്യം അവർക്ക് കിട്ടൂല. ദൈവത്തിന്റെ ഐശ്വര്യം അനുഗ്രഹവും നമുക്ക് തോന്നുകയാണ് അവർക്ക് കിട്ടിയിരിക്കണമല്ലോ, കിട്ടിയിട്ടില്ല. ലോക ചരിത്രത്തില് അത് ജൂതന്മാരും ക്രൈസ്തവരും അവകാശപ്പെട്ടു, ഞങ്ങൾക്ക് മാത്രം സ്വർഗം, ഞങ്ങൾക്കേ സ്വർഗം കിട്ടുള്ളൂ എന്ന് ജൂത നസാറാക്കൾ അവകാശപ്പെട്ടു. അപ്പൊ അള്ളാഹ് ഇതിന് പറഞ്ഞതാണ്, സ്വർഗം അങ്ങനെ ഒരു സമൂഹത്തിന് തീരെഴുതിയിട്ടൊന്നുമില്ല. ഐശ്വര്യപൂർണമായ ഒരു ജീവിതം ഒരാൾക്കും തീരെഴുതിയിട്ടില്ല. അത് മുസ്ലിമിനും കിട്ടൂല. അതാ ഖുർആൻ പറഞ്ഞത്. ഒരു സമുദായം എന്ന നിലക്ക് സ്വർഗം കിട്ടൂല. സ്വർഗം കിട്ടുക ആര് പ്രവർത്തിക്കുന്നുവോ അവന് കിട്ടും സ്വർഗം എന്നാ ഖുർആൻ പറഞ്ഞത്. നിങ്ങൾക്കാണ് സ്വർഗം കിട്ടുക എന്നുള്ളതിന് തെളിവ് കൊണ്ടുവരും മക്കളെന്നാ. ഇവരെ പറയുന്ന അർത്ഥത്തിലാണെങ്കിൽ സ്വർഗത്തിൽ പോയിട്ട് പോലെ സ്വർഗത്തിലെ ജൂതന്മാരും ക്രിസ്ത്യാനികളും കടക്കണ കണ്ടിട്ട് വന്നിട്ട് ഇവിടെ മുന്നിലുള്ള പൂർവ്വ ചരിത്രത്തിൽ നിന്ന് എവിടെയെങ്കിലും ഒരു സമൂഹം എന്ന നിലക്ക് ഐശ്വര്യപൂർണമായ ജീവിതം കിട്ടിയതിന് തെളിവുണ്ടായിക്കൊണ്ടിരുന്ന പറയുന്നത്. അതിന് തെളിവ് കൊണ്ടുവരും. പൂർവ്വ ജനസമൂഹങ്ങൾ ഒരുപാട് കഴിഞ്ഞുപോയി. ഒരു സമൂഹം എന്നുള്ള നിലക്ക് കിട്ടൂല. നേരെ മറിച്ച് ഒരു സമൂഹം പ്രവർത്തന നിരതരാകുമ്പോൾ ആ സമൂഹം ദൈവികമായ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തന പദത്തിലായിരിക്കുമ്പോൾ അവർക്ക് കിട്ടിയിട്ടുണ്ട് ജന്നത്ത്, അവർക്ക് കിട്ടിയിട്ടുണ്ട് ഐശ്വര്യപൂർണമായ ജീവിതം. ഇനി വരാനിരിക്കുന്ന ഒരു ലോകത്ത് സ്വർഗമുണ്ടെങ്കിലും അവർക്ക് തന്നെ കിട്ടുള്ളൂ. അതില്ലാന്നൊന്നും നമ്മൾ പറയണ്ട. അങ്ങനെ കിട്ടുകയാണെങ്കിലും അവർക്ക് തന്നെ കിട്ടുള്ളൂ. പൂർവ്വ ചരിത്രത്തിൽ നിന്ന് നിങ്ങൾ തെളിവ് കൊണ്ടുവരി എന്നാ ഖുർആൻ വെല്ലുവിളിക്കുന്നത്. നസാറ ക്രൈസ്തവരും യഹൂദികളും അവകാശവാദം. അപ്പൊ ഒരു സമൂഹം എന്നുള്ള നിലക്ക് മാപ്പിളാർക്കും കിട്ടൂല. മുസ്ലിം മാപ്പിളാർക്കും ഒരു സമുദായം എന്നുള്ള നിലക്ക് കിട്ടൂല. നേരെ മറിച്ച് ദൈവികമായ മാർഗനിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളുക. ദൈവികമായ മാർഗനിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ മാർഗനിർദ്ദേശം ഭിന്നിക്കരുത്. ജനസമൂഹം ഭിന്നിക്കാതിരുന്നാൽ തന്നെ കിട്ടിയേ. ഭിന്നിക്കാതിരുന്നാൽ തന്നെ ഒരു ജനസമൂഹത്തിന്റെ പുരോഗതിയുടെ ഫസ്റ്റ് സ്റ്റെപ്പായി. നിങ്ങൾ അത് ചിന്തിച്ചാൽ മതി. അറിവ് ഉപയോഗിക്കുക, ഒന്നാമത്തെ സ്റ്റെപ്പ് ഖുർആന്റെ മാർഗനിർദ്ദേശം. ബുദ്ധി ഉപയോഗിക്കുക, മറ്റൊരു നിർദ്ദേശം. കുരങ്ങാകരുത്, മറ്റൊരു നിർദ്ദേശം. ഏത് നിർദ്ദേശം? ഖുർആനിലെ ഏതേത് നിർദ്ദേശ മനുഷ്യ പുരോഗതിക്ക്. അപ്പൊ ചിലവർക്ക് ഈ ദൈവികം എന്ന് പറഞ്ഞാൽ ഭയങ്കര അറപ്പാണ്. അവനാന്റത് എന്ന് പറഞ്ഞാലേ ഓർക്ക് ഇത് ഞെടിക്കറിയാൻ അവനാന്റതെന്ന് പറയുന്നതിലും നല്ലത് ദൈവികം എന്ന് പറയാനെന്നുള്ളത് തിരിച്ചറിവ് വേണം. ജ്ഞാനികളും ദൈവത്തെ മനസ്സിലാക്കിയ ആളുകളൊക്കെ ദൈവികം എന്ന് പറയാനുള്ള കാരണം അതാണ്. ലോകത്ത് വന്ന അറിവുള്ളവരും ജ്ഞാനികളുമൊക്കെ ദൈവികമായ സന്ദേശങ്ങളെ അത് ദൈവത്തിൻ്റേത് തന്നെയാണെന്ന് പറഞ്ഞ് അവതരിപ്പിക്കാനുള്ള കാരണം അതാണ്. അങ്ങനെ അത് ദൈവികം തന്നെയാണ്. എന്താ അതിനിത്രയും ഇടങ്ങേറ്? ചിലവർക്ക് അങ്ങനെ പറയാൻ പാടില്ല. അവനാന്റതാണെന്ന് പറഞ്ഞോളിരുന്നാ കുഴപ്പമില്ലാന്ന്. അങ്ങനെ ആളെ കിട്ടൂലെന്നുള്ളൂ. ഇത് പ്രവാചകന്മാർ, മഹാന്മാരായ ആളുകൾ, വലിയ വലിയ ജ്ഞാനികൾ, അവര് ദൈവത്തെ തിരിച്ചറിഞ്ഞ ഒരു അവസ്ഥയിൽ എത്തുമ്പോഴാണ് അവരിത് ദൈവികം തന്നെയാണ്, ഇത് സ്വന്തമല്ല, എനിക്ക് കിട്ടിയ ദിവ്യമായ ജ്ഞാനങ്ങളാണ്, വെളിപാടുകളാണ്, അറിവുകളാണ് എന്ന് അവര് ലോകത്തോട് പറയുന്നത്. അത് ഇന്നത്തെ ഈ മാജിക്കിലൂടെ കിട്ടുന്ന പരിപാടിയല്ല എന്ന് മാത്രം. ബെല്ലടിക്കുക, തിന്ന് ബെല്ലടിക്കുക, അങ്ങനെ ഇപ്പോഴത്തെ മാജിക്, ഇപ്പോഴത്തെ വഴി അതാ. വഴിയിലെ 3 രൂപം വിശദീകരിക്കും. ഒന്ന് കിനാവ് കാണുക, 2 പോലെ ആടിന്റെ കഴുത്തിൽ മണി കെട്ടിയിട്ട് ആടിനെ വിട്ടാൽ എവിടെ തിന്നില്ല ബെല്ലടിക്കലില്ലേ, അങ്ങനെയൊക്കെ ചിലപ്പോ ഡിഗ്രിയിൽ വന്ന് അടുത്ത് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. ഇങ്ങനെയൊക്കെ ഇതല്ല. ഇത് പ്രവാചകന്റെ നെസ്സലഹുവല കൽവിക്ക, പ്രവാചകന്റെ ചിന്തയിലേക്ക്, അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് ഇടുന്ന ചിന്തകളാണ്, അവതരിപ്പിക്കപ്പെടുന്ന ആശയങ്ങളാണ് എന്ന് ഖുർആൻ പറയുന്നു. എന്റെ വാക്കല്ല, വേണമെങ്കിൽ എടുത്താൽ മതി. അല്ലാഹു ഇത് അദ്ദേഹത്തിന്റെ കൽബിലേക്ക്, മനസ്സിലേക്ക് ഇട്ടുകൊടുത്തതാണ്. ആശയവും പദങ്ങളും ഒക്കെ അത് അദ്ദേഹത്തിന്റെ ഭാഷയിൽ അത് ലോകത്തോട് പറഞ്ഞു എന്ന് മാത്രം. ഇനിയിപ്പോ അറബി പറഞ്ഞതിന് ഇറങ്ങാറാവൊന്നും വേണ്ട, വേറെ ആളെന്നിപ്പോ പറയുന്നു. അപ്പൊ ശയാത്തീൻ അവിടുത്തെ ആ നാട്ടിലെ ശൈത്താന്മാരാണ് ആ രാജ്യത്തിന് തുരങ്കം വെക്കുകയാണ്. ഒരു സമാധാനപൂർണമായ ഒരു ഭരണം നടക്കുമ്പോൾ, സമാധാനം അല്ലെങ്കിലും തുരങ്കം വെക്കാനല്ല ഒരു ഭരണത്തെ മാറ്റിമറിക്കാനുള്ള വഴിയെന്ന ഖുർആൻ ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്. ഉപജാപങ്ങൾ ഉണ്ടാക്കി
പിത്തനുണ്ടാക്കി കുഴപ്പമുണ്ടാക്കി ഒരു രാജ്യത്തെയോ ഒരു ഭരണാധികാരിയെയോ അട്ടിമറിക്കാൻ പാടില്ല എന്നാണ്. ആ അട്ടിമറിക്കുന്നതിനെയാണ് ഖുർആൻ പറയുന്നത്. ഒരു അക്രമിയായ ഭരണാധികാരിയെ അതേ അക്രമത്തിലൂടെയും ഉപജാപത്തിലൂടെയും അല്ല അട്ടിമറിക്കേണ്ടത്. സംസ്കരണത്തിലൂടെ ജനങ്ങളെ മാറ്റിയെടുത്തുകൊണ്ടാണ് അയാളെ നിഷ്കാസനാക്കേണ്ടത് എന്ന ഉന്നതമായ ഒരു തത്വസംഹിത പഠിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അല്ലാതെ ഇവിടങ്ങൾ മാറ്റുമാരണോ ഇല്ല, ഒരു കുന്ത്രാണ്ടോ ഇല്ല. ഒരു ഭരണത്തെ പിന്നിൽ നിന്ന് കുത്തുന്ന ശൈത്താന്മാരെ പണിയെക്കുറിച്ചാണ് ഖുർആൻ പറയുന്നത്. പിന്നിൽ നിന്ന് കുത്തരുത്. അത് സുലൈമാൻ ഇവിടെ സമാധാനത്തിന്റെ സന്ദേശവുമായി ഭരണം നടത്തുന്ന ആളാണ് ഇവിടുത്തെ സുലൈമാൻ. ഇത് സുലൈമാൻ അല്ലെങ്കിലും പാടില്ല എന്നുള്ളതാ പറയുന്നത്. അനീതി പ്രവർത്തിക്കുന്ന ഒരു ഭരണാധികാരിയാണെങ്കിലും അയാളെ രാത്രി പോയിട്ട് കൊല്ലലോ അയാളുടെ പിന്നിൽ നിന്ന് അക്രമത്തിലൂടെ അയാളെ അട്ടിമറിക്കലോ അല്ല. അയാളെയും ജനസമൂഹത്തെയും സംസ്കരിച്ചുകൊണ്ട് ആ ഭരണത്തെ മറ്റത് വേറൊരു അക്രമി വരുന്നേ ഉള്ളൂ. ഒരു അക്രമത്തിലായ ഭരണ സംവിധാനത്തെ അട്ടിമറിക്കാൻ അക്രമമാർഗം സ്വീകരിക്കുമ്പോൾ വേറൊരു അക്രമി അവിടെ കയറിയിരിക്കുന്നേ വഴിയുള്ളൂ, വേറെ രക്ഷല്ല. അതാണല്ലോ പല ഭരണകൂടങ്ങളും ഇപ്പൊ 6 മാസം കൂടുമ്പോഴത്തേനും അതും മാറി. ഇപ്പൊ ഇസ്ലാമിക രാജ്യത്ത് നടക്കുന്നതാണ്. ഒരു ഭരണ സംവിധാനത്തെ അട്ടിമറിച്ച് വേറൊന്ന് വരും. 6 മാസം കഴിയുമ്പോഴത്തേന് അതിനെ അട്ടിമറിക്കാണ്. പിന്നെ ഒരു 6 മാസം കൂടി അത് നിൽക്കണില്ല, വീണ്ടും അതിനെ അട്ടിമറിക്കാണ്. കാരണം എന്താണ്? ഈ അക്രമികൾ തന്നെ വീണ്ടും വരുന്നത്. ഇതാണ് ഇത് ലോകത്തിന്റെ നിലനിൽപ്പിന് ആധാരമായ ഒരു തത്വസംഹിത വളരെ വ്യക്തമായി ഖുർആൻ പഠിപ്പിക്കുക ചെയ്യുന്നത്. ആ ജനത പിന്തുടരുകയും ചെയ്തു. എന്ത്? അവിടുത്തെ പിശാചുക്കളായ ശൈത്താന്മാരായ ആളുകൾ ആ ജനസമൂഹത്തെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. തലായത്തിലു എന്ന് പറഞ്ഞാൽ പിന്തുടരുക, മനസ്സിലാക്കുക, പഠിപ്പിക്കുക എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. അല്ലാതെ ഓതുക എന്നല്ല. ഇതൊരു ഓതിയിട്ട് കൂലി കിട്ടുമെന്നാണ്. ഓതിയിട്ടൊന്നും കൂലി കിട്ടൂല. അത് ഞാൻ നിരവധി പറഞ്ഞത്. ഓതിയിട്ടൊന്നും കൂലി കിട്ടൂല. ഓതിയിട്ട് കൂലി കിട്ടുകയാണെങ്കിൽ ലോകത്ത് മുസ്ലിങ്ങൾക്ക് കൂലി കിട്ടണ്ട. എത്ര ഓത്താ നടക്കണേ? ഓത്തിന് വല്ല കമ്മിയുണ്ടോ? പക്ഷെ പുരോഗതി മാത്രം കിട്ടണില്ല. ഓത്തല്ല വേണ്ടത്, പ്രവർത്തന. തലാന്ന് പറഞ്ഞാൽ പിന്തുടരുക എന്നാണ്. പിന്തുടരുക. വശംസി വലുഹാഹ വൽഖമരി ഇദാ തലാഹ. കമർ ശംസിനെ തല പിന്തുടരുകയാണ്. കാരണം ശംസാണ് ജ്വലിച്ചു നിൽക്കുന്നത്. അതിൽ നിന്ന് പ്രകാശവും അറിവും അസിസ്റ്റന്റ് ചെയ്ത് നിൽക്കുന്നതാണ് കമർ. അത് ഏതോ ആകട്ടെ, ഇപ്പൊ അങ്ങനെ തന്നെ മനസ്സിലായിക്കോളൂ. ഈ കമർ തന്നെ ഈ കമർ ഈ ശംസിനെയാണ് തലാന്നാണ് പിന്തുടരുന്നത്. അതാണ് പിന്തുടരുകയാണ്. വലായലിന്റെ ഫായിൽ എന്താണടോ? മാക്കബിലമാ ബാധയോട് അടുക്കലാണടോ. തളവ ഒരു പാട്ടിലൂടെ തല പഠിപ്പിക്കില്ല, തലയുടെ അർത്ഥം പഠിപ്പിക്കില്ല. തല വലായലി, വലായലി അതാണ് തല. അതിനാണ് തല ഉണ്ടായത്. വലായലി, എലി സർഫാക്കുമ്പോ തലാന്ന് കിട്ടും. തല എഫ്വേല് സർഫാക്കുമ്പോ തെഫ്വേലൂന്ന് കിട്ടും പോലെ. എഫ്വേല് സർഫാക്കി അങ്ങനെ പോകുമ്പോ 14 കണ്ട് എഫ്വൽ എഫ്വലാനി എഫ്വലൂന തെഫൽ തെഫലാനി എഫ്വലിന ഇങ്ങനെ സർഫാക്കി തെഫ്വേലൂന്ന് കിട്ടും. ഈ എലി സർഫാക്കിയ തലാന്ന് കിട്ടും. തെലി അതിന് വെച്ചാണ് തല. പിന്തുടരുക എന്നാണ്. ഒന്നിനെ പിന്തുടരുക. അപ്പൊ ഒരു ആശയത്തെ മനസ്സിലാക്കുകയും പിന്തുടരുകയും. അല്ലാതെ വെറുതെ ഓത്തല്ലേ. വെറുതെ ഓത്തിന് എന്താ കിട്ടുക? വെറുതെ അറബി അക്ഷരങ്ങളല്ലാതെ വേറെ ഒന്നും കിട്ടൂല ഇതിന്. അത് ഞങ്ങള് മാഷുണ്ടായിരുന്ന കാലത്ത് മൂപ്പര് നാട്ടുകല്ലിലായിരുന്നു. അവിടെ വലിയൊരു കല്ലുണ്ട്. ആ മൂപ്പരത്ത് വലിയ മൂല്യന്മാരൊക്കെ വന്നപ്പോ ഓതിയ കൂലിണ്ട്. എടോ ഇവിടെ നിങ്ങളെ ഈ കല്ലിന്റെ ചോട്ടിലിരുന്ന് ഓതുന്നു, ഓർക്ക് കൂലിയാ കിട്ടി ശിക്ഷ കിട്ടാന്ന്. കല്ലിന്റെ ചോട്ടിലിരുന്നിട്ട് ഓത്തന്നെ നടക്കണം, അതിന് കൂലിയാ കിട്ടാം. കൂലി കിട്ടുമെങ്കിൽ ഇപ്പൊ മുജാഹിദിന്റെ വിശ്വാസപ്രകാരം അതിന് കൂലി കിട്ടൂലല്ലോ. കല്ലിന്റെ ചോട്ടിലിരുന്നിട്ടാണ് ഓതുന്നത്, അത് ചെറുക്കാണ്, അതിന് ശിക്ഷ കിട്ടാം. അപ്പൊ ഖുർആൻ ഓതിയിട്ട് ശിക്ഷയും കിട്ടുമെന്ന് ചോദിച്ചു. അപ്പൊ അതാണ് ഒരു ഖുർആനിന്റെ ഓത്തിനല്ല, അത് എങ്ങനെ പ്രാവർത്തികമാക്കുന്നു എന്നതിലാണ് ശിക്ഷയും രക്ഷയും. ഇത് പഠിപ്പിക്കാൻ നൂറ്റാണ്ടുകൾ എത്രയെടുത്തു. ഇപ്പോഴും ഓതിയിരിക്കുക ഒരു സമൂഹം. ഓത്തന്നെ. നമ്മളുടെ ഒരു സുഹൃത്ത് പറഞ്ഞു, വെറുതെ ഓതിയിട്ട് എന്താ കാര്യം? ഒരു സ്ക്രിപ്റ്റ് എഴുതി കൊടുത്തു ഡോക്ടർ,
മൂപ്പരത് ഇങ്ങനെ വായിക്കന്നെ മരുന്ന് കുടിക്കണില്ല. ഒരു സ്ക്രിപ്റ്റ് എഴുതി കൊടുത്തു, ഈ സിറപ്പ് 3 നേരം ഓരോ ടീസ്പൂൺ വീതം കഴിക്കുക. ഈ കഴിക്കുമ്പോൾ ഒന്ന് കുലുക്കിയിട്ട് കഴിക്കണം കത്തില്ലെന്ന് എഴുതി. ആയുർവേദ ഡോക്ടറാണെങ്കിൽ അങ്ങനെ പറയാം, അതിലൊരു പൊടിയിട്ട് ഇതൊന്ന് കുലുക്കി കഴിക്കണം കത്തി. മൂപ്പര് 24 മണിക്കൂറും ഓരോ ടീസ്പൂൺ വീതം 3 നേരം കഴിക്കുക. കഴിക്കുമ്പോൾ കുലുക്കി കഴിക്കുക. ഇങ്ങനെ കഴിച്ചിട്ട് കാര്യമില്ല, പറഞ്ഞിട്ട് കാര്യമുണ്ട്. ഓതി എന്നിട്ട് നേരെ മറിച്ച് അതങ്ങനെ കഴിച്ചാൽ മതി 3 നേരം. അതങ്ങനെ കഴിച്ചാൽ മതി. എന്നാ രോഗം മാറുമെങ്കിൽ മാറും, മാറൂല്ലെങ്കിൽ മാറൂല. ഇതാണ് വെറുതെ. എന്താണ് വെറുതെ ഇത് ചൊല്ലിങ്ങാണ്ട് ഇന്ന പോലെ ഇത് നുണ പറയരുത്, നുണ പറയരുത്, നുണ പറയരുത്. എന്താ നുണയാണ് പറയാതിരിക്കുക. നീതി കാണിക്കുക, നീതി കാണിക്കുക, നീതി കാണിക്കുക. എന്ത് നീതി കാണിക്കും? നീതിയാണ് ജീവിതത്തിൽ നീതിയാണ് പാലിച്ചാൽ മതി. വെറുതെ വിക്രി അല്ലിട്ടൊന്നും കാര്യമല്ല പറഞ്ഞത്. അതാണ് ശൈത്താന്മാര് സോളമന്റെ സുലൈമാന്റെ ആധിപത്യത്തിനെതിരിൽ, മുൽക്ക് രാജാധികാരത്തിനെതിരിൽ, അദ്ദേഹത്തിന്റെ ഭരണത്തിനെതിരിൽ, അദ്ദേഹത്തിന്റെ സ്റ്റേറ്റിനെതിരിൽ ഉപജാപം നടത്തി പ്രവർത്തിക്കുന്ന ചില ശൈത്താന്മാരുണ്ടായിരുന്നു ആ നാട്ടിൽ. ആ ശൈത്താന്മാര് പറഞ്ഞു പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ് അവിടുത്തെ ജനങ്ങൾ പിന്തുടർന്നത്. പക്ഷേ ഒമാ കഫറ സുലൈമാൻ സത്യത്തെ നിഷേധിക്കുകയോ അസത്യത്തിന്റെ ഏതെങ്കിലും സംവിധാനങ്ങൾ അവിടെ നടപ്പിലാക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. മൂപ്പര് ദൈവികമായ സംവിധാനങ്ങളും നിയമസംഹിതകളും സമാധാനവും ശാന്തിയും വരുത്തേണ്ട കാര്യങ്ങൾ മാത്രമേ മൂപ്പര് അവിടെ നടപ്പിലാക്കിയിട്ടുള്ളൂ. അതിനെ നിഷേധിച്ചുകൊണ്ടുള്ള ഒരു പ്രവൃത്തിയും സുലൈമാൻ ചെയ്തിട്ടില്ല. അത് നമ്മൾ മലയാളത്തിൽ എഴുതുകയാണെങ്കിൽ ഒരു വരട്ടിട്ട് അതിൻ്റെ ഇടയിൽ പറയുന്നതാണ്. ഖുർആനാവുമ്പോൾ വരയൊന്നുമില്ല. ശൈത്താന്മാര് പറയുന്നതാണ് അവിടുത്തെ ആളുകൾ പിന്തുടർന്നത്. പക്ഷെ ഇങ്ങനത്തെ ഒരു വരട്ടിട്ട് സുലൈമാൻ ഒന്നും കാഫിറായിട്ടില്ല കേട്ടോ, സുലൈമാൻ സത്യത്തെ നിഷേധിച്ചിട്ടില്ല കേട്ടോ. അതില്ല. അതൊരു നമ്മൾ മലയാളത്തിലിടുമ്പോൾ ഒരു വരയിടും, ഖുർആനാവുമ്പോൾ വരയൊന്നുമില്ല എന്ന് മാത്രം. അത് അന്നത്തെ കാലത്ത് അങ്ങനെ. ഒമാ ഉൻസില വലാകിന്ന ശയാത്തീന കഫറു. പക്ഷേ ആ ശൈത്താന്മാരാണ് ദൈവത്തിന്റെ വചനങ്ങൾ തള്ളിക്കളഞ്ഞത്, നിഷേധിച്ചു കളഞ്ഞത്. ശാന്തിയുടെയും സമാധാനത്തിന്റെയും അവിടുത്തെ നിയമസംഹിതകളും അവിടുത്തെ നടപ്പിലാക്കിയിരുന്ന തത്വസംഹിതകളും തള്ളി നിഷേധിച്ചത് അവരാണ്. യുഅല്ലിമൂനന്നാസ സിഹ്റ. അവര് തള്ളി എന്ന് മാത്രമല്ല, ജനങ്ങളെ കളവും കാപട്യവും അവരെ പഠിപ്പിക്കുകയായിരുന്നു. അതാ സിഹ്ർ. സിഹ്ർ എന്നാണ് ഞാനിവിടെ ഇങ്ങനെ മന്ത്രിച്ചോല്ല. ഇങ്ങോട്ട് പാലക്കാടില്ല ഏതോ ഒരാൾക്ക് ഭ്രാന്താകുക. ലോകത്തിന് ഇപ്പൊ ഈ വർഷം 3 എണ്ണാണ് മരിച്ചത് ഈ മാറ്റുമാരണം കൊണ്ട്. 2 എണ്ണം മുസ്ലിങ്ങളാണ്. എവിടെ എത്തി മുസ്ലിങ്ങൾ? അങ്ങനത്തെ ഒരു ലോകത്ത് അങ്ങനത്തെ ഒരു വിദ്യ, അങ്ങനത്തെ ഒരു അഭൗതിക ജീവിയെ കൊണ്ട് ലോകത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ കോടിക്കണക്കിന് ഉറുപ്പ്യ എന്തിനാ ഓരോ രാജ്യവും ഈ ആയുധത്തിന് ചെലവാക്കുന്നത്? ബുഷിന് ഒരു മാറ്റുമാരണം, ബുഷിയാണ് പിടാൻ. ഒബാമക്കൊരു മാറ്റുമാരണം. ഏരിയൽ ശരോണ് മാറി. ഇപ്പൊ മറ്റേ ആളാണ് ശരോണ് മാറിക്കണം. ഇപ്പൊ ഇസ്രായേലിന്റെ പ്രസിഡന്റ് നെതന്യാഹുവിനൊരു ഇവിടുന്ന് അറബ് രാജ്യത്തെ ഉസ്താദന്മാരൊക്കെ പാടിയിരുന്നത്. അതിന് പേരെന്താ പറയുന്നത്? അതിന് മാറ്റുമാറ്റം ചെയ്യാൻ പാടില്ല, അത് ഹറാമാണ്. എന്റെ കോടികൾ എത്രയാണ് ഓരോ രാജ്യവും അവരുടെ ജനങ്ങളുടെ ഭക്ഷണത്തിനും വിദ്യാഭ്യാസത്തിനും പാർപ്പിടത്തിനും അവരുടെ ആരോഗ്യത്തിനും ചിലവഴിക്കേണ്ട കോടികളാണ് ഓരോ രാജ്യം ഈ പൊട്ടിക്കാൻ ചെലവാക്കുന്നത്. ഈ ആയുധത്തിന് ഇനി ചെലവഴിക്കുന്ന സമ്പത്ത് മുഴുവൻ ലോകത്തിന് ലാഭാക്കി കൊടുക്കാറുണ്ട് ഈ വിദ്യ ഉണ്ടെങ്കിൽ. ഏതെങ്കിലും ഒരു ഉസ്താദിന് എന്തിനാ ഞാൻ ചോദിച്ചു, എന്തിനാ നിങ്ങൾ മൗലവിനെ വെറുതെ കൊണ്ടായിരുന്നു? നിങ്ങൾക്ക് സിഹ്ർ ചെയ്തുകൂടായിരുന്നില്ല? സിഹ്ർ ചെയ്തിട്ട് നിങ്ങളുടെ ആളാക്കി മാറ്റിക്കൂടായിരുന്നില്ല? എന്നാലും അദ്ദേഹത്തിനെ ഉപയോഗിക്കായിരുന്നു. നിങ്ങൾക്ക് സിഹ്റാണ് ചെയ്തിട്ട് മൗലവിക്ക് പിന്നെ ഒരന്തമല്ല. അങ്ങനെയാക്കി ഇവരെ എന്തിനാ ഈ കൊലപാതകങ്ങളും ഈ കൂട്ടക്കുരുതികളും ഈ യുദ്ധങ്ങളും മിസൈലുകളും ആയുധങ്ങളും ഭരണകൂടങ്ങൾ അട്ടിമറിക്കുന്നതും ഒക്കെ എന്തിനാ? ഏതെങ്കിലും ഒരു മൂലക്ക് ഇരുന്നിട്ട് ഒരു നൂലിങ്ങനെ ഇങ്ങനെ ഊതിയിട്ട് ഭ്രാന്താക്കിയിട്ട് ചെയ്തളവി അങ്ങനെ നടക്കുക. അന്തല്ല എന്തെങ്കിലും, അല്ലെങ്കിൽ മയമാലി അങ്ങനെ നടക്കുക, അല്ലെങ്കിൽ
ഹംസ ഇങ്ങനെ നടക്കന്നെ, അബൂബക്കർ ഇങ്ങനെ നടക്കന്നെ ഭ്രാന്തായിട്ട്. അങ്ങനെ ഒരു സംവിധാനം ഉണ്ടോ? സിഹ്ർ എന്ന് ഖുർആൻ ഉദ്ദേശിക്കുന്നത് ഫേക്കും ഫാൾസും കാപട്യവും കളവുമാണ്. അതാണ് മൂസയുടെ കാലഘട്ടത്തിലുണ്ടായിരുന്ന സാഹിര്യങ്ങൾ. അതാണ് സഹറു അയ്യുന്നാസിന, കളവും കാപ്പട്യവും കൊണ്ട് ശരിയ ജനമനസ്സുകളിൽ നിന്ന് അവർ മറച്ചു കളഞ്ഞു. അതാണ് സഹറു. അവർ കാപട്യവും കളവും കൊണ്ട് അവർ മറച്ചു കളഞ്ഞു. അയ്യുന്നാസി, ജനമനസ്സുകളെ, ജനങ്ങളുടെ കാഴ്ചപ്പാടുകളെ മുഴുവൻ. ഇതല്ലാത്ത ഒരു സിഹ്റെന്താ? മൂസയുടെ കാലഘട്ടത്തിലെ സാഹിര്യങ്ങളതാ. കളവും കാപട്യവും ആ ജനസമൂഹത്തിൽ പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്ന ആളുകളാണത്. ഫറോവയുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകളാണവര്. അവരുടെ ഫേക്കുകളാണിട്ടത്. അവരുടെ കളവുകളും അവരുടെ ഹിപ്പോക്രാറ്റ്സ്, അവരുടെ കാപട്യങ്ങളുമാണ് അവർ മൂസയുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. അതാണ് തൽഖഫുമാ യൂഫിക്കൂൻ എന്ന് പറഞ്ഞത്. ഇഫ്ക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം. ആയിഷാനെ കുറിച്ച് ഇഫ്ക്ക് ഉണ്ടാവില്ല. ഹദീസുൽ ഇഫ്ക്ക് എന്ന് കേട്ടിട്ടുണ്ടല്ലോ നിങ്ങൾ. ആയിഷാനെ കുറിച്ചുണ്ടാക്കിയ കഥയെ ഹദീസുൽ ഇഫ്ക്ക് എന്നാ പറയാം. ഇഫ്ക്കിന്റെ വർത്താനെന്ന, കള്ളവർത്താനെന്ന അതേ പദ ഖുർആൻ ഉപയോഗിച്ചത്. തൽഖഫുമാ യൂഫിക്കൂൻ, അവരുടെ ഇഫ്ക്കുകളൊക്കെ വിഴുങ്ങിക്കളഞ്ഞു. അവര് പറഞ്ഞ കളവുകളും ഫേക്കുകളും ഒക്കെ വിഴുങ്ങിക്കളഞ്ഞു. മൂസയുടെ തത്വശാസ്ത്രം, മൂസയുടെ വടി, മൂസ അവതരിപ്പിച്ച ആശയങ്ങൾ, അദ്ദേഹത്തിന്റെ തത്വസംഹിതകൾ, അദ്ദേഹത്തിന്റെ പ്രത്യയശാസ്ത്രം, ഈ കളവ് പ്രചരിപ്പിക്കുന്ന, ഈ ഫേക്ക് പ്രചരിപ്പിക്കുന്ന, നുണ പ്രചരിപ്പിക്കുന്ന, കാപട്യം പ്രചരിപ്പിക്കുന്ന അവർക്ക് തന്നെ ബോധ്യപ്പെട്ടു ഞങ്ങൾ പറയുന്നത് കളവാണല്ലോ എന്ന് മനസ്സിലാക്കിയിട്ടാണ് അവര് മൂസയുടെ തത്വസംഹിത സ്വീകരിച്ചത്. അല്ലാതെ ഒരു മാജിക് ഒന്നും ലോകത്തിൽ, യൂറോപ്പിൽ ഉപയോഗിക്കുന്നുണ്ട് ഈ ടെക്നോളജി. അത് ആ രാജ്യത്ത് ഒരു കലാപരമായിട്ട് അവർ ഉപയോഗിക്കാന്നല്ലാതെ വിശ്വസിക്കാൻ അവർ പോലും ഉപയോഗിക്കുന്നില്ല. അവരത് ഉപയോഗിച്ച് സിനിമകൾ ഇറക്കിയിട്ടുണ്ട്. അതവർ ആസ്വാദനത്തിന് വേണ്ടിയിട്ടാണ്, മനസ്സുകൾക്ക് ആസ്വാദനം ഉണ്ടാക്കാനാ, അല്ലാതെ അവർ വിശ്വസിക്കാനല്ല. പക്ഷെ ഒരു ജനത അഭൗതികമായ ജീവികളെ പറഞ്ഞു പേടിപ്പിച്ചിട്ട് നൂറ്റാണ്ടുകളെ എത്രയെ ഈ ജനസമൂഹത്തെ വിഡ്ഢികളാക്കി കഴിയുന്നു. എത്ര നൂറ്റാണ്ടായി ഒരു ജനസമൂഹത്തെ ഇങ്ങനത്തെ സിഹ്റുണ്ട് എന്ന് പഠിച്ചു. എനിക്കിന്നോട് ചെറുപ്പത്തിൽ തന്നെ ഇതിനോട് ദേഷ്യം വരാനുള്ള കാരണമുണ്ട്. ഇല്ല ആൾക്കാർ എൻ്റെ വീട്ടിലുള്ള കോഴിയൊക്കെ ഇങ്ങനത്തെ മാട്ടുമാരണക്കാർ കൊണ്ടുവരിക. അന്ന് തന്നെ എനിക്ക് ഇതിനോട് പിരാന്തകൾ. ഈ ഒരു കോഴി വളർന്നു വലുതായ അതിനെ അർത്ഥത്ത് അതിന്റെ മാംസം 2 കഷ്ണം തിന്നണമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാക്കാരം ഇമ്മാക്കാണ് അതിൽ അന്ധവിശ്വാസം കൂടുതലുണ്ടായിരുന്നു. ഇമ്മ ഏതെങ്കിലും ഒരു പാണന് അത് വെട്ടിക്കളോണ്ടിട്ട് തരുന്നു. ഏതെങ്കിലും മന്ത്രവാദികളെ കൊണ്ടുവന്നിട്ട് മൂപ്പരയില്ല തേങ്ങ അരി ഈ കോഴിനൊക്കെ കൊണ്ടുപോയി. അന്ന് തന്നെ എനിക്ക് തോന്നി ഇവിടെ ഇത് തന്നെ നമുക്ക് കിട്ടുന്ന ഒരു തട്ടിക്കൊണ്ടാകാനുള്ള പരിപാടി. ഒരു പെണ്ണിന്റെ മുതുവത്ത് കയറിയിട്ട് ചവിട്ടിയാത്തരെ ഇറങ്ങിപ്പോ തിന്നെ എന്ന് പറഞ്ഞിട്ട് ആ പാവം നിലവിളിക്കുക ജീവന് വേണ്ടിയിട്ട്. എവിടെ എത്തി ഒരു ജനസമൂഹത്തിന്റെ അറിവില്ലായ്മ ഒരു ജനസമൂഹത്തെ എത്രമാത്രം ഷണ്ഡീകരിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ തിരിച്ചറിയണം. വൈജ്ഞാനികമായി, ബുദ്ധിപരമായി ഒരു ജനസമൂഹത്തിന്റെ ഷണ്ഡീകരണം എത്രമാത്രം അപകടത്തിലേക്ക് ആ ജനതയെ എത്തിപ്പിച്ചു, അതിന് കാരണമാക്കി. ഉന്നതമായ ഒരു തത്വസംഹിത പറഞ്ഞ ഒരു ആയത്തിനെ അട്ടിമറിച്ചിട്ട് സിഹ്ർ പഠിപ്പിക്കുകയെന്ന് ഉത്തരം അവിടുത്തെ ജനങ്ങൾ. നാട്ടുമാരനെ എല്ലാവരെയും പഠിപ്പിക്കാം. സിഹ്ർ എന്നതാണ് കളവ്, കാപട്യം. ഇതാണ് സിഹ്ർ. ഇതല്ലാത്ത ഒരു സിഹ്ർ ഖുർആന് പരിചയമല്ല. ഇൻ തത്തബിഊന ഇല്ലാ റജുലൻ മസ്ഹൂറ, കളവും കാപട്യവും മാത്രം പ്രചരിപ്പിക്കപ്പെടുന്ന അതിന്റെ ഒരാളെ അല്ലാതെ നിങ്ങൾ പിന്തുടരുന്നില്ല എന്ന് അവിടുത്തെ ജനങ്ങൾ മുഹമ്മദിനെ കുറിച്ച്, അവിടുത്തെ മുശ്രിക്കുകൾ മുഹമ്മദ് നബിയെ കുറിച്ച് അവർ പറഞ്ഞു. അല്ലാതെ ഭ്രാന്തായ ആളെന്നല്ല. ആ ജനത വരെ മുഹമ്മദിന് ഭ്രാന്താണെന്ന് പറഞ്ഞിട്ടില്ല. ആ ജനത വരെ പറഞ്ഞത്, ഇദ്ദേഹം പറയുന്നത് ഇൻ തത്തബിഊന ഇല്ലാ റജുലൻ മസ്ഹൂറ, കളവിനും കാപട്യങ്ങൾക്കും തിന്മകളും മാത്രം പറയുന്ന അതിന് വിധേയനായ ഒരു വ്യക്തിയെയാണോ നിങ്ങൾ പിന്തുടരുന്നത് എന്നാണ് അവിടുത്തെ ജനങ്ങൾ ചോദിച്ചത്.
അല്ലാതെ മാട്ടുമാരുന്നതിനെ കുറിച്ചോ അങ്ങനത്തെ ഒരു ഇതിനെക്കുറിച്ച് ഇന്നുണ്ട് അറബ് രാജ്യങ്ങളിൽ ആ വിശ്വാസം. ചില ആളുകൾക്ക് സുഖമാണ്, നല്ല വിളവന്മാരുണ്ട് ഈ വീട്ടിന് പോയിട്ട് ഓർക്ക് അങ്ങനത്തെ ഇതൊന്നും ഒരു വിശ്വാസം. അങ്ങനത്തെ ആൾക്കാർ ചില വീടുകൾ തട്ടിയെടുക്കും. അങ്ങനത്തെ ചില വീടുകളുണ്ട്, ചില ജിന്നുള്ള വീട്, അവിടെ ആരും പാർക്കൂല. അത് ചെറിയ വാടകയ്ക്ക് കിട്ടും. എന്നിട്ട് നമ്മളെ മലയാളികളെ എനിക്കറിയാം, അത് വാടകയ്ക്ക് എടുത്തിട്ട് അതിന്റെ മോളും താഴെയൊക്കെ വല്ല ഇംഗ്ലീഷുകാർക്കോ കൊറിയക്കാർക്കോ മറ്റവർക്കൊക്കെ വാടക കൊടുക്കും നല്ല വിലക്ക്. എന്നിട്ട് ഇവർക്ക് അതിന് അങ്ങനത്തെ വളന്മാരുണ്ട്. ഈ അറബികൾ പൊട്ടന്മാർ ഇതിൽ ജിന്നുണ്ടെന്ന് വിശ്വസിച്ച് അങ്ങനെ കഴിയും. കാരണം ഇത് നിസ്സാരമായ വിലക്ക് കിട്ടിയാണ് അവർക്ക്. വാടക ഒന്നും കൊടുക്കും, ചെറിയ എന്തെങ്കിലും ഒരു വാടക കൊടുക്കുക. കാരണം അവരാരും അവിടെ വന്ന് പാർക്കൂല, പേടിച്ചിട്ട് ജിന്ന് ഉണ്ടെന്ന് വന്ന് പേടിച്ചിട്ട്. ഇങ്ങനത്തെ ഈ പേടി, ഈ അഭൗതിക ജീവികളെ പറഞ്ഞ് പേടിപ്പിച്ച് നൂറ്റാണ്ടുകൾ കുറെ കഴിഞ്ഞുപോയി. ഇന്നും ആ ജീവിയെ ആരും കണ്ടിട്ടില്ല. ആ ജീവിയെ കൊണ്ട് ഒരു ഉപദ്രവവും ആർക്കുമില്ല. പിന്നെ ദുർബലമായ മനസ്സിന്റെ ഉടമകൾക്ക് അതില്ലെങ്കിലും ഭ്രാന്താവും. അതില്ലെങ്കിലും ഭ്രാന്താക്കി കാണിച്ചു തരാം. ദുർബല മനസ്സിന്റെ ഉടമകളെ ഞാൻ മന്ത്രവാദം ചെയ്ത് കൊണ്ടു വെറുതെ വരുത്തിയാൽ മതി, എന്നാൽ തന്നെ മൂപ്പർക്ക് ഭ്രാന്താവും. അത് മാറ്റാനുള്ള വിദ്യ വേണമെങ്കിൽ ചില ഡോക്ടർമാരൊക്കെ ഉപയോഗിക്കുന്നത് അതുണ്ട്. പരിശോധിച്ച് നോക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കും. അല്ലാതെ ആത്യന്തികമായി മൂപ്പരെ പരിശോധിച്ച് ഒന്നുകിൽ പെണ്ണ് കെട്ടിക്കാത്തത്, അല്ലെങ്കിൽ സ്വത്തിന്റെ വീതം കിട്ടാൻ, അല്ലെങ്കിൽ പ്രായം ഒരുപാടായിട്ടും വിവാഹം നടക്കാത്ത സ്ത്രീകൾ, ഇങ്ങനെ നിരവധി കേസുകളാണ്. അവര് ചില ആളുകൾ മൂപ്പര് വന്ന് ഭ്രാന്ത് അഭിനയിക്കുകയാണ് ഇത് നടക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ദുർബലമായ മനസ്സുകൾ ഇത് ചെയ്യാതെ തന്നെ ഒരു പേടി ഉണ്ടാക്കിയാൽ മതി, എന്നാ ഒരു വെപ്രാളാവും, ആകെ ബേജാറാവും. അങ്ങനെയല്ലാതെ അഭൗതികമായ ഒരു ജീവി ഈ പ്രപഞ്ചത്തിൽ ആരും കണ്ടിട്ടില്ല, അതിന്റെ ഉപദ്രവം ആർക്കും ഏറ്റിട്ടില്ല. അത് വെറുതെ പറഞ്ഞ് ജനങ്ങളെ പഠിപ്പിക്കുകയാണ്. അപ്പൊ അതാണ് പറയുന്നത്, അവര് ജനങ്ങളെ സിഹ്റ് പഠിപ്പിച്ചിരുന്നു. ജനങ്ങളെ കളവും കാപട്യവും സമൂഹത്തിൽ ഉണ്ടാക്കാനുള്ള ഇതായിരുന്നു ജനങ്ങളെ അവർ പഠിപ്പിച്ചു. സത്യമല്ല അവർ ജനങ്ങളെ പഠിപ്പിച്ചിരുന്നത്. ഒമാ ഉൻസില അലൽ മലക്കൈനി ബി ബാബില ഹാറൂത്ത വ മാറൂത്ത്. ഒമാ ഉൻസില രണ്ട് നിലയ്ക്ക് വ്യാഖ്യാനിച്ചിട്ടുണ്ട് ഇവിടെ. എനിക്ക് മനസ്സിലായത് ഒമാ ഉൻസില എന്ന് പറഞ്ഞാൽ അവതരിപ്പിക്കപ്പെട്ടതെന്ന് തന്നെയാണ്. ചിലവർ പറഞ്ഞത് മലയാളത്തിൽ തന്നെ ചില മുഫസ്സിരിങ്ങൾ എഴുതിയത് ഒമാ ഉൻസില അവതരിപ്പിക്കപ്പെട്ടിട്ടില്ല എന്നാണ്. അവതരിപ്പിക്കപ്പെട്ടതും മാ നെഫിന്റെ മാവുമായിട്ട് കണ്ടവരുണ്ട്, മൗസൂലാന്റെ മായായിട്ട് കണ്ടവരുണ്ട്. മാ എന്ന് പറഞ്ഞാൽ ഒന്നിനെയും എന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ട് മാ ഉണ്ട്. അത് പിന്നീട് വരുന്ന വാക്കുകളിൽ നിന്ന് ഒന്ന് എന്നുള്ള അർത്ഥം. ഒമാ ഉൻസില അല മലക്കൈനി, രണ്ട് മലക്കുകൾക്ക് അവതരിപ്പിക്കപ്പെട്ടതിനെയും അവർ പഠിപ്പിച്ചിരുന്നു. അങ്ങനെയാണ് നമുക്ക് മുത്താഴ്ചയിലൊക്കെ എഴുതിക്കുന്നത് ഒമാ ഉൻസില അവതരിപ്പിക്കപ്പെട്ടിട്ടില്ല എന്നാണ്. അങ്ങനെ ഒരു രണ്ടും മലക്കുമില്ല, ആ മലക്കിനോട്ട് ഒന്നും ഇറക്കി കൊടുത്തിട്ടുമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിന് ന്യായമുണ്ട്, പക്ഷെ അതിന് ശേഷം പിന്നീട് വരുന്നത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതിലേക്ക് തെളിവാണ്. എനിക്ക് അങ്ങനെ മനസ്സിലായിട്ടുള്ളത്. ഇനി അതിനേക്കാൾ നല്ലതാണെങ്കിൽ മറ്റതാണെന്ന് തോന്നുകയാണെങ്കിൽ അതെടുത്തൊരു കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഒമാ ഉൻസില അല മലക്കൈനി ബാബില, കളവുകളെയും കൊണ്ട്, ബബിൽ എന്ന് പറഞ്ഞാലാണ് കളവുകളെയും കൊണ്ട് രണ്ട് മലക്കുകൾക്ക് അവതരിപ്പിക്കപ്പെട്ടതിനെയും ആ ജനസമൂഹത്തിൽ അവർ പഠിപ്പിച്ചിരുന്നു. എന്തൊക്കെ ഇപ്പൊ നമ്മുടെ നാട്ടിലില്ലേ, ഇപ്പൊ ബദറുൽ മുനീറും മുഹ്സിനുൽ ജമാലും അങ്ങനത്തെ ഒരു കഥ. ഇതൊരു ബബിലാണ്, കളവാണ്. അങ്ങനെ ഒരു സംഭവമൊന്നും നടന്നിട്ടില്ല. ഇതൊരു ബബിലാണ്. ഇത് ഈ നാട്ടിൽക്കൂടിയൊക്കെയും പാടി പറഞ്ഞ് നടക്കുന്നു. ഇത് കൂടി ബദറുൽ മുനീറും ഹുസ്നുൽ ജമാലും എന്ന് പറഞ്ഞ രണ്ടാളുകൾ ഉണ്ടായിരുന്നു. ഒരു ഭയങ്കര പ്രേമായിരുന്നു. അവർ ആകാശത്തിൽ കൂടി പറഞ്ഞു. ആകാശത്തിൽ ഒരു കൊട്ടാരത്തിൽ പോയിരുന്നു. അങ്ങനെ നിരവധിയാണ്. ആ ബദറുൽ മുനീർ ഹുസ്നുൽ ജമാലിന്റെ പാട്ടുകളെ പാടി അതിന്റെ അർത്ഥം നിങ്ങൾ നോക്കിയാൽ ഇതൊരു ബബിലാണ്. ഇത് ഇവിടുത്തെ ഭരണ സംവിധാനത്തിലെ രണ്ടാളുകളാണ് വിചാരിച്ചത്. അവരാണിത് പറഞ്ഞ് അവർക്ക് കിട്ടിയതാണ്, അവർക്ക് അവതരിപ്പിക്കപ്പെട്ടതാണെന്ന അവരാണ്. ആ രണ്ട് മലക്കുകളാണ് ആ നാട്ടിൽ ഇത് പറഞ്ഞു വരുന്നത്. വൈകുട്ടി വൈദ്യരാണ് ഇവിടെ ബദർ കിസ്സ. ബദർ കിസ്സ വൈകുട്ടി വൈദ്യർക്ക് മാവുഞ്ചിലാണ്.
കിട്ടിയതാ, അവതരിപ്പിക്കപ്പെട്ടതാ. ബദറിന്റെ നടന്നിട്ടില്ല. അതും ഒരു ബബിലാണ് നമ്മളുടെ അഭിപ്രായം. അതും ഒരു ബബിലാണ്, അതും ഒരു ഫേക്കാണ്, അതും ഒരു കളവാണ്. അങ്ങനെ ഒരു ബദർ യുദ്ധം തന്നെ നടന്നു. ആകപ്പോ മാപ്പിളപ്പാട്ടിന്റെ വേദികളിൽ മാപ്പിള കലകളുടെ മത്സരങ്ങൾ നടക്കുന്നത് ആ വേദികൾ ചെന്ന ആകപ്പോ വെട്ടലും കുത്തലിനോട് ഇപ്പൊ ഈശ്വൽ വൈദ്യമായിട്ട് നെറ്റിലടിച്ചാൽ കാണാൻ അത് പാട്ടുകൾ. ആ പാട്ടിനെ കണ്ട ഇങ്ങനെ കുതിരയുടെ സവാരിയിട്ട് വാളുകൊടുത്തിട്ട് യുദ്ധത്തിന് ഇങ്ങനെ പോണ ആൾക്കാരെ ചിത്രം തന്നെ. ഇത് കാണുന്ന ആൾക്കാരെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഏകദേശം ഈ സംഗതി വേറൊന്നും ഇസ്ലാം അല്ലാന്ന് മനസ്സിലാവും. ഈ വെട്ടല കുത്തലിന്റെ ഇസ്ലാം, ഈ ഇസ്ലാമാണെങ്കിൽ ദയവ് ചെയ്തിട്ട് ആ ബുക്ക് കൂട്ടി വെക്കും. ആ ബുക്ക് അടച്ചേക്കാൻ നല്ലത്. ലോകം ഈ ബുക്കില്ലാതെ തന്നെ എത്രയോ പുരോഗമിച്ചു ഇതിനേക്കാൾ മുന്നോട്ട് പോയി. അതല്ല ലോകത്തിന് പ്രയോജനപ്രദമായ രൂപത്തിൽ അങ്ങനെ ഈ യുദ്ധം, ലോഹദ യുദ്ധം, ഹന്തക് യുദ്ധം, ബദർ യുദ്ധം, ഹുനൈൻ യുദ്ധം, പിന്നെ അതൊക്കെ അഹ്സാബ് യുദ്ധം, ഹൈബർ യുദ്ധം, യുദ്ധം തന്നെ. ഞാനും ഒരാളെ ഞാൻ ഒരിക്കലോട് പറഞ്ഞിട്ടുണ്ട്. എന്റെ ഒരു നല്ല വിവരമുള്ള ഒരു സുഹൃത്തിന്, നല്ല അബ്ദുലൊക്കെ പാസ്സായ ഒരു സുഹൃത്താണ്. മൂപ്പരെ വിളിച്ചിട്ട് ചോദിച്ചു, ഇസ്ലാമിന് മുമ്പുള്ള ഒരു യുദ്ധത്തിന്റെ ഒരു 4 യുദ്ധത്തിന്റെ പേര് പറഞ്ഞാൽ മൂപ്പരിങ്ങനെ അതൊക്കെ ജോലിപോലെ യുദ്ധമല്ലേ. മുഹമ്മദ് വന്നതിന് ശേഷം യുദ്ധം അങ്ങനെ നേരത്തേക്ക്. അപ്പൊ മുഹമ്മദ് ലോകത്തിന് ഗുണോ ദോഷം? ഈ മുഹമ്മദ് ഇതാണ് യൂറോപ്പിൽ പറഞ്ഞത്. മുഹമ്മദ് വന്നില്ലായിരുന്നെങ്കിൽ ലോകം ഓരോ 5000 കൊല്ലം മുമ്പിലേക്ക് എത്തിയിരുന്നു. അത് ഈ ഇസ്ലാം കണ്ടിട്ടാണ്, ഈ ഇസ്ലാം കണ്ടിട്ടാണ്. നിങ്ങളൊരു അബ്ദുലൊന്ന് പഠിച്ച് പാസ്സായ ഒരു മൗലവിനെ വിളിച്ചിട്ട് മുഹമ്മദ് നബി ആ മക്കത്ത് വരുന്നതിന് മുമ്പ് ആ നാട്ടിൽ നടന്ന ഒരു 4-5 യുദ്ധത്തിന്റെ പേര് പറഞ്ഞ പേര് പറയാൻ കഴിയില്ല. മുഴലകളുടെ പേര് പറയാൻ കഴിയും. മുഴലക്കാത്ത കാവ്യ സമാഹാരത്തിന്റെ പേര് പറയുന്നത്, കഴബാലയത്തിൽ കെട്ടിത്തൂക്കിയ കാവ്യ സമാഹാരത്തിന്റെ പേരാണ്. അത് വേണമെങ്കിൽ പറഞ്ഞു. യുദ്ധത്തിന്റെ പേരൊക്കെ പറയാൻ കിട്ടില്ല. എന്നാ മുഹമ്മദിന് വന്നിട്ട് പിന്നെ അങ്ങനെ തുടങ്ങിയ മൂപ്പർക്ക് വേറെ പണിയൊന്നുമില്ല. യുദ്ധം പെണ്ണിട്ടു, യുദ്ധം പെണ്ണിട്ടു, ഇതല്ലാതെ വേറെ ഒരു സംഗതി വേറെ ഇല്ല. പിന്നെ മൂപ്പർക്ക് ഇസ്ലാമെന്ന് എങ്ങനെ ചോദിക്കണം, എങ്ങനെ മാറണം, എങ്ങനെ കീഴ്വായി പെടണം, എങ്ങനെ പെണ്ണുങ്ങളെടുത്തിട്ട് പോകണം, ഇതൊക്കെയാണ് ആകെ ഇപ്പൊ ഇസ്ലാമിന്റെ ഇപ്പൊ നമുക്ക് കിട്ടുന്ന വിവരങ്ങള്. കർമ്മശാസ്ത്രം, ഇസ്ലാമിലെ കർമ്മശാസ്ത്രം. എന്താ കർമ്മശാസ്ത്രം? എന്ത് കർമ്മശാസ്ത്രം? ഒരു കർമ്മമില്ലാത്ത ശാസ്ത്രമാണത്. കർമ്മശാസ്ത്രം ഞാൻ പറഞ്ഞു, ഒരു കർമ്മമില്ല, ഒരു കർമ്മമില്ലാത്ത ശാസ്ത്രം. അപ്പൊ അതെന്താ ഞാൻ പറയുന്നത്, ഇങ്ങനത്തെ ഈ വിവരമില്ലായ്മ തന്നെയാണ് ജനങ്ങൾ. ഒമാ ഉൻസില അല്ല മലക്കൈ, ഈ ബബിൽ തന്നെയാണ് പറയുന്നത്. അപ്പൊ ബദർ യുദ്ധമല്ല, പിന്നെ ബദറുൽ മുനീറുമില്ല, ഹുസനുൽ ജമാലുമില്ല, അങ്ങനത്തെ ഒന്നുമില്ല. പക്ഷേ ഇങ്ങനെ അദ്ദേഹത്താൽ അവതരിപ്പിക്കപ്പെട്ടതുമായിരുന്നു അവിടുത്തെ ജനങ്ങളെ അവർ പഠിപ്പിച്ചിരുന്നത്. ഇതന്നെയല്ലേ അവർ പഠിപ്പിക്കുന്നത് കേരളത്തില്. ബദറ പഠിപ്പിക്കുന്നത്, ഉഹദ പഠിപ്പിക്കുന്നത്, ഹന്തക പഠിപ്പിക്കുന്നത്, കഥകളാ പഠിപ്പിക്കുന്നത്, കെട്ടുകഥകളാ പഠിപ്പിക്കുന്നത്, ഐതിഹ്യങ്ങളാ പഠിപ്പിക്കുന്നത്. ഇത് ആർക്ക് അവതരിപ്പിക്കപ്പെട്ടതാ? ബുഖാരിക്ക് അവതരിപ്പിക്കപ്പെട്ടത്. പിന്നെ ആർക്ക് അവതരിപ്പിക്കപ്പെട്ടതാ? മലക്കയിൽ. പിന്നെ ഏതാണ്? മുസ്ലിമിനെ അവതരിപ്പിക്കപ്പെട്ടത്. പിന്നെ ആർക്ക് അവതരിപ്പിക്കപ്പെട്ടതാ? നസായിക്ക് അവതരിപ്പിക്കപ്പെട്ടത്. പിന്നെ ആർക്ക് അവതരിപ്പിക്കപ്പെട്ടതാ? ഇബ്നു മാജക്ക് അവതരിപ്പിക്കപ്പെട്ടത്. ഇങ്ങനെ ഒമാ ഉൻസില അലാ സബഅത്തി 7 ആൾക്ക് അവതരിപ്പിക്കപ്പെട്ടത് എന്നും അവരെ പഠിപ്പിക്കപ്പെട്ടിരുന്നത്. ആ ഫെയ്ക്കുകളായിരുന്നു അവരെ പഠിപ്പിക്കപ്പെട്ടിരുന്നത്. പിന്നെ ആ ജനതയെ പഠിപ്പിക്കപ്പെട്ടത് എന്തായിരുന്നു? ആ ജനതയ്ക്ക് പഠിപ്പിക്കപ്പെട്ടിരുന്നത് ആ സമൂഹത്തിൽ കളവും കാപട്യവുമായിരുന്നു ആ സമൂഹത്തെ പഠിപ്പിക്കപ്പെട്ടത്. ഇതൊക്കെ പഠിപ്പിച്ചിട്ട് ഈ സമാധാനത്തിന്റെ സന്ദേശം നടപ്പിലാക്കുന്ന ഈ സുലൈമാനെ എങ്ങനെ അട്ടിമറിക്കാതെയിരുന്നു അവിടുത്തെ ശൈത്താന്മാരെ പണി. ആ ഭരണകൂടത്തില് നല്ല ഇന്നസെന്റായ ആളുകളുണ്ടായിരുന്നു, അതിന് ഉപകാരം പിന്നിന്ന് കുത്തുന്ന ശൈത്താന്മാരുണ്ടായിരുന്നു. ഈ ശൈത്താന്മാരെ പണി ഇതായിരുന്നു. ഇതൊക്കെ പഠിപ്പിക്കലായിരുന്നു പണി. ഹാറൂത്ത് മാറൂത്ത് ഇതായിരുന്നു ആ 2 മലക്കൾ. ഹാറൂത്ത് മാറൂത്ത് ആരൊക്കെ പഠിച്ചു. അത് പേരിന് അർത്ഥം ഒന്നും നോക്കണ്ട. ഹാറൂത്ത് എന്ന് പറഞ്ഞാൽ അർത്ഥം അതിൻ്റെ പിന്നെ മുറിവുണ്ടാക്കുക, ഒരാളുടെ മനസ്സിലേക്കോ ഒരു വസ്തുവിലേക്കോ തുളഞ്ഞു കയറുക എന്നൊക്കെയാണ് ഹറത്താന്ന് പറഞ്ഞാൽ വാങ്ങിയത്.
ഒരു വസ്തുവിലേക്ക് അല്ലെങ്കിൽ ഒരാളുടെ മനസ്സിലേക്ക് ഒരു ചുമതൊക്കെ തുറച്ചിട്ടായിട്ട് വരുന്നത് അതിനൊക്കെ ഹർത്താന്ന് പറയാം. ഒരാളുടെ ശരീരത്തിലോ മറ്റോ ഒക്കെ മുറിവുണ്ടാക്കുക, ഇതിനൊക്കെയാണ് ഹർത്താന്ന് പറയാം. മാറോത്ത് പറഞ്ഞാല് പിന്നെ ഒരു മരുഭൂമി, ഡെസേർട്ട് മരുഭൂമി, കൃഷിയൊന്നുമില്ലാത്ത പ്രദേശം, അതാണ് പിന്നെ മാറുതി. അതാണ് അർത്ഥം പേര് കാര്യമായിട്ട്. അപ്പൊ അർത്ഥം പറഞ്ഞാലും മറത്താൻ പറഞ്ഞാലും ഭാഷാർത്ഥം അങ്ങനെയാണ്, ഭാഷാപരമായ അതിന്റെ അർത്ഥത്തെ. അപ്പൊ ഇനിയിപ്പോ അതിന് അർത്ഥമൊന്നും നോക്കണ്ട നിങ്ങൾ. അഹമ്മദ് പറഞ്ഞാൽ തന്നെ പറയും, മുഹമ്മദ് പറഞ്ഞാൽ തന്നെ മതിയത് അർത്ഥം സ്തുതിക്കപ്പെട്ടതെന്നാണ്. ഇപ്പൊ നമ്മള് ഒരാളായി തന്നെ കാണുന്നത് ക്രൈസ്തവത്തിൽ നിന്നാണ് മുഹമ്മദ് എന്ന് പറഞ്ഞാൽ. ഇനി അതൊരു വ്യക്തിയായിട്ട് മനസ്സിലാക്കുമ്പോ അങ്ങനെ തന്നെ മനസ്സിലാക്കും. അപ്പോ ഹാറൂത്ത് മാറൂത്ത് എന്ന രണ്ട് മലക്കുകൾക്ക് കളവുകളെയും കൊണ്ട് എന്തൊക്കെയോ അവതരിപ്പിക്കപ്പെട്ടിരുന്ന ആ സമൂഹത്തിൽ പഠിപ്പിക്കപ്പെട്ടിരുന്നു. അവതരിപ്പിക്കാന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവതരിപ്പിക്കാന്നാണ് എവിടുന്നായി ഇറങ്ങണത്. ഇറങ്ങിയതെന്ന് പറഞ്ഞാൽ തന്നെ അതൊക്കെ മനസ്സിലായിട്ടില്ല. ഇറങ്ങലിൽ പോയി വേറെ എവിടുന്നെങ്കിലും ഇറങ്ങിങ്ങനെ വരിക, മോളിങ്ങനെ മണ്ണും സ്ഥലം ഇങ്ങനെ രണ്ട് കയറുകൾ എവിടെ ഇറങ്ങിയാണെന്ന് ഇവിടെ തന്നെ ഉള്ളതാണ്. ഇവിടെ ഉള്ളത് ഞങ്ങൾ ബുക്കിറങ്ങിയാണെന്ന് പറയില്ല. ഇപ്പോ ഒരു ബുക്കിറങ്ങിയപ്പോൾ മാതൃഭൂമിയിൽ ബുക്കിറങ്ങിയതെന്നാണ് എവിടുന്നാണ് ഇറങ്ങണത്. അതിപ്പോഴുള്ളത് തന്നെയാണ്. മഞ്ഞെന്ന് പറഞ്ഞാല് മഞ്ഞും സ്ഥലമിൽ നിന്ന് ഭൂമിയിൽ ദൈവികമായ അനുഗ്രഹങ്ങളും ആശ്വാസവും എവിടുന്നായി ഇറങ്ങുന്നത്? എന്താണ് പക്ഷി കട്ടിച്ചേർന്നിങ്ങനെ ഇറങ്ങി വരും. മഞ്ഞെന്ന് പറഞ്ഞ ദൈവാനുഗ്രഹം, ദൈവത്തിന്റെ അനുഗ്രഹവും സൽവയും സമാധാനവും. മഞ്ഞും അതയുമല്ല വേണ്ടത്, മഞ്ഞും സൽവയുമാണ്. അത് ഖുർആൻ പറഞ്ഞു. അത് ഖുർആൻ എപ്പോഴും ഞാൻ ആന്റോണിക് വിപരീതങ്ങൾ പറയൂല. തൂരി സീനിയാനും പറയും, തോറിൽ ഐമനെന്നും പറയും. തോറിൽ ഐമനിന്റെ വിപരീതം തൂരി സീന. തോറിൽ ഐമൻ എന്ന് പറഞ്ഞാല് ശരിയായ റെക്കോർഡ്സ്, ശരിയായ ദൈവിക റെക്കോർഡ്സുകൾ. അതിന്റെ നേരെ വിപരീതം തൂരി സീന. വാതിൽ മുഖദ്ദസ് എന്നും പറയും, വാതിൽ വൈറദീസ് എന്നും പറയും. എന്നപോലെ തന്നെ അങ്ങനെ നിരവധി ഒരു ഫയലുണ്ടാക്കി നിരവധി എതിരുകളിൽ നിന്ന് മനസ്സിലാക്കാൻ പറയാം. അങ്ങനെയാണ്. അല്ലാതെ തൂരിസീന പറഞ്ഞത് തോറിൽ ഐമന് തൂരിസീനയുടെ വലതുഭാഗം തൂരിസീന എന്ന വേറൊരുമായി എന്നാണ്. ഒരോടത്ത് തൂരിസീന എന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരോടത്ത് തോറിൽ ഐമൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. തോറിൽ ഐമൻ എന്ന് പറഞ്ഞാൽ മനുഷ്യരെ നന്മയിലേക്കും ശരിയായ പാതയിലേക്കും നയിക്കാനുള്ള ദൈവികമായ റെക്കോർഡ്സുകൾ. അതാണ് തോറിൽ ഐമൻ. തെറ്റിലേക്കും ദാരിദ്ര്യത്തിലേക്കും ദുരിതത്തിലേക്കും നയിക്കുന്നതാണ് തുരിസീന. അതാണ് പ്രത്യേകം ഇതൊക്കെ അവർ പഠിപ്പിക്കുമ്പോഴും ജനങ്ങളോട് അവർ പറയാറുണ്ട്, ഞങ്ങൾ ഇവിടെ പിച്ചനുണ്ടാക്കി തന്നെയാണ് കേട്ടോ, ഞങ്ങള് ഈ സർക്കാരിനെ അട്ടിമറിക്കാനുള്ള പിച്ചൻ തന്നെയാണ്. വേണമെങ്കിൽ കൂടിയാൽ മതി, നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടിയാൽ മതി എന്ന് പറയാതെ അവര് ഒരു ജനങ്ങളെയും പിച്ചനെ പഠിപ്പിച്ചിട്ടുണ്ട്. അവരിത് ജനങ്ങള് ഈ ഫേക്കും ഫാൾസും കാപട്യവും ജനങ്ങളെ ഏതൊരാളും പഠിപ്പിക്കുമ്പോഴും പറയും നമുക്ക് ഇതിലെ കുത്തിത്തിരിപ്പ്. അത് ചില നാട്ടിലും ചില സ്ഥാപനങ്ങളിലും എല്ലാം ഉണ്ടാവും ഈ കുത്തിത്തിരിപ്പിന്റെ ആൾക്കാർ. ഇവർ നടന്ന് നമുക്ക് ഇതിലൊരു കിട്ടാനുണ്ടാവും. വേണമെങ്കിൽ കൂടിക്കൂടെ നിങ്ങള് അട്ടിമറിഞ്ഞ് കിട്ടിയാൽ കളി കൂട്ടാം. അതുകൊണ്ട് ഇത് പിത്തന തന്നെയാണ്. വേണമെങ്കിൽ കൂടിക്കോളും എന്ന് പറയാതെ ഒരാളെയും അവര് ഈ സിഹർ പഠിപ്പിച്ചിട്ടില്ല. ഇത് നാട്ടില് പിത്തനുണ്ടാക്കാനോ അഹിതന്നെയാണ് എന്ന് അവർ ഏതൊരാളെ ഇത് പഠിപ്പിച്ചപ്പോഴും പറഞ്ഞിട്ടുണ്ട്. നോക്കിയാൽ ഇന്ന് ഇന്നും ഇപ്പൊ നടക്കുന്ന സ്റ്റിൽ നടന്ന് ഏത് ഒരു സ്കൂളായാലുണ്ടാവേ. ഞങ്ങൾക്ക് സ്കൂളിലാണ്, നമുക്കറിയാതെ ഏതെങ്കിലും ഒരു സംഘടന സംഘടനക്കാരൻ ഒരു തലപ്പത്ത് വന്നാൽ ഏതൊരു സംഘടനക്കാരും പിന്നെ അവിടെ പിത്തനുണ്ടാക്കി അധ്യാപക സംഘടനകളുണ്ടാവും.
അത് ഒരു സ്കൂളാണെങ്കിലും ശരി, അവരുടെ തലപ്പത്തിരിക്കുന്ന ആള് എതിർ സംഘടനയിൽപ്പെട്ട ആളുകളാണെങ്കിൽ പിന്നെ അവിടെ നടക്കുന്ന വർക്കിനൊക്കെ പിന്നെ തരംഗം വെക്കാം. ഇവരുടെ ആളുകളൊക്കെ ഒക്കെ ചെന്നിട്ട് പറയും നമ്മൾ കുട്ടി തരങ്ങയാണ്, ഇത് തിരിച്ചറിയുന്നത് എങ്ങനെയെങ്കിലും നമുക്ക് ഈ പദ്ധതി ഒന്ന് അട്ടിമറിക്കണം. ഇതന്നെ നമ്മുടെ ഉദ്ദേശം. അതുകൊണ്ട് വേണമെങ്കിൽ നിങ്ങൾ ഈമാൻ കൊണ്ടാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ അവിശ്വസിച്ചുകൊള്ളൂ, ഞങ്ങളൊപ്പം കൂടണ്ട, ഇതിനെ നിഷേധിച്ച് പോയിക്കോളൂ, വേണമെങ്കിൽ കൂടിയാൽ മതി എന്ന് എല്ലാവരോടും അവർ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് പറയുന്നത്. ഒരാളെയും അവര് ഈ തെറ്റായ ആശയങ്ങളും കളവുകളും ഒരാളെയും അവർ പഠിപ്പിച്ചിട്ടില്ല. ഇല്ലാന്നേക്കൂല അവർ പറഞ്ഞിട്ടല്ലാതെ ഇന്നമാനും കിട്ടുന്നത് ഞങ്ങൾ ഇതൊന്ന് അട്ടിമറിക്കാൻ തന്നെ. ഇത് നോക്കി നിങ്ങൾ, ഇത് ഉദാഹരണം എന്ന് പറയുന്നത് നിത്യനൂതനമായിട്ടാണ് ഓരോ വചനങ്ങളും ഇത് വായിക്കാൻ പറ്റുന്നത്. ഇവരുടെ ഈ കള്ളക്കഥകളല്ല കേട്ടോ, ഇത് കള്ളക്കഥയായിട്ട് അന്നെന്നോ നടന്ന ഒരു കള്ളക്കഥയായിട്ട് പറയുമ്പോൾ ഇത് നിത്യനൂതനല്ല. ഇന്നും നമ്മുടെ നാട്ടിൽ ഒരു ചെറിയ ഒരു ഓഫീസ് തൊട്ട് അന്താരാഷ്ട്ര ഭരണകൂടങ്ങളിൽ വരെ നടക്കുന്ന പരിപാടികളായി ഈ പറയുന്നത്. അന്താരാഷ്ട്ര ഉന്നതം വലിയ വലിയ രാജ്യങ്ങൾക്കിടയിൽ വരെ നടക്കുന്ന പിത്തണയുടെ പണികളാണ് അവിടെ പറയുന്നത്. അതുകൊണ്ട് ആ പണി സ്വീകരിക്കുന്ന മക്കളെ നാം പറയുന്നത് നേരായ വഴി, ശരിയായ വഴി. ഏത് അക്രമിയാണെങ്കിൽ പോലും അതിനെ അട്ടിമറിക്കാൻ ഉപചാപങ്ങളോ പിത്തനയോ കുഴപ്പങ്ങളോ നുണയോ ഫെയ്ക്കോ ഒന്നും സ്വീകരിക്കൽ ദൈവികതയല്ല, അത് പൈശാചികതയാണ്. ഇതാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. ഇതിനുശേഷം 1-2 വചനങ്ങൾക്ക് ശേഷം വേറൊരു വചനം പറഞ്ഞിട്ട് ജൂതന്മാര് പറഞ്ഞു ക്രിസ്ത്യാനികൾ ഒന്നിനുമല്ല. ക്രിസ്ത്യാനികളോട് പറഞ്ഞു ജൂതന്മാര് സത്യത്തിന്റെ കാര്യത്തിൽ ഒന്നിനുമല്ല. ഞാൻ അങ്ങനെ ആലോചിച്ചു, ഇന്നും മുസ്ലിം സമൂഹത്തിൽ പറയുന്ന പരിപാടിക്കാണ് ദുനിയാവ് പറയും മുജാഹിദ് ഒന്നുമല്ല, മുജാഹിദ് പറയും ഒന്നുമല്ല. അള്ളാഹു ഇങ്ങനെ പറയാൻ അങ്ങനെ ആരും ഒന്നിനുമല്ലാന്ന് പറയാൻ അവകാശമില്ല. ഇന്ന് സമയം കിട്ടുകയാണെങ്കിൽ പറയാം. അതുപോലെ ഇന്നും നിത്യനൂതനമായിട്ട് ഇങ്ങനെ തോന്നാം. ഓരോരുത്തരും പറയുന്നത് ഓരോന്നിലുമല്ലാണ്ട്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറഞ്ഞത് ഇതാ നമ്മുടെ എല്ലാവരും ആണെന്നുള്ള അഭിപ്രായം നമുക്കില്ലാതെ ശരീര പിന്നാലെ പോകുക. ആ ശരീര പിന്നാലെ പോകുമ്പോൾ അത് നമുക്കും സമൂഹത്തിനും ഗുണകരമായ ആകണമെന്ന് മാത്രമേ പറയാറുള്ളൂ. അപ്പൊ അതാണ് ഞങ്ങൾ ഒരു കുഴപ്പമുണ്ടാക്കലെന്നെയാണ് ഞങ്ങളുടെ ഉദ്ദേശം. അതിന്റെ കൂടെ നമ്മൾ വേണമെങ്കിൽ കൂടിക്കൂടി അട്ടിമറിച്ച് കിട്ടുകയാണെങ്കിൽ, സുലൈമാനെ അട്ടിമറിച്ച് കിട്ടുകയാണെങ്കിൽ ഭരണത്തിൽ നിങ്ങൾക്ക് ഒരു ഫിനാൻസ് തരാം, ഒരു ഫിനാൻസ് മിനിസ്ട്രി നിങ്ങൾക്ക് തരാം, ഒപ്പം കൂടിക്കോളി. അതല്ല ഈ പദ്ധതി അട്ടിമറിച്ച് എന്തെങ്കിലും നേടുകയാണെങ്കിൽ അതിനൊരു പങ്ക് നിങ്ങൾക്കും തരാം, വേണമെങ്കിൽ കൂടിക്കോളി, വേണ്ടെങ്കിൽ നിഷേധിച്ചോളി എന്ന് പറയാതെ അവര് ആരെയും ഈ പിത്തന പഠിപ്പിച്ചിട്ടില്ല, ഈ സിഹർ പഠിപ്പിച്ചിട്ടില്ല. പക്ഷേ ജനങ്ങൾ അവരിൽ നിന്ന് പഠിച്ചു. മാ യുഫല്ലിക്കൂന, ഏതായാലും ജനങ്ങൾ അവരിൽ നിന്ന് മാ യുഫല്ലിക്കൂന വേർപ്പെടുത്തേണ്ടത് പഠിച്ചു. എങ്ങനെയൊക്കെ ആളുകളെ ഗ്രൂപ്പുകളാക്കാൻ പഠിപ്പിച്ചു. ബൈബിൾ മറിഞ്ഞ് ഒരു മനുഷ്യനെയും അവന്റെ സമൂഹത്തെയും. അപ്പൊ വ്യക്തികളിലും സമൂഹങ്ങളിലും എങ്ങനെ വിദ്വേഷം വിത്തുപാകാം എന്നുള്ളത് അവര് പഠിച്ചു. വ്യക്തികളിലെ മറ്റുള്ളവരോടും സമൂഹങ്ങൾക്കും മറ്റ് സമൂഹങ്ങളോടും എങ്ങനെ പകയും വിദ്വേഷവും ഉണ്ടാക്കി പരസ്പരം അകറ്റാം എന്നുള്ളത് അവരിൽ നിന്ന് ജനങ്ങൾ പഠിച്ചു. ഭാര്യ ഭർത്താക്കന്മാരെ പരസ്പരം തെറ്റിക്കേണ്ടത് പഠിപ്പിച്ചു. മറുകൾ എന്ന ഒരു മനുഷ്യനായ ആണും പെണ്ണൊക്കെ പഠിച്ചു. ഈ കൊല്ലിമ്രിക്കും മിനിമം മാനവ മനുഷ്യൻ ഓടുന്ന ദിവസം ആണ് മാത്രമല്ല ഓടും, തന്റെ സഹോദരനിൽ നിന്ന് ഓടും. സാഹിബത്തി ബനീഹി എന്നൊക്കെ പറയുന്നു, തന്റെ സുഹൃത്തിൽ നിന്ന് ഓടും.
തന്റെ കീഴിലുള്ള ഈ ആശയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന തന്റെ കീഴിലുള്ള ആളുകളിൽ നിന്നൊക്കെ ഓടി രക്ഷപ്പെടും ഒരു കാലഘട്ടം വരാനുണ്ട് എന്ന് പുനഃ പറയുന്നു. ആ കാലഘട്ടം ഏതാണ് പിന്നെ ആയത് ഉപയോഗിക്കുമ്പോ പറയാം. ഇപ്പൊ ഇവിടെ ഈ മറന്നു പഠിപ്പിക്കാനായത് പറഞ്ഞുകൊണ്ട് പിന്നെ നീ അതിനങ്ങൾ ഏതാണെന്ന് എവിടുന്ന ഓടുക വെറുതെ ഭൂമി ആകെ കുഴിഞ്ഞാൽ എവിടേക്ക് ഓടുക, ഭൂമി എന്ത് കുഴിഞ്ഞു. മനുഷ്യൻ ഓടുന്ന ഒരു ദിനം ഒരു കാലഘട്ടം വരാനുണ്ട്. അവൻ യൗമയക്കറും മറക്കൂ, അവൻ മറന്നു പഠിപ്പിക്കാൻ അല്ല ആണും പെണ്ണും പെടും. ഏതൊരു മറകിലും മിനുഹും അവരിൽപ്പെട്ട ഏതൊരു മറകിലും അവരുടെ പ്രശ്നം തന്നെ അവരെ ധന്യമാക്കാൻ മാത്രം, അവർക്ക് പര്യാപ്തമാക്കാൻ മാത്രം ആ നാടിലുണ്ടായിരിക്കും. അങ്ങനത്തെ ഒരു നാട് അവനെ വലിയാക്കാൻ, അവനെ പര്യാപ്തനാക്കാൻ, അവനെ ധന്യനാക്കാൻ മാത്രം അവന്റെ പ്രശ്നങ്ങൾ തന്നെ അവനിലുണ്ടായിരിക്കും. അതാണ് അത് ഓരോ മനുഷ്യനുമാണ്. അവിടെ മറുപടി പറഞ്ഞാൽ ഓരോ മനുഷ്യനുമാണ്. ആണും പെണ്ണും പെടുകയില്ലേ? എവിടുന്ന ഈ മറുപടി ആണെന്ന് മാത്രം കിട്ടുന്നത്? പിന്നെ മാത്രമല്ല സൗജി എന്നാണ്, സൗജത്തൊന്നുമല്ല അല്ലെ സൗജ് സമൂഹം. അവന്റെ ഒരു സമൂഹത്തിൽ നിന്ന് ഒരു വ്യക്തിയെ സമൂഹങ്ങളിലും വ്യക്തികളിലും എങ്ങനെ സ്പർദ്ധയും അവരെ എങ്ങനെ വിദ്വേഷവും ഉണ്ടാക്കി പരസ്പരം അകറ്റി നിർത്താം, ഭിന്നതയുണ്ടാക്കാം, ഫിർക്കത്തുണ്ടാക്കാം. അതാണ് ഗ്രൂപ്പിസം, അതാണ് ഫിർക്കത്ത്. മായുഫരീഖൂന ഫറഖു ദീനഹു എന്ന് പറഞ്ഞത്. ഫറഖു അവരെ ഗ്രൂപ്പുകളാക്കി മാറ്റി ദീനഹും അവരുടെ ഐഡിയോളജിയെ. അതാണ് ഫിർക്കത്ത്. അല്ലാതെ ഭാര്യയും ഭർത്താവും തമ്മിൽ തെറ്റ് അതല്ല. മറ്റേത് ഓടുന്നത് അവന്റെ മാതൃ അവൻ ഏതൊരാളെ തന്റെ മോഡലായി കണ്ടുവോ അതാണ് ഉപ്പ്. ബാബു തന്റെ റോൾ മോഡലായിട്ട് ഏതൊക്കെ വ്യക്തികളെ കണ്ടിരുന്നുവോ അവിടുന്നൊക്കെ ഓടും. അതെന്നല്ല സ്വന്തം വാക്കല്ല, ആ പഴക്കുന്ന ലോകം. അപ്പൊ താൻ റോൾ മോഡലായി കണ്ടിരുന്ന ആളുകൾ തന്റെ മാതൃ ആശയങ്ങള് കണ്ട് ആണ് എന്ന് വിചാരിച്ചിരുന്ന സമൂഹങ്ങളിൽ നിന്ന്, തന്റെ സഹകാരികളിൽ നിന്ന്, തന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ആളുകളിൽ നിന്ന്, തന്റെ സമൂഹങ്ങളിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നും ഒക്കെ ഓടി രക്ഷപ്പെടുന്ന ഒരു ദിനം. അല്ലാതെ ബാപ്പാനിമാരും പെണ്ണുങ്ങളെ കുട്ടികളെ അതൊക്കെ ഈ ചെറിയ വിഷയമാണ്. സൗജ് ഈ സൗജന്യാണ് ആദമിനും പറഞ്ഞത്. സൗജ് അന്തവും സൗജുക്ക, നീയും നിന്റെ സമൂഹവും ജയിച്ചു കൊള്ളുക. സൗജ് എന്ന സഹസമൂഹമേ ഉള്ളൂ, ഭാര്യയല്ല. പെണ്ണുങ്ങൾ കുട്ടികളല്ല. പെണ്ണുങ്ങൾ കുട്ടികളെ കാര്യത്തിൽ പറയണ്ട. ഇവര് പറയുന്നത് പെണ്ണെട്ടുന്ന കാര്യം, പെണ്ണ് കെട്ടുന്ന കാര്യത്തിൽ ഇത് പറയണം. എന്നിട്ട് പറഞ്ഞിട്ട് നല്ല മെച്ചമുണ്ടോ ഈ സമൂഹത്തിന്? ഇപ്പോൾ 40-70 കെട്ടി നടക്കാന്നല്ലാതെ ഈ നിയമങ്ങളൊക്കെ പറഞ്ഞ ഈ സമൂഹത്തിൽ വൈവാഹിക രംഗത്ത് എന്ത് മെച്ചമുള്ളത്? ഒരു മെച്ചമില്ല. ഒരു പുരുഷനൊരു ഇണയെ വേണം, ഒരു സ്ത്രീക്ക് ഒരു പുരുഷനും പുരുഷനെ ഇണയിട്ടോ. അതിന് വളരെ നിസ്സാരമായ സംഗതികൾ ഇപ്പോഴത്തെ പ്രകൃതിയിലെ ജീവജാലങ്ങളൊക്കെ തന്നെ ഇണയെ കണ്ടെത്തുന്നു. അത്രയ്ക്കും വളരെ ലളിതമായ രൂപത്തിലാണ് ഒരു ഇണയെ കണ്ടെത്തേണ്ടത്. അതിന് വേണ്ട ഇവന് 10 പവൻ കൊടുക്കണം, എന്നിട്ട് അതിന് നാട്ടുകാർ തിരിച്ചുണ്ടാക്കണം. ഞാൻ പറഞ്ഞു എന്തിനാണ് വേണമെങ്കിൽ പെണ്ണെട്ടിക്കോട്ടെ. അവന് ഒരു ഇണയെ സ്വീകരിച്ച് അവരുടെ പെണ്ണിനൊപ്പം ജീവിക്കുന്ന പുതിയ ആളുണ്ടെയോ കെട്ടിക്കോട്ടെ. എന്തിനവര് കാര്യമൊക്കെ കെട്ടിത്തന്നെ ആൾക്കാരെങ്കിൽ അതിന് എത്തിയാനിലൊക്കെ അതിന് പിരിവെടുക്കാം. 100 പവൻ കെട്ടിട്ട് 10 പവന് തിരിച്ചു കൊടുക്കുക, ബാക്കി 90 പവൻ തിരിച്ചു. ഈ പണിയിൽ ഒരു പുരുഷനതിനുള്ള പ്രായവും പക്വതയും എത്തിക്കഴിഞ്ഞാൽ ഒരു സ്ത്രീയെ ഇണയായി വേണം. ഒരു സ്ത്രീ ഒരു പുരുഷനെ ഇണയായി സ്വീകരിക്കാനുള്ള പ്രായവും പക്വതയും എത്തിക്കഴിഞ്ഞാൽ അവൾക്കും വേണം. അതങ്ങനെ സ്വീകരിച്ചാൽ വളരെ ലളിതമായ ഒരു പദ്ധതി ഉപകാരാകാത്ത വിഷയത്തിന് കാണിക്കുന്നു. ഇത്രയും ലളിതമായ ഒരു വിഷയം എന്നിട്ട് കായ് കൊടുത്തിട്ട് എന്തിനാ ഒരു വേണമെങ്കിൽ പെണ്ണിട്ടതാണ് കൊണ്ടുവരാൻ പറഞ്ഞു. എന്നിട്ട് അതിന് പിരിവെടുക്കണം. അതിന് പിരിവെടുക്കരുതെന്ന് എന്റെ അഭിപ്രായത്തിൽ.
ഒരാൾക്ക് ജീവിതം വഴിമുട്ടി നിൽക്കുകയാണെങ്കിൽ അവനൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കാൻ വേണമെങ്കിൽ അത് വെറുതെ ഇരുന്ന് തിന്നാൻ കൊടുക്കരുത്. ഒരു ജീവിതം ഉണ്ടാക്കി കൊടുക്കുക, ഒരു വഴി. നീ ഇതുകൊണ്ട് കൂടി അങ്ങോട്ട് ജീവിച്ചോന്ന് പറയാം. അല്ലാതെ ചില ആൾക്കാരുണ്ട് പിച്ചൊന്നാനായിട്ടൊരു ജനത, ഓന് കാലാകാല അലസന, പിന്നെ ഒരു പണിയെടുക്കില്ല, ഒന്നും കൊടുക്കില്ല. ഒരു തൊഴിലെടുത്ത് ജീവിക്കാനാണെങ്കിൽ സഹായിക്കും. ഇത് നമ്മുടെ സർക്കാർ പോലെ ഒരിക്കലും നേടാൻ കൊടുക്കൂല. 100 റുപ്യ പെൻഷൻ, 150 റുപ്യ പെൻഷൻ, 500 റുപ്യ നേടാൻ കൊടുക്കൂല. ഒരാട്ടുകുട്ടി, ഒരു കോഴിക്കുട്ടി, ഇതൊക്കെ കൊടുക്കാം. നേരാകാൻ കൊടുക്കില്ലല്ലോ. നേരാകാൻ കൊടുത്താൽ പിന്നെ വന്ന് അരജോലിയായി രാഷ്ട്രീയക്കാർക്ക് കെട്ടുണ്ടി ഭയങ്കര ഹിപ്പോക്രാറ്റ്. അവർ പുറന്ന് കളങ്കമില്ലാതെ പ്രവർത്തിക്കും മനുഷ്യരെന്ന് പറയും. നിഷ്കളങ്കമായിട്ട് അതേ വിജയിക്കൂ. കാപട്യം പാടില്ല. ഇവിടുത്തെ ഹിപ്പോക്രാറ്റ്സാണ്. കാപട്യാണ് ലോകത്തിന്റെ നാശത്തിന്റെ ഒരു കാരണം. എന്താ ഖുർആൻ എങ്ങനെ പറയാം? ലോകം നശിക്കാനുള്ള ഒരു കാരണം കാപട്യാണ്. ഈ സാധുക്കൾക്ക്, വിവരമില്ലാത്ത സാധുക്കൾക്ക് പിന്നെ പെൻഷൻ വന്നിട്ടുണ്ടാവും പഞ്ചായത്തില്, അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ വന്നിട്ടുണ്ടാവും 3-4 മാസം. എന്നിട്ട് അത് കിട്ടാൻ ഏകദേശം കിട്ടാനായി വന്നിട്ട് ഇവറ്റിനെയും വിളിച്ചിട്ട് ജാഥ നടത്തുക. വിജയദൊക്കെ തന്നെ കിട്ടുമല്ലേ. എന്നിട്ട് ഈ ജാഥ നടത്തിയോണ്ടാ കിട്ടിയത് വ്യക്തിത്വം ചെയ്യും. സംഗതി വന്നിട്ടുള്ള നേതാക്കന്മാർക്ക് അറിയാം. ഒരു ടിക്കറ്റിങ്ങോ ഒരു ജാഥ എന്തെങ്കിലും നടത്തിയത് കൊടുത്താൽ ഇത് നടത്തിയതാ കിട്ടിയെന്ന് വരുന്നത്. ഈ കാപട്യമാണ് ലോകത്തിന്. ഇതിനെ കുറിച്ചൊക്കെയുള്ള ഈ മാർഗനിർദ്ദേശങ്ങളല്ലാതെ മറ്റെന്താണ് ഖുർആൻ? മനുഷ്യന്റെ ജീവിതത്തിലേക്കുള്ള വഴികാട്ടിയല്ലാതെ വേറെന്താ ഖുർആൻ? ഈ ദിക്റിയല്ലോ, ഈ ചോദ്യലോ, ഈ മാന്തലോ, ഈ കക്കൂസിലിരിക്കലോ, ഈ കീഴ്വായു വിടലോ, ഈ പെണ്ണുങ്ങൾക്ക് പോക്കോ, എന്താ ഖുർആൻ? മനുഷ്യന്റെ വഴിമുട്ടി നിൽക്കുന്ന മനുഷ്യന്റെ വഴികാട്ടിയല്ലാതെ വേറെന്താ ഖുർആൻ? ഇതെങ്ങനെ ഈ ജനങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കുക എന്നെനിക്കറിയില്ല. ഇതല്ലാതെ വേറെ ഒന്നുമല്ല സഹോദരങ്ങളെ ഖുർആൻ. ദുരിതം അനുഭവിക്കുന്ന മനുഷ്യന്റെ ദുരിതത്തിന് രക്ഷാമാർഗമാണ്. അവനനുഭവിക്കുന്ന കഷ്ടതകളിൽ നിന്നുള്ള രക്ഷാമാർഗമാണ്. അതിൽ നിന്നുള്ള വഴികാട്ടിയാണ് ഖുർആൻ. ഇതല്ലാതെ മറ്റൊന്നുമല്ല ഖുർആൻ എന്നെ സഹോദരങ്ങൾ മനസ്സിലാക്കാം. ഇതാണ് ഖുർആൻ. ഇതേ ഖുർആൻ പറയുന്നുള്ളൂ. മനുഷ്യനൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കാം. ഇതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ദൈവത്തിന്റെ കൽപ്പന കൂടാതെ അവർക്കൊരു ഉപദ്രവവും ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. അല്ലാഹുവിന്റെ ദൈവത്തിന്റെ കൽപ്പനകളില്ലാതെ, ദൈവത്തിന്റെ മാർഗനിർദ്ദേശങ്ങളില്ലാതെ, ഇതിനില്ലാതെ, അതായത് ദൈവകൽപ്പന ഇല്ലാതെ ഒരു ഉപദ്രവവും ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. അത് വ്യക്തമായി പറയാം. ഇന്നത്തെ അല്ലല്ലോ കേട്ടോ. ദൈവത്തിന്റെ വ്യവസ്ഥിതി മുഖേനയല്ലാതെ ഒരാൾക്കും ഒരു ഉപദ്രവവും ചെയ്യാൻ കഴിയില്ല. ഇത് തീർച്ചയാണ്. ഒരാൾക്കും ഒരു നന്മ ചെയ്യാൻ കഴിയില്ല. ദൈവിക വ്യവസ്ഥിതികളിലൂടെയല്ലാതെ ഒരാൾക്കും ഒരു നന്മയോ ഒരു ദോഷമോ ചെയ്യാൻ കഴിയില്ല. അത് നമുക്ക് ആ ദോഷവും നമുക്ക് ആ നന്മയൊക്കെ അല്ലാഹുവിന്റെ വ്യവസ്ഥിതിയിൽ അതില്ല. അതാദ്യം മനസ്സിലാക്കുക. നന്മയോ തിന്മയോ ആയി മാറുന്നത് നമ്മളിലേക്ക് ആപേക്ഷികമാകുമ്പോഴാണ്. ദൈവത്തിന്റെ വ്യവസ്ഥിതിയിൽ രണ്ടുമില്ല. മനസ്സിലായി നമുക്ക്? ഓക്സിജനും ഹൈഡ്രജനും, ഓക്സിജൻ നമുക്ക് ഗുണവും ഹൈഡ്രജൻ നമുക്ക് ദോഷവും നമ്മളിലേക്ക് ഇലാഫത്ത് ചെയ്യുമ്പോൾ ആപേക്ഷികമാകുമ്പോഴേ ഉള്ളൂ. ദൈവത്തിന്റെ രണ്ട് വസ്തുക്കളേ ഉള്ളൂ. അത് മറ്റു ചിലവർക്ക് അത് ഗുണമാണ്. ഇത് നമുക്ക് അപ്പൊ അത് ആപേക്ഷികതയാണത്. അതാണ് അത് പറയുന്നത്. അത് ദൈവത്തിനാണ് ഈ ലോകത്തിന്റെ മുൽക്ക് എന്ന് പറയും. എന്താ അള്ളാഹ്ക്കാണ് ആകാശഭൂമികളിലെ മുൽക്ക് എന്ന് പറഞ്ഞാൽ എന്താ? വിചാരിക്കുക എന്താ പറഞ്ഞത്? അള്ളാഹ് ദൈവത്തിന്റെ മുൽക്കിൽ നിന്ന് എവിടുന്ന് കഴിച്ചിലാകാനാണ്? എവിടുക്കാൻ രക്ഷപ്പെടണം? അത് ഞാൻ പറഞ്ഞു. കാർ ഓടിക്കാൻ പാടില്ല, സ്ത്രീകൾക്ക് കാർ ഓടിക്കാൻ പാടില്ലാത്ത ഒരു നാട്, ഒരു മുൽക്ക് സ്റ്റേറ്റ് ഉണ്ട്. ഒരു സ്റ്റേറ്റ്
അത് അവരുടെ മാത്രം സ്റ്റേറ്റാണ്. ആ സ്റ്റേറ്റിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് കാർ ഓടിക്കാൻ പറ്റുന്ന സ്റ്റേറ്റിലേക്ക് പോകാം. പക്ഷെ ദൈവത്തിന്റെ മുൻപിൽ നിന്ന് എവിടുക്കാൻ പോകാം? എവിടുക്കാൻ പോകുന്നത്? ഭയങ്കര ശാസ്ത്രമാണ് പറയുന്നത്, ശാസ്ത്രീയതയാണ്. ദൈവത്തിന്റെ ഈ അധികാര പരിധിയിൽ നിന്ന്, നിയമസംഹിതയിൽ നിന്ന്, ദൈവത്തിന്റെ ഈ പ്രാപഞ്ചിക നിയമവ്യവസ്ഥയിലേക്ക് അപ്പുറത്തേക്ക് എവിടുക്കാൻ പോകുക? തിന്മ നടക്കുന്ന ഒരു രാജ്യത്തുനിന്ന് ഈ രാജ്യം വിട്ട് നന്മ നടക്കുന്ന വല്ല രാജ്യത്തേക്ക് അങ്ങോട്ട് പോകാം. പക്ഷെ ഈ ഓക്സിജന്റെയും ഹൈഡ്രജന്റെയും പിന്നെ കാർബൺ ഡൈ ഓക്സൈഡിന്റെയും ഇതിന്റെയൊക്കെ ഇതിനെ നന്മയാക്കി മാറ്റലും തിന്മയാക്കി മാറ്റലും നമ്മുടെ പ്രവർത്തനമാണ്. പക്ഷെ ദൈവത്തെ സംബന്ധിച്ച് ഇതിനെ അല്ല. ഇവന്റെ അധികാര പരിധിയിൽ നിന്ന്, ഇവന്റെ നിയമവ്യവസ്ഥയിൽ നിന്ന് പുറത്തു കടക്കാൻ ആർക്കും കഴിയില്ല. എവിടുക്കാൻ ഈ പോവുക? നമ്മൾ ഒന്ന് പറഞ്ഞാൽ എവിടുക്കാൻ പോകുക? ഞാൻ പറഞ്ഞു, എന്താ പറഞ്ഞ വലിയായി വെളുപ്പ് സമാവാദി വല്ല. അതെ, ഈ സമാവാദി ഈ ആകാശമല്ല, ഏത് ഉന്നത സൊസൈറ്റികളായാലും താഴേക്കടയിലുള്ള ഏത് സമൂഹങ്ങളായാലും അവരെയും ഏത് സമൂഹത്തെയും വളർത്തിക്കൊണ്ടുവരാനുള്ള തത്വസംഹിത അതിന്റെ മുൽക്കിയത്ത് അല്ലാഹുവിന് മാത്രമാണ് എന്ന് പറഞ്ഞാലും ശരി തന്നെയാണ്. അതിന്റെ അപ്പുറത്തേക്ക് എവിടുക്കാൻ പോകുക? ഈ താഴേക്കടയിലുള്ള സമൂഹത്തെ വളർത്തിക്കൊണ്ടാനുള്ള തത്വസംഹിതയും ദൈവികത മാത്രമേ ഉള്ളൂ, അല്ലാതെ ഇല്ല. മറ്റേത് സ്റ്റേറ്റ് ആണെങ്കിലും ഇപ്പൊ സൗദിയിലെ പെണ്ണുങ്ങൾക്ക് കാറോടിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ദുബായിലേക്ക് പോകാം, സുഖമായി കാറോടിക്കാം. ഭർത്തരാതെ സൗദിയിൽ നടക്കാൻ പറ്റും, ആ ഭർത്തക്ക് പോകാം, യൂറോപ്പിലേക്ക് പോകാം, തുണി എടുക്കാതെ വേണമെങ്കിൽ നടന്നൊരു കുഴപ്പമില്ല. ഇതാണ് തിന്മകൾ മാത്രം നടക്കുന്നത്. പക്ഷെ ദൈവത്തിന്റെ ഈ മുൽക്കീയത്തിന്റെ പുറത്തു പോകാൻ ആർക്കും കഴിയില്ല. അപ്പൊ ഇതാണ് അല്ലാഹു എന്ന് പറയുമ്പോ നമ്മുടെ ഈ ഒരു ഇൻഡിവിജ്വൽ അത് എപ്പോഴും മനസ്സിലാക്കണം. ഞാൻ ആ പഠിപ്പിച്ച ക്ലാസ് എപ്പോഴും മനസ്സിലുണ്ടാകും ഞാൻ ഈ ആയത്ത് പറയുമ്പോഴൊക്കെ. അപ്പൊ ദൈവത്തിന്റെ കൽപ്പന കൂടാതെ ഒരാൾക്കും ഒരു ഉപദ്രവവും ചെയ്യാൻ കഴിയില്ല. ഇത് വളരെ ശക്തമായ ഒരു നിയമമാണ്. ഒരു നന്മയും കിട്ടും. ദൈവത്തിൽ നിന്ന് നന്മ മാത്രമേ ഉള്ളൂ. പക്ഷെ ഈ വ്യവസ്ഥിതിയെ തിന്മയാക്കലും നന്മയാക്കലും ഇവന്റെ തന്നെ പ്രവർത്തനമാണ്. ഇതിനെ ഇവൻ നല്ലതിന് വേണമെങ്കിൽ ഉപയോഗിക്കാം, തിന്മയാക്കി വേണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷെ രണ്ടായാലും വ്യവസ്ഥിതി രണ്ടും വന്ന തന്നെയാണ്, ദൈവത്തിന്റെ തന്നെയാണ്. ولقد علموا لمن اشتراه ما له في الآخرة من خلاق. അവർ വിലക്ക് വാങ്ങിയത് അവർക്ക് അന്തിമത്വത്തിൽ ഒരു ഷെയറും ഒരു വിഹിതവും കിട്ടാത്തതാണ് എന്ന് അവർ തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. വല വീസമാ ഷറൗബിഹി അംബസവും, അവരുടെ സ്വത്വത്തെ വിറ്റുകൊണ്ട് അവർ നേടിയത് എത്ര മോശമാണ്. വലവുത്താനോ യാഴമോ അവർ തിരിച്ചറിഞ്ഞിരുന്നതെങ്കിൽ അവരുടെ തന്നെ നിലനിൽപ്പാണ് ഇവരുടെ. ഇത് പറഞ്ഞാൽ കുറച്ചധികം പറയുന്നത് അവസാനിപ്പിക്കാം. കാരണം ഒരു രാജ്യത്ത് അക്രമത്തിന് നമ്മൾ പ്രേരിപ്പിക്കുമ്പോൾ ആ അക്രമങ്ങൾക്ക് ഇരയാവുന്നത് നമ്മൾ തന്നെയാണ്. ഒരു രാജ്യത്ത് പിന്നെ നമ്മൾ മരുന്ന് വാങ്ങുമ്പോ വിത്ത് വാങ്ങുമ്പോ ജനസമൂഹങ്ങൾക്കിടയിൽ വിത്തലുണ്ടാക്കുമ്പോ വ്യക്തികൾക്കും സമൂഹങ്ങൾക്കിടയിൽ വിദ്വേഷം പരത്തുമ്പോ ആത്യന്തികമായി, അതാണ് ആഖിറത്തില്, ആത്യന്തികമായി അവർക്ക് ഒരു ഗുണത്തിന്റെ ഷെയറും പങ്കും അതിൽ നിന്ന് കിട്ടാനില്ല. ആത്യന്തികമായി അവരെ തന്നെയാണ് അവർ വിൽക്കുന്നത് എന്നവർ തിരിച്ചറിയുന്നില്ല. ഇത് എന്താ പറയുന്നത്? ആത്യന്തികമായി മനുഷ്യരെ നിങ്ങളുടെ കുഴി തന്നെയാണ് നിങ്ങൾ തോണ്ടുന്നത്. നിങ്ങളുടെ കുഴി തന്നെ നിങ്ങൾക്ക് തന്നെയാണ് കുഴി തോന്നുന്നത്. നിങ്ങൾ തിരിച്ചറിയുന്നില്ല. ഭരണകൂടങ്ങൾ ഒരു ഭരണാധികാരിക്കെതിരെ നമ്മൾ പ്രവർത്തിക്കുമ്പോ മൂപ്പര് ലണ്ടനിലേക്ക് രക്ഷപ്പെടും, മൂപ്പര് സ്വിറ്റ്സർലാൻഡിലേക്ക് രക്ഷപ്പെടും, മൂപ്പര് 10 തലമുറയ്ക്ക് ജീവിക്കേണ്ടതുകൊണ്ട് ചിലപ്പോൾ മൂപ്പര് രക്ഷപ്പെടും. പക്ഷെ ഈ സമ്പത്ത് പരസ്പരം ഈ സ്പർദ്ധ മൂത്ത് അത് സമൂഹത്തിൽ വമ്പിച്ച ഒരു കലാപങ്ങൾക്ക് തിരികൊടുത്തി ആ കലാപത്തിന്റെ ഉള്ളിൽ എരിഞ്ഞമരുന്നത്, നശിച്ച് വെന്തരിയുന്നത് നിങ്ങളും നിങ്ങളുടെ മക്കളും നിങ്ങളുടെ സമൂഹവും തന്നെയാണ് എന്ന് നിങ്ങളൊന്ന് തിരിച്ചറിയും. അതുകൊണ്ട് ഈ വിത്തനക്ക് വിത്തുപാകണ്ട.
സമൂഹങ്ങൾക്കിടയിൽ ഫിത്നയുണ്ടാക്കണ്ട, സമൂഹങ്ങൾക്കിടയിൽ വിദ്വേഷം പരത്തണ്ട, സമൂഹങ്ങൾക്കിടയിൽ അനീതിയും കാപട്യവും കളവും പ്രചരിപ്പിക്കേണ്ട. നിങ്ങൾ ദൈവത്തിന്റെ വചനത്തെ സ്വീകരിച്ച് സമാധാനത്തിന്റെ സന്ദേശത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകൂ. മറ്റത് നിങ്ങൾക്ക് തന്നെയുള്ള പാരയാണ് നിങ്ങൾ പണിയുന്നത് എന്ന് നിങ്ങൾ തിരിച്ചറിയുക. എന്താ ഖുർആൻ പറയാനുള്ളത്? ഇനി തുടർന്നും പറയുന്നതാണ്, ഇതുകൂടി പറഞ്ഞ അവസാനിക്കും. ഒരുപാട് പറയാമെന്ന് വിചാരിക്കുക. വല്ല അന്നവും ആമനും അവർ ചെയ്യേണ്ടിയിരുന്നത് അവർ സമാധാനം ഉണ്ടാക്കുകയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. അവർ ഭൂമിനാവുകയാണ് ചെയ്യേണ്ടിയിരുന്നത്. ഭൂമിയിൽ സമാധാനവും ശാന്തിയും സ്വൈര ജീവിതത്തിനും അവർ പ്രവർത്തിച്ചിരുന്നതെങ്കിൽ എത്ര നന്നായിരുന്നു. ഒത്തക്കവും അവർ ദൈവത്തിന്റെ വിധിവിലക്കുകൾ ലംഘിച്ചാലുണ്ടാവുന്ന പ്രത്യാഘാതങ്ങളെ അവർ സൂക്ഷിച്ചിരുന്നുവെങ്കിലും എത്ര നന്നാവുമായിരുന്നു, എത്ര നല്ലതായിരുന്നു അവർക്ക്. മസൂബത്തുൽ അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ അവർക്ക് തിരിച്ചു കിട്ടാനുള്ള പ്രതിഫലം സാധാരണ റജാന താപം റജാൻ തിരിച്ചു കിട്ടാനുള്ള അവർക്കുള്ള പ്രതിഫലം മെയിനില്ലായി ദൈവത്തിൽ നിന്നാണ്. ദൈവം ഒരു സഞ്ചരിക്കുന്ന ഏതായാലും ഭൂമിയിൽ സമാധാനത്തിന് വേണ്ടി പണിയെടുത്താലേ എന്നാ പിടിച്ച 1 ലക്ഷം കിട്ടൂല. ആ സമാധാനത്തിന്റെ ഭൂമിയിൽ സമാധാനം ഉണ്ടാവുമ്പോ ആ ദൈവികത അവിടെ വിളയാടുമ്പോൾ അതിന്റെ റിസൾട്ട് ഇങ്ങനെ കിട്ടുക. സുഖമായി കടന്നുറങ്ങാം. അതിന്റെ ഏറ്റവും വലിയ റിസൾട്ട് സുഖമായി കടന്നുറങ്ങാം. തന്റെ സമ്പത്ത് അന്യാധീനപ്പെടാതെ തനിക്ക് തന്നെ ഉപയോഗിക്കാം. ശാന്തിയോടുകൂടി ജീവിക്കാം. തന്റെ ഐശ്വര്യങ്ങൾ വിളയാടുന്നവരിൽ സമൂഹ ഘടന ഉണ്ടാക്കാം. അവർ സ്വൈരമായി ജീവിക്കാം. അതിനെ എന്തില്ലാതെ അതാണ് ഉത്തമമെന്ന് അവർക്ക് മനസ്സിലാവും. ലൗകാനുകാരങ്ങൾ വീണ്ടും അവരറിഞ്ഞിരുന്നുവെങ്കിൽ അറിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് പറയുന്നത് അള്ളാഹു ഇടക്കിടക്ക് പറയുന്നത് എന്താണ് അവരുടെ എൽമ് അറിഞ്ഞിരുന്നുവെങ്കിൽ. ഇത് അറിവ് അവന്റെ മുമ്പിലുള്ളതാണ്. നൂറ്റാണ്ടുകളിലൂടെ ദൈവദൂതന്മാർ കൊടുത്തയച്ച വിവരമാണിത്. അതുകൊണ്ടാണ് ഈ വിവരങ്ങളൊന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എന്ന് പറയാനുള്ള കാരണം. ഞാൻ ഇങ്ങനെ വിചാരിച്ചു, എന്താ അതാ ഇടക്കിടക്ക് അറിഞ്ഞിരുന്നുവെങ്കിൽ അവരുണ്ട്. നൂറ്റാണ്ടുകളിലൂടെ ദൈവദൂതന്മാർ വന്നു പറഞ്ഞ വിവരാണിത്. എല്ലാ പരിഷ്കർത്താക്കളും എല്ലാ ദൈവദൂതന്മാരും വന്നു പറഞ്ഞതാണിത്. മനുഷ്യരെ അക്രമം ഉണ്ടാക്കണ്ട, ശാന്തി ഉണ്ടാക്കി, സമാധാനം ഉണ്ടാക്കി, സൗഖ്യം ഉണ്ടാക്കി, ഭൂമിയിൽ ദുരിതം ഉണ്ടാക്കണ്ട, വിജ്ഞാനം നേടി, അറിവ് നേടി, വിത്തനം ഉണ്ടാക്കണ്ട, കുഴപ്പമുണ്ടാക്കണ്ട, ഗ്രൂപ്പ് ഉണ്ടാക്കണ്ട, ഒന്നായി മനുഷ്യത്വം. ഈ വിവരം നിങ്ങൾക്ക് നൂറ്റാണ്ടുകളിലൂടെ എല്ലാ ദൂതന്മാരും വന്ന് പറഞ്ഞു പോയ വിവരമാണ്. അതുകൊണ്ടാണ് അവർ അറിഞ്ഞിരുന്നതെങ്കിൽ എന്നല്ലാഹു പറഞ്ഞത്. യായുഹല്ലദീനാമനൂ, അതുകൊണ്ട് ഭൂമിയിൽ സമാധാനമുണ്ടാക്കുന്ന ആളുകളെ ലാ തഖൂലൂ റാഇന, നിങ്ങൾ ആട്ടിടയായെന്ന് പറയട്ടെ. നബിനെ ആട്ടിടയാന്ന് ചെയ്യുമ്പോ അപ്പൊ നിങ്ങൾ അത് പറയേണ്ടത് ഒന്നൂറിനാന്ന് പറഞ്ഞാൽ മതി. അതിന് കഥ മാറി കഥ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അത് പിന്നെ പറഞ്ഞു. റാന്ന് പറഞ്ഞാൽ ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആയത്തിഹാന്ന് പറഞ്ഞത് ഖുർആനെ പരിഗണിക്കേണ്ട രൂപത്തിൽ അവർ പരിഗണിച്ചില്ല. അതാണ് റാൻ. അതിന്റെ റാത്തി, അതിന്റെ അമ്രാണത് കൽപ്പനക്രിയ. റാത്തി നീ ചെയ്യുന്നു, റാമി എറിയ, ഇർമീന്നും പറയും, റാമിയെന്നും പറയും, സുബാലായിട്ട് പറയും. അമ്ര അങ്ങനെ 2 രൂപത്തിൽ പറയും. ആലിമിന്റെ രൂപത്തിൽ പറയും, ഇബ്രാഹിമിന്റെ രൂപത്തിൽ പറയും. 2 രൂപത്തിൽ അമ്ര പറയാം. ഇത് റാമി എന്നുള്ള ഇസ്മുഫായിനെ ചുരുക്കി റാമി റാമി എന്നുള്ളതാണ് പറഞ്ഞത്. അല്ലാതെ നബികൾ ആയെന്ന് വിളിക്കുകയാണ്. ആയെന്നാണ് സംരക്ഷണം, പരിഗണന പ്രത്യേകം മോലെന്ന് പരിഗണിക്കാനില്ല. അതൊന്നും പരിപാടി നടക്കില്ല എന്നുള്ള പറയാൻ പറയുന്നത്. നിങ്ങൾ മോമിനികളാണെങ്കിൽ ഒരു കൺസെഷനും പ്രത്യേക പരിഗണനയും ഞങ്ങൾക്ക് കൊണ്ടാമെന്ന് ഈ സന്ദേശം പ്രചരിപ്പിക്കുന്ന ആളോട് പറയേണ്ടതാണ്. സ്വജനപക്ഷം അതൊന്നും ഇവിടെ നടക്കില്ല
ഇതിന്റെ തുടർച്ചയാണത്. അപ്പൊ ആളുകൾ ചെയ്താൽ ഞങ്ങൾക്ക് ഇതൊക്കെ കിട്ടും. പക്ഷെ എന്താ ഞങ്ങൾക്ക് മാത്രമായിട്ട് വല്ല ഇളവും ചെയ്യുമെന്ന് പരിഗണനയും ചെയ്യുമെന്ന് ആ വിഷയങ്ങൾ പറയുന്നതാണ്. അതിന് ഞാൻ പിന്നെ പറയാം. അത് മാത്രമേ പറയാം. പിന്നെ മുൻകൂർണ വസ്മാന എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പിന്നെ പറയാം. ഖുർആൻ പഠിക്കാൻ ശ്രമിക്കുക. അപ്പൊ റിയായത്ത് എന്ന് പറഞ്ഞാല് ആട്ടിടയനല്ല, പ്രത്യേകമായി ഓരോരു സംവരണം കൊടുക്കാൻ പാട്ടില്ലാത്ത ആളുകൾക്കൊന്നും ഇല്ലാത്ത ഒരു പരിഗണനയും ഒരു സംരക്ഷണവും ഒരു റിസർവേഷനും അങ്ങനെ ഇരിക്കണോ? നമ്മളാണല്ലേ ഇങ്ങനെ കയറിയിരിക്കുന്നത്. നമ്മളാണ് അങ്ങനെ കയറിയിരിക്കാനുള്ള വർത്തമാനങ്ങൾ പറയേണ്ടതാണ് പറയുന്നത്. എല്ലാവരും തുല്യതന്നെ, ബാക്കി പ്രത്യേകമൊന്നുമില്ല. ആര് പ്രവർത്തിച്ചോ ഓർക്ക് കിട്ടും. അല്ലാതെ പ്രത്യേക പരിഗണനയ്ക്ക് വേണ്ടി നിങ്ങൾ ആവശ്യപ്പെടരുത്. പ്രത്യേക റിസർവേഷനോ കൺസെഷനോ റിബേറ്റിനോ വേണ്ടിയിട്ടൊന്നും നിങ്ങൾ ആവശ്യപ്പെടാൻ നിൽക്കേണ്ട മക്കളെ ഓരോട് പറയുക. അതാണ്. ബാക്കി പിന്നെന്ത് പറയാനാണ്? ഉന്മൂർണ വസ്മായന എല്ലാം പിന്നെ പറയേണ്ടത് അത് പറഞ്ഞാൽ മതി. അത് അവസാനിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഖുർആൻ കഴിയുന്നത്ര പഠിക്കാനും മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ വളർത്താൻ ശ്രമിക്കുക. അതാണ്